രാത്രി ഏറെ വൈകിയാണ് പമേല സേവ്യറിനൊപ്പം പച്ചവീട്ടിലേക്ക് എത്തിയത്. കാറിൽ നിന്നിറങ്ങിയതും ഒരു നെടുവീർപ്പോടെ അവൾ തൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന പച്ചവീടിനെ നോക്കി. ഇത്രയും വർഷങ്ങളായി ആ വീടും പരിസരവും തന്നെ കാത്തിരിക്കുകയായിരുന്നെന്ന് പമേലയ്ക്ക് തോന്നി. കൂറ്റൻ മരവാതിൽ തുറന്ന് പമേല വീടിനകത്തേക്ക് കയറി. ഹാളിൻ്റെ അറ്റത്ത് ചുവരിൽ തൂങ്ങിയാടുന്ന അവളുടെ കുടുംബ ഫോട്ടോ കണ്ടതും പമേല അങ്ങോട്ട് നടന്നു. വളരെയധികം ദുഃഖത്തോടെ അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. മാഡം, ലഗേജുമായി വീടിനകത്തേക്ക് കയറി വന്ന സേവ്യർ അവളെ വിളിച്ചു. നാളെ രാവിലെ ജോലിക്കാരി വന്നോളും, ഞാനെന്നാൽ പൊയ്ക്കോട്ടെ. ലഗേജ് ഹാളിന് ഇടതുവശത്തായി അവൾക്ക് ഒരുക്കിയിട്ടുള്ള മുറിയിലേക്ക് വെച്ച ശേഷം സേവ്യർ പമേലയോട് പറഞ്ഞു. നേരം ഇത്രയും ആയില്ലേ സേവ്യർ, ഇനി നാളെ രാവിലെ പോകാം. ഇന്ന് രാത്രി സേവ്യറിനോട് ഇവിടെ നിൽക്കാൻ പമേല നിർദ്ദേശിച്ചു. എങ്കിൽ ഞാൻ ഹാളിൽ കിടന്നോളാം മാഡം. അതെന്തിനാണ്? ദേ ആ മുറിയിൽ കിടന്നോ. പമേലയുടെ മുറിയുടെ തൊട്ടപ്പുറത്തായി ജോലിക്കാരിക്കായി ഒരുക്കിയിട്ടുള്ള മുറി ചൂണ്ടി അവൾ പറഞ്ഞു. ആ 2 മുറി മാത്രമേ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പമേല പറഞ്ഞത് കേട്ടതും മറുത്തൊന്നും പറയാതെ പ്രധാന വാതിൽ അടച്ചു കുറ്റിയിട്ട ശേഷം അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് സേവ്യർ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കൂടി അവിടെ നിന്ന ശേഷം അവളും അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. മുറിയിൽ തന്നെയുള്ള ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയ ശേഷം ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറ്റി ഒരു നൈറ്റ് സ്യൂട്ട് അവൾ എടുത്തു ധരിച്ചു. ആ വസ്ത്രത്തിൽ അവളുടെ നിറവയർ വ്യക്തമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. കണ്ണാടിയിലെ പ്രതിരൂപത്തെ നോക്കി അവൾ തൻ്റെ വയർ തലോടി. അവൾക്ക് കുട്ടികളെ ജീവനാണ്, അതുകൊണ്ടാണ് അന്ന് എന്നെ വെറുതെ വിട്ടത്. നീ ഉള്ളിടത്തോളം കാലം അവൾ എന്നെ ഒന്നും ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം. വല്ലാത്ത ആത്മവിശ്വാസത്തിലായിരുന്നു പമേല അത് പറഞ്ഞത്. മുഖം കഴുകിയ ശേഷം അവൾ ബെഡ്റൂമിലേക്ക് നടന്നു. യാത്രയുടെ ക്ഷീണം തീർക്കാനായി കിടന്നുറങ്ങി. പാതിരാവായപ്പോൾ പുതപ്പിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന കാലിൽ തണുപ്പടിച്ചവൾ എഴുന്നേറ്റു. പാതി തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ചെമ്പരത്തിക്കാവിലെ അരയാൽ മരത്തെ കണ്ടതും അവൾ മുഖം തിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. വീണ്ടും ഒന്ന് മയങ്ങി വരാൻ തുടങ്ങിയപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്ന പരുക്കൻ ശബ്ദം അവൾ കേട്ടത്. ശ്രദ്ധിച്ചു കേട്ടപ്പോൾ പ്രധാന വാതിലിൽ ആരോ കൊട്ടുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ആ കൊട്ടൽ കേൾക്കാത്ത പോലെ പമേല ദേഹത്തുകൂടെ പുതപ്പ് പൊതിച്ച് അവിടെ തന്നെ കിടന്നു. അതോടെ ശബ്ദത്തിൻ്റെ തീവ്രത കൂടി. ഒടുവിൽ കാതടപ്പിക്കുന്ന അലർച്ചയായി അത് മാറി. ഓരോ തവണ വാതിലിൽ നിന്ന് കൊട്ട് കേൾക്കുമ്പോഴും പമേല കിടന്ന് വിറച്ചു. പുതപ്പിലേക്ക് ഒന്നും കൂടി ചുരുണ്ടു. എന്നിട്ടും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ അവൾ തയ്യാറായില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കൊട്ടൽ നിന്നു. അതോടെ പുതപ്പ് മുഖത്തുനിന്ന് മാറ്റി അവൾ ദീർഘനിശ്വാസം എടുത്തു. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തിൽ പ്രധാന വാതിൽ തുറന്ന ഒച്ച കേട്ടതും പമേലയൊന്ന് ഞെട്ടി. അതിനോടൊപ്പം ഒരു ചിലങ്കയുടെ ശബ്ദം അവൾ കേട്ടു. അവളുടെ മുറിയുടെ വാതിലിനരികിലേക്ക് നീണ്ടുവരുന്ന ആ ശബ്ദം അവളെ ഭയപ്പെടുത്തി. വൈകാതെ പമേലയുടെ മുറിയുടെ വാതിലിനരികിലെത്തിയതും ആ ശബ്ദം നിന്നു. വാതിലിന് താഴെയുള്ള ഇടുങ്ങിയ വിടവിലൂടെ അവിടെ ആരോ നിൽപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അവളുടെ വാതിലിൽ കൊട്ടാൻ തുടങ്ങി. ആദ്യം നേർത്ത ശബ്ദത്തിൽ തുടങ്ങിയ കൊട്ടൽ വൈകാതെ ശക്തി പ്രാപിച്ചു. ഓരോ കൊട്ടലും പമേലയുടെ കാതിലേക്ക് കൂരമ്പ് പോലെ തുളഞ്ഞു കയറി. വൈകാതെ വലിയ ശബ്ദത്തിൽ അവളുടെ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടതും പമേല അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. മുറിയിലേക്ക് അവളുടെ അടുത്തേക്ക് ആരോ നടന്നു വരുന്നതായി അവൾ മനസ്സിലാക്കി. പതിഞ്ഞ താളത്തിലുള്ള ചിലങ്കയുടെ ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം മുറിയിൽ നിറഞ്ഞു. തന്നെ നോക്കി ആരോ നിൽപ്പുണ്ടെന്ന തോന്നൽ അവൾക്കുണ്ടായി. എന്നിട്ടും അവൾ കണ്ണു തുറക്കാൻ മടിച്ചു. പേടിയാണ്, ഭയം. അത് മനുഷ്യനെ നിശ്ചലനാക്കും. നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഹൃദയതാളം വേഗത്തിലായി. കിടന്നിടത്തു നിന്ന് ഒന്ന് അനങ്ങാൻ പോയിട്ട് ശ്വാസമെടുക്കാൻ പോലും അവൾ ബുദ്ധിമുട്ടി. പമേല അവളുടെ കാതോട് മുഖമടുപ്പിച്ച് അതവളെ വിളിച്ചു. കൺപോളകൾ തുറക്കാൻ വീർപ്പ് മുട്ടിയിട്ടും അവൾ മുറുക്ക പൂട്ടിത്തന്നെ കിടന്നു. അതവളുടെ ദേഹത്തുകൂടെ പതുക്കെ വിരലോടിച്ചു. ആ സമയം പതിയെ പമേല കണ്ണൊന്ന് തുറന്നു നോക്കി. തൻ്റെ നെറ്റിയും മൂക്കും ചുണ്ടും താടിയും തൊണ്ടക്കുഴിയും കടന്ന് അവളുടെ വയർ ലക്ഷ്യമാക്കി അവളുടെ ദേഹത്തുകൂടെ ഇഴഞ്ഞു നീങ്ങുന്ന പച്ച നിറമുള്ള കൈകൾ അവൾ കണ്ടു. ചുവന്ന ചായം പൂശിയ അതിൻ്റെ നീളൻ നഖങ്ങൾ. ആ കൈകൾ കണ്ടതും പമേല ഭയത്തോടെ കണ്ണുകൾ ഇറുക്കപ്പൂട്ടി. വീർത്തു നിൽക്കുന്ന അവളുടെ വയറിന് മുകളിലെ വസ്ത്രത്തിൽ അത് തൻ്റെ നീണ്ട നഖം കൊണ്ട് ചെറുതായൊന്ന് പൂറി. വസ്ത്രം കീറി. വയറിലേക്ക് നഖം കൊണ്ടതും പമേല രണ്ടും കൽപ്പിച്ച് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അരുത്! അവൾ ഉറക്കെ അലറി.
അവിടെ മൊത്തം അവളുടെ അട്ടഹാസം മുഴങ്ങിക്കേട്ടു. അത് വകവയ്ക്കാതെ ചുറ്റുമൊന്ന് നോക്കാൻ പോലും നിൽക്കാതെ ധൃതിയിൽ മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്കോടി. സേവ്യർ കിടക്കുന്ന മുറിയുടെ വാതിലിൽ പോയി മുട്ടി. എന്തുപറ്റി മാഡം? ഉറക്കച്ചടവിൽ മുറിയുടെ വാതിൽ തുറന്ന സേവ്യർ വിയർത്തൊലിച്ച് ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന പമേലയെ കണ്ടതും സംശയത്തോടെ, അതിലേറെ ആശങ്കയോടെ ചോദിച്ചു. അവിടെ മുറിയിൽ വിക്കി വിക്കി അവൾ അത്രയും പറഞ്ഞൊപ്പിച്ചു. എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ലെങ്കിലും സേവ്യർ പമേലയുടെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ അസാധാരണമായി ഒന്നും കാണാൻ അവന് സാധിച്ചില്ല. ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. സേവ്യറിന് പിന്നാലെ പമേലയും മുറിയിലേക്ക് കയറി. ആണോ? അങ്ങനെയാണെങ്കിൽ അത് പോയി കാണും. പമേല ധൃതിയിൽ തുറന്നു കിടക്കുന്ന ജനാലവാതിൽ അടച്ചു. മാഡം, ഞാൻ പോയിക്കോട്ടെ? സേവ്യർ അവിടെ നിന്ന് പരുങ്ങി. വേണ്ട. സേവ്യർ ഈ സോഫയിൽ കിടന്നുറങ്ങുമോ? ഒന്നും വിചാരിക്കരുത്. എനിക്കിന്ന് രാത്രി തനിച്ചിവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല. തൻ്റെ മുറിയിലുള്ള നീളൻ സോഫ ചൂണ്ടി പമേല ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാകണം സേവ്യർ അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത മുറിയിൽ നിന്ന് പുതപ്പും തലയണയും എടുത്ത് അവൻ സോഫയിൽ വന്ന് കിടന്നു. അതോടെ പാതി ആശ്വാസത്തിൽ പമേല കട്ടിലിൽ കിടന്നു. ഇനി എനിക്ക് തോന്നിയതായിരിക്കുമോ? പമേലയ്ക്ക് സംശയം. അവൾ തൻ്റെ വയറിൻ്റെ ഭാഗത്തെ വസ്ത്രത്തിലേക്ക് നോക്കി. നഖം കൊണ്ട് കീറിയത് അങ്ങനെ തന്നെയുണ്ട്. അല്ല, തോന്നലല്ല. അവൾ എന്നെയും കൊണ്ടേ പോകൂ. ഭയത്തോടെ പമേല ആ സത്യം മനസ്സിലാക്കി. സേവ്യർ എത്രയും പെട്ടെന്ന് വീടിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കണം. എനിക്കിവിടെ അധികം ദിവസം നിൽക്കാൻ കഴിയില്ല. പമേല അവനെ ഓർമ്മിപ്പിച്ചു. ഇല്ല മാഡം, ഞാൻ നാളെ തന്നെ അവരോട് സംസാരിക്കാം. കൂടി വന്നാൽ ഒരാഴ്ച. അതിനുള്ളിൽ ഞാൻ എല്ലാം ശരിയാക്കാം. സേവ്യറിൻ്റെ ആ വാക്കുകൾ പമേലയ്ക്ക് നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. ആ ആശ്വാസത്തിൽ അവൾ മറ്റെല്ലാം മറന്നുകൊണ്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു. പക്ഷെ അപ്പോഴും ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം തൻ്റെ മുറിയെ വിട്ട് പോയിട്ടില്ലെന്ന സത്യം സങ്കടത്തോടെ പമേല മനസ്സിലാക്കി. നേരം പുലർന്നതും സേവ്യർ എഴുന്നേറ്റു. പമേല അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. അടുക്കളയിൽ പോയി അവൻ ചായ വെച്ചു. അതുമായി പുറത്തിരിക്കുമ്പോഴാണ് ജോലിക്കാരി വന്നത്. ഹാ മീനമ്മു, സേവ്യർ അവളോട് സംസാരിക്കാൻ തുടങ്ങി. നീ വന്നിട്ട് പോകാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു ഞാൻ. മാഡത്തിൻ്റെ കാര്യമെല്ലാം ഇനി നീ വേണം നോക്കാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. അവൻ അവളെ പ്രത്യേകം ഏൽപ്പിച്ചു. സാർ ഒന്നും പേടിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. മാഡം എഴുന്നേറ്റിട്ടില്ല. നീ അടുക്കളയിലേക്ക് പൊയ്ക്കോ. എന്തായാലും മാഡം എഴുന്നേറ്റിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മീനമ്മു വീടിന് പിന്നാമ്പുറത്തുകൂടി അടുക്കളയിലേക്ക് നടന്നു. സേവ്യർ പിന്നെയും അവിടെ ഇരുന്ന് ചായ കുടിച്ചു. ആ സമയത്താണ് ഗേറ്റ് മലർക്കെ തുറന്നുകൊണ്ട് അലമേലു അവിടേക്ക് കയറി വന്നത്. അവൾ വന്നു അല്ലേ? വല്ലാത്ത സന്തോഷത്തിലാണ് അവർ ആ ചോദ്യം ഉറക്കെ ചോദിച്ചത്. നിങ്ങളോടല്ലേ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞത്? ഇറങ്ങിപ്പോ. ചായ നിലത്ത് വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് സേവ്യർ അവരെ ആട്ടി ഓടിക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ അവരുണ്ടോ പോകുന്നു. അവളെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന വാശിയിൽ അവർ അവിടെ തന്നെ നിന്നു. ഈ ബഹളം കേട്ടാണ് പമേല എഴുന്നേറ്റത്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആരാ അവിടെ? എന്തുപറ്റി? വീട്ടുമുറ്റത്ത് സേവ്യർ ആരോടോ നിന്ന് കയർക്കുന്നത് മാത്രമേ പമേല കണ്ടുള്ളൂ. അതാരാണെന്നറിയാൻ അവൾ വയറ്റിൽ കൈ പിടിച്ചുകൊണ്ട് പടികൾ ഇറങ്ങി മുറ്റത്തേക്ക് വന്നു. സേവ്യറിന്റെ മറവിൽ നിൽപ്പുണ്ടായ അലമേലുവിന് മുഖം കണ്ടതും പമേല മുന്നോട്ട് നടക്കാതെ നിന്നിടത്ത് തന്നെ നിന്നു. അപ്പോഴേക്കും പമേലയെ കണ്ട അലമേലു സേവ്യറിനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾക്കരികിലേക്ക് വന്നിരുന്നു. ഇന്നലെ രാത്രി നിന്നെ തേടി അവൾ വന്നിരുന്നല്ലേ? ഇനിയും അവൾ വരും. ഏറ്റവും അവസാനം നിന്നെയും കൊണ്ട് അവൾ പോകും. കറ പിടിച്ച പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് അലമേല തുടർന്നു പറഞ്ഞു. എത്ര പേരുടെ ജീവിതമാണ് നീ നശിപ്പിച്ചതെന്നറിയുമോ? ഞാൻ നിന്നോട് ക്ഷമിച്ചാലും നീ കാരണം ഹൃദയം തകർന്ന ഒരുവനുണ്ട്. അവൻ്റെ അമ്മ. എല്ലാവരുടെയും ജീവിതം തകർത്തിട്ട് സമാധാനമായി ജീവിക്കാമെന്ന് കരുതിയോ? നടക്കില്ല. ഈ വീടിൻ്റെ എല്ലാ മൂലയിലും ഞാൻ ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു തരത്തിലും നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കൂടുതൽ എന്തെങ്കിലും പറയും മുമ്പ് സേവ്യർ വന്ന് അലമേലുവിനെ പിടിച്ചു. അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഗേറ്റ് കടക്കും മുമ്പ് അലമേലു തിരിഞ്ഞ് പമേലയെ നോക്കി. നിനക്കിപ്പോൾ 4-ാം മാസമല്ലേ പമേല? അത്രമാത്രം ചോദിച്ച് അവളുടെ വയറ്റിലൊന്ന് നോക്കിയ ശേഷം എന്തൊക്കെയോ ഒളിപ്പിച്ച നിഗൂഢമായൊരു ചിരിയോടെ അലമേലു അവിടെ നിന്ന് പോയി. അവളുടെ അവസാന ചോദ്യത്തിൽ എന്തോ വല്ലാത്തൊരു പന്തികേട് പമേലയ്ക്ക് തോന്നി. അയ്യേ, എനിക്ക് കുഞ്ഞുങ്ങളെയൊന്നും ഇഷ്ടമല്ല. അവരെ നോക്കാനൊന്നും എനിക്ക് പറ്റില്ല. പച്ചയമ്മയ്ക്കല്ലേ കുഞ്ഞുങ്ങളെ ഇഷ്ടം? നോക്കിക്കോ, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അതിനെ ഞാൻ പച്ചയമ്മയ്ക്ക് കൊടുക്കും. പണ്ടൊരിക്കൽ കളി പോലെ അരുവിയോട് പറഞ്ഞത് പമേലയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അവൾ തൻ്റെ വയറ്റിൽ കൈയും വെച്ച് അലമേലു പോയ വഴിയും തൊട്ടപ്പുറത്തെ ചെമ്പരത്തിക്കാവും മാറി മാറി നോക്കി അവിടെ നിന്നു. കാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. അവിടെ ജീവിക്കുന്നവരെല്ലാം അത്ഭുത ജീവികളാണ്. അത് മനുഷ്യരായാലും മൃഗമായാലും.
പക്ഷെ കാടിനെ അറിയാത്തവർക്ക് ആ അത്ഭുതങ്ങൾ എങ്ങനെ മനസ്സിലാകാനാണ്? ബ്രിട്ടനിൽ നിന്ന് വന്ന വയനാട്ടിലെ ഫോറസ്റ്റ് ഓഫീസർ പോൾസൺ സാഹിബിനും സംഭവിച്ചത് അതുതന്നെയാണ്. പക്ഷെ അയാൾ സൂത്രശാലിയായിരുന്നു. ജനങ്ങൾക്കിടയിലെ ഒരാളായി മാറി ഏറ്റവും ഒടുവിൽ തന്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. സായിപ്പിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പെരുമാറ്റം പച്ചവനത്തിലെ ആളുകൾക്കിടയിൽ പ്രത്യേക മതിപ്പുളവാക്കി. വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരിൽ ഒരാളായി അയാൾ മാറി. മറ്റ് ഇംഗ്ലീഷുകാരെ പോലെ അല്ല പോൾസൺ സായിപ്പ് എന്ന് സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുക്കുന്ന നേതാക്കളെ കൊണ്ട് പോലും അദ്ദേഹം പറയിപ്പിച്ചു. ഇതുതന്നെയാണ് പോൾസണും ആഗ്രഹിച്ചത്. ഇരയെ വിഴുങ്ങാൻ തയ്യാറെടുക്കുന്ന പാമ്പിനെ പോലെ ഉചിതമായ സമയത്തിനായി അയാളും കാത്തിരുന്നു. പച്ചയമ്മയുടെ ഉത്സവത്തിന് കുടുംബത്തിനോടൊപ്പം പോൾസൺ സായിപ്പും പങ്കെടുത്തിരുന്നു. മുണ്ടും ഷർട്ടും ധരിച്ച പോൾസനെയും നിറവയറുമായി അവിടുത്തെ സ്ത്രീകളെ പോലെ കസവ് സാരി ഉടുത്തു വന്ന മെറ്റിൽഡയും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. സായിപ്പും ഭാര്യയും നമ്മളെപ്പോലെ തന്നെയാണ്. അവിടെയുള്ളവരിൽ ചിലർ അടക്കം പറഞ്ഞു. വെളുത്ത നിറത്തിൽ സ്വർണ്ണ കസവുള്ള പട്ടുപാവാടയായിരുന്നു അന്ന് പമേലയുടെ വേഷം. തൻ്റെ ചെമ്പിച്ച മുടിയിൽ നിറയെ മുല്ലപ്പൂക്കൾ ചൂടി അവൾ മമ്മയുടെ കൈ പിടിച്ച് കാവിലേക്ക് വന്നു. അവിടെ എത്തുന്നത് വരെ അവളുടെ ശ്രദ്ധ കാവിന് എതിർവശത്തുള്ള പൊയ്കയിലെ ആമ്പൽപ്പൂക്കളിലായിരുന്നു. കാവിൽ നിൽപ്പുണ്ടായിരുന്ന അരുവി പമേലയെ കണ്ടതും അവൾക്ക് അടുത്തേക്ക് ഓടി വന്നു. എൻ്റെ കൂടെ വാ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. അരുവി പമേലയുടെ കൈ പിടിച്ച് കാവിലൂടെ ഓടി. അരയാൽ മരത്തിന് ചുറ്റും ആളുകൾ കൂടിയിരിക്കുകയാണ്. കരിങ്കല്ലിൽ പച്ച നിറം പൂശിയ ഒരു കല്ല്, അതിന് ചുവന്ന ചേല ഉടുപ്പിച്ചിരിക്കുന്നു. അതാണ് പച്ചയമ്മയുടെ വിഗ്രഹം. ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ കൂടി നിന്നവർ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്നു. മെറ്റിൽഡയും അവർക്കൊപ്പം കൂടി. അവളുടെ അരികിൽ തന്നെ അലമേലവും നിൽപ്പുണ്ടായിരുന്നു. ഇതേ സമയം അരുവി പമേലയും കൊണ്ട് നേരെ പോയത് വെള്ളാട്ടുകോലം കെട്ടുന്നതിൻ്റെ അടുത്തേക്കാണ്. കാവിൻ്റെ അറ്റത്ത് കോലം ഒരുക്കാനായി ഓല കൊണ്ടൊരു മറ കെട്ടി വെച്ചിട്ടുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. പമേലയെ അവിടെ നിർത്തി അരുവി പതുങ്ങി പതുങ്ങി ആ മറയ്ക്ക് അപ്പുറത്തേക്ക് നടന്നു. അരുവി അങ്ങോട്ട് പോയതോടെ പമേല അവിടെ തനിച്ചായി. അവൾ ഭയപ്പാടോടെ ചുറ്റും നോക്കി. ചുറ്റും ആരും തന്നെ ഇല്ല. എല്ലാവരും അരയാൽ മരത്തിൻ്റെ അടുത്താണ്. പക്ഷെ ആ മറയ്ക്ക് അപ്പുറത്ത് നിന്ന് ആരുടെയൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. പമേല മാഡം, ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? പിന്നിൽ നിന്ന് ആ ശബ്ദം കേട്ട് പമേല തിരിഞ്ഞു. നീലനായിരുന്നു അത്. ഉത്സവം നടക്കുന്നത് അവിടെയാണ്. ഇവിടെ കോലം ഒരുക്കുന്ന സ്ഥലമാണ്. ഇവിടേക്ക് വരാൻ നമുക്ക് അനുവാദമില്ല. ആരെങ്കിലും കണ്ടാൽ ചീത്ത പറയും. എൻ്റെ കൂടെ വാ. നീലൻ പറഞ്ഞത് കേട്ട് പമേല അരുവി പോയ ദിശയിലേക്ക് നോക്കി. അവിടെ ആരെയും തന്നെ കാണാനില്ല. എന്തോ നീലനോട് അരുവിയെക്കുറിച്ച് പറയാനും അവൾക്ക് തോന്നിയില്ല. അവൾ വരുമെന്ന പ്രതീക്ഷയിൽ നീലനൊപ്പം പമേല അരയാൽ മരത്തിനരികിലേക്ക് നടന്നു. പിന്നീട് എന്താണ് മഞ്ചാടി വെറുക്കാൻ വരാതിരുന്നത്? അവനൊപ്പം നടക്കുന്നതിനിടയിൽ പമേല ചോദിച്ചു. അതിന് ഉത്തരം നീലൻ പറഞ്ഞില്ല. വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. ആ പൊയ്കയിലെ ആമ്പൽപ്പൂക്കൾ പറിക്കാൻ കഴിയുമോ? പമേല പിന്നെയും അവനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ, കഴിയുമല്ലോ. പക്ഷെ നിറയെ ചെളിയാണ്. ഇറങ്ങാൻ വലിയ പ്രയാസമാണ്. എന്താ, മാഡത്തിന് വേണോ? പമേല വേണമെന്ന് തലയാട്ടി. ഞാൻ കൊണ്ടുവന്ന് തരാം. ഇന്ന് തരുമോ? അതിനെന്താ, തരാമല്ലോ. വെള്ളാട്ടുകോലം കഴിയാറാകുമ്പോൾ എല്ലാവരും കാവിൽ നിന്ന് പോകും. ആ സമയം അരയാൽ മരത്തിൻ്റെ അവിടെ നിന്നാൽ മതി. ഞാൻ കൊണ്ടുവന്ന് തരാം. നീലൻ പറഞ്ഞതിന് ചിരിയോടെ അവൾ തലയാട്ടി. പിന്നെയുണ്ടല്ലോ, എന്നെ മാഡമെന്നൊന്നും വിളിക്കണ്ട. അതെന്താ, ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ വിളിക്കുന്നതാ ഇഷ്ടമെന്ന് സ്കൂളിൽ പറഞ്ഞല്ലോ. നീലന് സംശയം. അത് ശരിയാണ്, പക്ഷെ എന്നെ നീലൻ അങ്ങനെ വിളിക്കണ്ട. പിന്നെ എന്ത് വിളിക്കണം? നീലൻ പുരികം കൂർപ്പിച്ച് അവളെ നോക്കി. ഇഷ്ടമുള്ളത് എന്തും വിളിച്ചോ, പക്ഷെ മാഡം വിളി വേണ്ട. മിഴികൾ വിടർത്തി അവൾ അവനെ നോക്കി. ആ നിമിഷം അവളുടെ വെള്ളാരം കണ്ണുകളിൽ അവൻ്റെ കാപ്പി കണ്ണുകൾ ഉടക്കിപ്പോയി. എന്തു നോട്ടമാണത്! ഹൃദയത്തെ കൊത്തിവലിക്കും പോലെ. അവനെ കടന്ന് പമേല അരയാൽ മരത്തിന് ചുവട്ടിൽ നിൽക്കുന്ന മമ്മയ്ക്ക് അടുത്തേക്ക് നടന്നു. പാമി! ആ വിളി കേട്ട് അവൾ തിരിഞ്ഞു. അങ്ങനെ വിളിച്ചോട്ടെ ഞാൻ? ചോദ്യത്തിന് മറുപടി മൗനമായിരുന്നെങ്കിലും ആ വിളി ഇഷ്ടപ്പെട്ടുവെന്ന് അവളുടെ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു. പാമി. തൻ്റെ പേരിൽ നിന്ന് ഇത്ര മനോഹരമായൊരു വിളിപ്പേരുണ്ടാക്കിയെടുക്കാമെന്ന് ഇന്നാണ് പമേലയ്ക്ക് മനസ്സിലായത്. ഇത്രയും നേരം അരുവി ആരും കാണാതെ വെള്ളാട്ടുകോലത്തെ ഒരുക്കുന്നത് വീക്ഷിക്കുകയായിരുന്നു. പാരമ്പര്യമായി വെള്ളാട്ടുകോലം കെട്ടുന്നത് കബനി തീരത്തുള്ള കുശവന്മാരാണ്. ഇത്തവണ 3 മാസക്കാലം നോമ്പെടുത്ത് കോലം കെട്ടിയിരിക്കുന്നത് അവിടുത്തെ ഇളം തലമുറയിൽപ്പെട്ട മിരുതനാണ്. മിരുതൻ്റെ കന്നിയാട്ടമാണിത്.
അവൻ്റെ മുഖത്ത് ചായങ്ങൾ തേച്ച് മിനക്കുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അരുവി. പമേലയെ പുറത്തു നിർത്തി വന്ന കാര്യം അവൾ മറന്നേ പോയി. അയ്യോ പമേല! പമേലയെ ഓർത്തതും അവൾ ധൃതിയിൽ പുറത്തേക്കിറങ്ങി വന്നു. പക്ഷെ അവിടെ ഒന്നും തിരിഞ്ഞിട്ടും പമേലയെ കണ്ടെത്താൻ അവൾക്കായില്ല. ഇനി മടങ്ങിപ്പോയി കാണുമോ? പമേല എങ്ങോട്ട് പോയിട്ടുണ്ടാകുമെന്ന ആശങ്കയിലാണ് അരുവി അരയാൽ മരത്തിനരികിൽ വന്നത്. അവിടെ ദീപാരാധന നടക്കുകയായിരുന്നു അപ്പോൾ. പ്രാർത്ഥനാ മന്ത്രങ്ങളോടെ ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷത്തിൽ മെറ്റിൽഡയ്ക്ക് അരികിൽ നിൽക്കുന്ന പമേലയെ അവൾ കണ്ടു. അരുവിയെ കണ്ടതും അലമേലു അവൾക്കരികിലേക്ക് വന്നു. എവിടെ പോയി കിടക്കായിരുന്നു? അലമേലു അവളെ ശാസിക്കാൻ തുടങ്ങി. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളെയും കൊണ്ട് നേരെ പൂജ നടക്കുന്നിടത്തേക്ക് വന്നു നിന്നു. അമ്മയ്ക്കരികിൽ നിൽക്കുമ്പോഴും അരുവി പമേലയെ ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് നോക്കി. ആ സമയം പമേലയുടെ കണ്ണുകളും മറ്റാരെയോ തിരയുകയായിരുന്നു. 8 മണിയോടെയാണ് പൂജകളെല്ലാം അവസാനിച്ചത്. അതോടെ കാവും കാടും കാടിൻ്റെ മക്കളും അവരുടെ അമ്മയെ ഭഗവതി കാവിലേക്ക് യാത്ര അയക്കാൻ തയ്യാറായി. പോൾസനും മെറ്റിൽഡയും വെള്ളാട്ട് കാണാതെ തിരികെ ബംഗ്ലാവിലേക്ക് പോകാൻ തീരുമാനിച്ചു. അമ്മ, എനിക്കത് കാണണം. നീലൻ പൂവുമായി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് പമേല അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. പക്ഷെ മെറ്റിൽഡയ്ക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതിയെന്നായിരുന്നു. മാഡം പൊക്കോ, മോളെ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. അലമേലു പറഞ്ഞത് കേട്ട് ഒടുവിൽ മെറ്റിൽഡ പമേലയെ അവിടെ നിർത്തി പോകാൻ തീരുമാനിച്ചു. വൈകാതെ വെള്ളാട്ടുകോലം തുടങ്ങാനുള്ള തുടി കൊട്ടാൻ തുടങ്ങി. പമേലയും അരുവിയും കണ്ണുമിഴിച്ച് അത് നോക്കി നിന്നു. ആ സമയം ആമ്പൽക്കുളത്തിനരികിൽ ശൂന്യമായിരുന്നു. എല്ലാവരും പോകാൻ കാത്തിരുന്ന നീലൻ അതോടെ ആരും കാണാതെ കുളത്തിലേക്കിറങ്ങി. പമേലയോട് കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണ്. അപകടം പിടിച്ച പൊയ്കയിൽ ആമ്പലിന് വേണ്ടി ജീവൻ പണയം വെച്ച് ഇറങ്ങുകയെന്ന് വെച്ചാൽ സാധാരണ വെള്ളാട്ടുകോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചടങ്ങുകളും വേഷം കെട്ടലും ഒക്കെയാണ് ചെമ്പരത്തിക്കാവിലെ പച്ചയമ്മയുടെ ഉത്സവത്തിന് കെട്ടിയാടുന്നത്. വെള്ളാട്ടം സാധാരണയായി ശിവന് വേണ്ടി കെട്ടിയാടുന്ന കോലമാണ്. പക്ഷേ പച്ചയമ്മയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമാണ്. ആ രൂപത്തിൽ അമ്മയുടെ അരികിൽ പോകാനാണ് അവളുടെ ആഗ്രഹം. ദേഹം മുഴുവൻ പച്ച ചായം പൂശി ചുവന്ന വസ്ത്രമണിഞ്ഞ് കാലിൽ ചിലങ്ക, കയ്യിൽ പിച്ചള വളകൾ, കഴുത്തിൽ കാശിമാല, കാതിൽ തോട, മുട്ടോളം നീളമുള്ള മുടിക്ക് മുകളിൽ കിരീടമണിഞ്ഞ് അതിനു മുകളിൽ ഒരു ചെമ്പരത്തിപ്പൂവ് വെച്ച് വെള്ളാട്ടുകോലം ആടാനായി തയ്യാറായി. കാലിൽ അണിഞ്ഞിരിക്കുന്ന ചിലങ്കകൾ തെരുതെരെ കിലുക്കി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മിരുതൻ വെള്ളാട്ടുകോലത്തിൽ അരയാൽ മരത്തിന് അരികിൽ വന്നു നിന്നു കൈകൂപ്പി ദേവിയെ വണങ്ങി. നെറ്റിയിൽ പൂജാരി ചാർത്തിക്കൊടുത്ത തിലകക്കുറി അണിഞ്ഞ് അത് ആടാൻ തുടങ്ങി. പച്ച മുഖത്ത് ചുവന്ന വട്ടപ്പൊട്ട് തൊട്ടിരിക്കുന്നു. കണ്ണിൽ കറുകറുത്ത അഞ്ജനം എഴുതിയിരിക്കുന്നു. ആ കോലത്തെ കണ്ടതും പമേല പേടിച്ച് അലമേലുവിൻ്റെ മുന്നിലായി ഒളിച്ചു. ഉറക്കെ അലറിക്കൊണ്ട് അത് ആടാൻ തുടങ്ങി. ദേഹത്ത് കെട്ടിയിരിക്കുന്ന കുരുത്തോലയും അതിനൊപ്പം കിടന്നാടി. ആട്ടത്തിന് അകമ്പടിയായി ചെണ്ടയും ചേങ്ങിലയും മദ്ദളവും തുടങ്ങിയ വാദ്യങ്ങൾ വായിക്കാൻ തുടങ്ങി. കാതടപ്പിക്കുന്ന ശബ്ദം. ചുറ്റും ഭക്തിയുടെ അന്തരീക്ഷം നിറച്ചപ്പോൾ പമേല മാത്രം ഭയത്തോടെ അത് വീക്ഷിച്ചു നിന്നു. അവളുടെ അരികിലേക്ക് ആക്രോശിച്ചുകൊണ്ട് കോലം വരാൻ തുടങ്ങിയതും അവൾ പേടിച്ച് അവിടെ നിന്നോടി. വെള്ളാട്ടുകോലം പൂർണ്ണമായും ദേവിയായി മാറിയതും അത് ഭഗവതി മലയിലേക്ക് അമ്മയെ കാണാൻ ഓടാൻ തിടുക്കം കൂട്ടി. എല്ലാവരും പച്ചയമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ മിരുതനെ പൊതിഞ്ഞു. പക്ഷെ മിരുതൻ വെള്ളാട്ടുകോലത്തിൽ തുള്ളിക്കൊണ്ട് കാവിലൂടെ ഭഗവതിക്കാവ് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. പിന്നാലെ ആളുകളും ഓടി. അതിനിടയിൽ ഉറക്കെയുള്ള അവൻ്റെ അലർച്ച കാട് മൊത്തം മുഴങ്ങിക്കേട്ടു. കാവിൽ നിന്ന് പേടിച്ചുകൊണ്ട് വെളിയിലേക്ക് ഓടുന്നുണ്ടായ പമേല ഒരു കല്ലിൽ തട്ടി നിലത്തേക്ക് മറിഞ്ഞു വീണു. നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ അവൾ ശരിക്കും ബുദ്ധിമുട്ടി. ദേഹം നോവുന്നു. ഏറ്റവും ഒടുവിൽ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റപ്പോൾ അവളുടെ പാവാടയിൽ നിറയെ ചോരയാണ്. രക്തം കാലിലൂടെ ഒഴുകുന്നുണ്ട്. അത് കണ്ടതും ബോധരഹിതയായി പമേല നിലത്തേക്ക് വീണു. ഭഗവതി മലയിലേക്ക് തൻ്റെ അമ്മയെ കാണാൻ മിരുതൻ എന്ന വെള്ളാട്ടുകോലത്തിൻ്റെ ദേഹത്തേറി പോകുന്ന പച്ചയമ്മയുടെ സ്വരം പച്ചവനത്തിൽ മുഴങ്ങിക്കേട്ടു. ആ സമയം പമേല രക്തത്തിൽ കുളിച്ച് ബോധരഹിതയായി കാവിൽ കിടന്നു. ഇതൊന്നും അറിയാതെ നീലൻ അവൾക്കായുള്ള ആമ്പൽപ്പൂക്കളുമായി ചെമ്പരത്തിക്കാവിലേക്ക് വന്നു. എന്നാൽ പച്ചയമ്മയില്ലാത്ത അരയാൽ മരവും പരിസരവും ശൂന്യമായിരുന്നു. പമേലയെ കാണാതെ വളരെയധികം ആശങ്കയിൽ അവൻ ഉറക്ക വിളിച്ചു, പാമീ. കള്ളങ്ങൾ കൊണ്ട് പണിത ഒരു ചീട്ടുകൊട്ടാരത്തിലായിരുന്നു ലൂക്കാസിനൊപ്പം പമേലയുടെ ജീവിതം. പപ്പയുടെയും അമ്മയുടെയും പേളിൻ്റെയും മരണം തുടങ്ങി പച്ച വീട് വരെ ആ കള്ളങ്ങളുടെ കണക്കിൽ നീളും. ചീട്ടുകൊട്ടാരം എപ്പോൾ വേണമെങ്കിലും തകർക്കപ്പെട്ടേക്കാം. അതേപോലെ കള്ളങ്ങളും. എന്നിട്ടും ലൂക്കാസ് മരിക്കും വരെ അവൾ സത്യങ്ങൾ മറച്ചു പിടിച്ചു.
അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ലൂക്കാസിന് കോഫി ഷോപ്പിൽ ജോലി കിട്ടിയിട്ട് ഏകദേശം 1 വർഷമായി കാണും. ഓർഫനേജിൽ നിന്ന് മാറി ഷോപ്പിനോട് ചേർന്നുള്ള അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അവനപ്പോൾ താമസിച്ചിരുന്നത്. പമേല അപ്പോഴും ഓർഫനേജിൽ തന്നെ. ജോലി കഴിഞ്ഞ് വരുന്ന സായാഹ്നങ്ങളിൽ അവനെ കാണാൻ പോവുക പമേലയുടെ പതിവായിരുന്നു. അന്നും അങ്ങനെ അവനെ കാണാൻ പോയതാണവൾ. അവിടെ എത്തിയപ്പോൾ കണ്ടത് ലൂക്കാസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നീല കണ്ണുള്ള സുന്ദരിയെയാണ്. അവൻ്റെ മുഖത്തു നിന്ന് അവൾ കണ്ണെടുക്കുന്നതേയില്ല. എന്തോ ആദ്യ നോട്ടത്തിൽ തന്നെ പമേലയ്ക്ക് അവളെ ഇഷ്ടമായില്ല. പമേലയെ കണ്ടതും ലൂക്കാസ് ആ പെണ്ണിനോട് ബൈ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു. ആരാ അത്? പമേല അവളുടെ മുഖത്തു നിന്ന് കണ്ണുകൾ എടുക്കാതെ ലൂക്കാസിനോട് ചോദിച്ചു. അത് സമാൻഡ. എൻ്റെ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും കോഫി ഷോപ്പിൽ സമാൻഡയെ കാണുന്നത് പതിവായി. ലൂക്കാസിനെ നോക്കുന്ന അവളുടെ നോട്ടം, അത് പമേലയ്ക്ക് നൽകിയ തലവേദന ചെറുതൊന്നുമായിരുന്നില്ല. അവളുടെ ഉറക്കം തന്നെ പോയി. ലൂക്കാസ് മറ്റൊരാളുടേതാകുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ലായിരുന്നു. ഇതിനൊരവസാനം കൽപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. അന്നൊരവധി ദിവസം ലൂക്കാസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പമേല വന്നു. ഇടയ്ക്കൊക്കെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങനെയുള്ള വരവും അവളുടെ പതിവാണ്. ഒറ്റ മുറിയും അതിനോട് ചേർന്ന അടുക്കളയും മാത്രമുള്ള ആ കുടിസ് മുറിയിലേക്ക് ലൂക്കാസ് അവളെ സ്വാഗതം ചെയ്തു. മുറിയിൽ കയറിയ പമേല അവനെ ഇറുക്കി വാരിപ്പുണർന്നു. എത്ര നേരം അങ്ങനെ നിന്നുവെന്നറിയില്ല. ദേഹത്തു നിന്നുള്ള പിടി ഒന്നയഞ്ഞതും ലൂക്കാസ് അവളെ ചുംബിച്ചതും ഒരുമിച്ചായിരുന്നു. വസ്ത്രമൂരി മാറ്റിക്കൊണ്ട് അവർ ഇരുവരും കട്ടിലേക്ക് മറഞ്ഞു. പിന്നെയും ഉടലിനെ തുരുതുരെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അതോടെ പമേലയിൽ നിന്ന് ഞരക്കങ്ങൾ പുറത്തേക്ക് വന്നു. തൻ്റെ മാറിടത്തിൽ മുഖമമർത്തിയ ലൂക്കാസിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൾ അവനെ ചേർത്ത് പിടിച്ചു. ലൂക്കാസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വല്ലാത്ത ആവേശത്തിൽ അവളോട് ചേർന്ന ലൂക്കാസ് പതിയെ മുഖമുയർത്തി അവളെ നോക്കി. എന്തു പറ്റി പമേല? അവൻ്റെ ചോദ്യത്തിൽ പോലും പ്രണയം തുളുമ്പുന്നു. വീണ്ടും വീണ്ടും അവളിലേക്ക് പോകാൻ അവൻ്റെ മനസ്സും ഉടലും ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തം. ഇനിയും നിന്നെ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് വിവാഹം കഴിച്ചാലോ? അവൾ പറഞ്ഞത് കേട്ട് അവൻ വാ പൊളിച്ച് നിന്നുപോയി. എന്തു പറയണമെന്നറിയാതെ കട്ടിലിൽ ചാഞ്ഞ ലൂക്കാസിൻ്റെ നെഞ്ചിലായി തലവെച്ച് പമേലയും കിടന്നു. നോക്ക്, നിനക്കും എനിക്കും ജോലിയുണ്ട്. ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാ? നമുക്ക് വിവാഹം കഴിക്കാമെന്നേ. പിന്നെ നീ പറഞ്ഞ 5 വർഷമൊക്കെ കഴിഞ്ഞു പോയിട്ടോ ലൂക്കാസ്. പമേല അതെല്ലാം പറയുമ്പോഴും ലൂക്കാസ് ഗാഢമായ ചിന്തയിലായിരുന്നു. ശരി, നമുക്ക് വിവാഹം കഴിക്കാം. കുറച്ചു നേരം ആലോചിച്ച ശേഷം ലൂക്കാസ് പറഞ്ഞു. നേരോ എന്ന ഭാവത്തിൽ പമേല അവൻ്റെ നെഞ്ചിൽ കൈവച്ച് മുഖമുയർത്തി അവനെ നോക്കി. അധികം വൈകിക്കണ്ട, നാളെ തന്നെ നടത്തിക്കളയാം. നാളെയോ? പമേലയ്ക്ക് അതിശയം. നോക്ക് പമേല, ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് അത് നടത്തണമെന്ന് നിനക്കറിയാമല്ലോ. ഇതും അങ്ങനെയാണ്. നിനക്കും എനിക്കും ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. ഇനി വൈകിക്കേണ്ട. ഡെല്ലയോടും ഫാദറിനോടും എല്ലാം നമുക്ക് ഇന്ന് തന്നെ സംസാരിക്കാം. എന്നിട്ട് നാളെ വിവാഹം കഴിക്കാം പമേല. സന്തോഷം സഹിക്കാൻ കഴിയാതെ അവൾ അവനെ വാരിപ്പുണർന്നു. അത് അവസാനിച്ചത് ദീർഘമായ ഒരു ഒത്തുചേരലിലാണ്. ഏറ്റവും ഒടുവിൽ കിതപ്പോടെ ലൂക്കാസ് അവളിൽ നിന്ന് അകന്നു മാറി. അപ്പോഴും മറ്റാർക്കും അവനെ കൊടുക്കില്ലെന്ന മട്ടിൽ അവനോട് ചേർന്ന് തന്നെ അവളും കിടന്നു. അടുത്ത ദിവസം പള്ളിയിൽ വെച്ച് വിവാഹിതരായ ശേഷം പമേല ആദ്യം ചെയ്ത കാര്യം അപ്പാർട്ട്മെൻറ്റ് മാറുന്നതാണ്. അവിടെ വിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് പമേലയുടെ കൈപിടിച്ച് ലൂക്കാസ് പോകുമ്പോൾ നിരാശയോടെ അതിലേറെ വേദനയോടെ അവനെ നോക്കി നിൽക്കുന്ന സമാൻഡയെ പമേല കണ്ടിരുന്നു. ആ സമയം അവളുടെ നീല കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞുവോ? ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത വിധം ഒരു പ്രശ്നം ഒഴിവാക്കാനുള്ള പമേലയുടെ ബുദ്ധി എപ്പോഴും പ്രശംസനീയമാണ്. പക്ഷെ എല്ലായ്പ്പോഴും അവൾക്ക് തെറ്റുപറ്റുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്. അത് ആ വീടാണ്, പച്ചവീട്. ആ വീടുമായി ബന്ധപ്പെട്ട അവളുടെ ജീവനേക്കാൾ അവൾ സ്നേഹിച്ച ചിലർ. എല്ലാറ്റിൻ്റെയും തുടക്കം സ്നേഹത്തിലായിരുന്നു. ഇനി ഒടുക്കവും ചിലപ്പോൾ സ്നേഹത്തിൽ തന്നെ ആയിരിക്കും. പക്ഷേ ആർക്ക് ആരോടുള്ള സ്നേഹം എന്നുറപ്പില്ല. മീനമ്മോനെ പമേലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം സേവ്യർ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. മാഡം, എന്താവശ്യമുണ്ടെങ്കിലും മീനമ്മോനോട് പറഞ്ഞാൽ മതി. ഞാൻ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി 2 ദിവസത്തിനുള്ളിൽ വരുന്നതായിരിക്കും. സേവ്യർ അവൾക്ക് ഉറപ്പ് നൽകി. കവലയിലെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായി തയ്യാറാകവേ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പലചരക്കുകൾ വാങ്ങാൻ മീനമ്മവും കവല വരെ അവനൊപ്പം പോകാൻ തുടങ്ങി. ഞാനും നിങ്ങൾക്കൊപ്പം വരാം. എന്നും നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പകൽ പോലും ആ വീട്ടിൽ തനിച്ചു നിൽക്കാൻ പമേലയ്ക്ക് പേടിയായിരുന്നു. വസ്ത്രം മാറി സേവ്യറിനും മീനമ്മോവിനുമൊപ്പം അവളും കവലയിലേക്ക് നടന്നു.
നിറവയറിൽ കയ്യും വെച്ച് പച്ചവനത്തിലെ പരിചിതമായ വഴിയിലൂടെ നടക്കുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി. ഇതാ സാഹിബിൻ്റെ മകളല്ലേ? ചിലർ അടക്കം പറഞ്ഞു. അവരുടെ മുഖത്ത് അവളോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു. മറ്റു ചിലർ ആദ്യം കാണുന്ന കൗതുകത്തോടെ അവളെ നോക്കി. എന്നാൽ പമേല അതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റുമുള്ള പരിസരം വീക്ഷിക്കുകയായിരുന്നു. 16 വർഷങ്ങൾ അവിടെ നടത്തിയ മാറ്റങ്ങൾ, പുതുതായി വന്ന ഗവൺമെൻറ് വക ബസ് സർവീസ്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഫോറസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പുതുക്കി പണിത ഹോസ്പിറ്റൽ, വായനശാല, സ്കൂൾ, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ മാറ്റങ്ങൾ അനവധിയാണ്. പക്ഷെ മാറാത്തത് ഒന്നേയുള്ളൂ, അത് മനസ്സാണ്. മനുഷ്യൻ്റെ മനസ്സ്. അവിടെ ഉടലെടുക്കുന്ന ദേഷ്യം. കാവിലേക്ക് പോകുന്ന വഴിയിലെ ആമ്പൽക്കുളം എത്തിയപ്പോൾ അവളൊന്ന് നിന്നു. എവിടെയോ ഒരു നോവ്. തൻ്റെ ഉള്ളം ആരുടെയോ പേര് ചൊല്ലി പിടയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. കൊയ്ത്തു കഴിഞ്ഞ് പുഞ്ചപ്പാടത്തിനപ്പുറത്തെ വായനശാലയ്ക്ക് ഇടതുവശത്തുള്ള വഴിയിലൂടെ വേണം അവർക്ക് കവലയ്ക്ക് പോകാൻ. പാടവരമ്പിലൂടെ നടക്കുമ്പോൾ പമേലയുടെ കണ്ണുകൾ അതിനപ്പുറം വായനശാലയ്ക്ക് മുമ്പിലെ കൽത്തിണ്ണയിലിരിക്കുന്ന പയ്യന്മാരിലേക്ക് നീണ്ടു. അവർക്കൊപ്പം തനിക്ക് പ്രിയപ്പെട്ട ആ മുഖമുണ്ടോ എന്ന് തിരയുകയായിരുന്നു അവൾ. മാഡത്തിന് ഈ വഴിയൊക്കെ അറിയാമായിരിക്കുമല്ലേ? സേവ്യറിൻ്റെ ചോദ്യത്തിന് പമേല തലയാട്ടി. അപ്പോഴും കണ്ണുകൾ വായനശാലയിലെ കൽത്തിണ്ണയിലേക്ക് തന്നെ. അവിടെ പ്രതീക്ഷിച്ചയാൾ ഇല്ലെന്നറിഞ്ഞതും അവൾ നിരാശയോടെ മുന്നോട്ട് നടന്നു. ചിരുതയ്ക്കൊപ്പം കവലയിലേക്ക് വന്നതാണ് നീലൻ. ഞാൻ തിരിച്ചു പോട്ടെ അമ്മേ. അമ്മയ്ക്കൊപ്പം നടക്കാൻ മടി പിടിച്ച് നീലൻ പറഞ്ഞു. വേലുവിനൊപ്പം പോകാനല്ലേ നിനക്ക്? നടക്കില്ല മോനെ, ഇന്ന് നീ ഒരു കാട്ടിലും പോയില്ല. പിടിച്ച പിടിയാലെ ചിരുത അവനെയും കൊണ്ട് നടന്നു. പച്ചക്കറിയെല്ലാം കുട്ടയിലേക്ക് പെറുക്കിയിടുമ്പോഴാണ് അവിടേക്ക് വരുന്നുണ്ടായിരുന്ന മീനമ്മുവിനെ ചിരുത കണ്ടത്. നീ 1/2 കിലോ തക്കാളിയും കൂടി വാങ്ങി ഇതിൻ്റെ എല്ലാം പൈസ കൊടുക്ക്. നീലിന് പച്ചക്കറികൾ പെറുക്കിയെടുത്ത കുട്ട നൽകി ചിരുത ധൃതിയിൽ മീനമ്മുവിനരികിലേക്ക് നടന്നു. മീനമ്മു. പലചരക്ക് കടയിൽ നിൽപ്പുണ്ടായിരുന്ന മീനമ്മുവിനോട് അവൾ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എന്തിൻ്റെ കേടാ മീനമ്മു? വേറെ എവിടെയും ജോലിക്ക് നിൽക്കാൻ കിട്ടിയില്ലേ? ആ നശിച്ച വീട്ടിൽ തന്നെ വേണമായിരുന്നോ? ഓ, അതിനിപ്പോൾ എന്താ? നിസ്സാര മട്ടിൽ മീനമ്മു പറഞ്ഞത് കേട്ട് ചിരുതയ്ക്ക് ദേഷ്യം വന്നു. അതിനെന്താണെന്നോ? വീണ്ടും അവരുടെ അടിമപ്പണി എടുക്കാൻ നിനക്ക് നാണമില്ലേ? കഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യത്തിന് വില കളയല്ലേ നീ? ചിരുതയുടെ ഉള്ളിലെ വിപ്ലവകാരി സടകുടഞ്ഞെഴുന്നേറ്റു. അതിന് ഞാൻ ആരുടെ അടിമയല്ലല്ലോ. എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുള്ള കൂലിയും എനിക്ക് കിട്ടും. ജോലിക്ക് കൂലി. അലമേലും ഇതുതന്നെയാണ് പറഞ്ഞത്. ഒടുക്കം എന്തായി? അലമേലുമല്ല, മീനമ്മോ ആണ് ഞാൻ. എവിടെ നിൽക്കണമെന്നും എന്ത് ചെയ്യണമെന്നും എനിക്ക് വ്യക്തമായി അറിയാം. നീ പഠിപ്പിക്കാൻ വരണ്ട. മീനമ്മ പറഞ്ഞത് കേട്ട് ചിരുതയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിന്റെ മകൻ്റെ ജീവിതം അവർ നശിപ്പിച്ചുവെന്ന് പറഞ്ഞല്ലേ നിനക്കിത്ര ദേഷ്യം? എനിക്കറിയാം ചിരുതേ, പക്ഷേ എന്നെ അതിന് കിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മീനമ്മ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതോടെ ദേഷ്യത്തിൽ മുഖം തിരിച്ച് ചിരുത അവിടെ നിന്നും പോയി. നീലൻ പച്ചക്കറികൾ വാങ്ങിയ ശേഷം അമ്മയെ തിരിഞ്ഞ് കവലയിലൂടെ നടക്കാൻ തുടങ്ങി. അതിനിടയിലാണ് കവലയുടെ അറ്റത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു യുവാവിനോട് സംസാരിച്ചു നിൽക്കുന്ന അവളെ കണ്ടത്. ഒരു നോട്ടം. എത്ര ദൂരത്തു നിന്നും അവളെ മനസ്സിലാക്കാൻ ആ നോട്ടം തന്നെ അവന് ധാരാളമായിരുന്നു. അത്രമേൽ മനസ്സിൽ പതിഞ്ഞതല്ലേ ആ മുഖം. ആ ചെമ്പൻ മുടികൾ, കാപ്പിപ്പൊടി ചാലിച്ച കണ്ണുകൾ, ചുവന്നു തുടുത്ത കവൾ, അവിടെ നിറഞ്ഞിരിക്കുന്ന അരിമണിയോളം വലുപ്പമുള്ള കറുത്ത കുത്തുകൾ. ഒരു മാറ്റവുമില്ല. പക്ഷെ ഒന്ന് മാത്രം പുതിയതാണ്, വീർത്തിരിക്കുന്ന അവളുടെ വയർ. നീലൻ കണ്ണുകൾ അടയ്ക്കാൻ മറന്ന് അവളെ നോക്കി. അതിനിടയിൽ അവൻ്റെ കയ്യിൽ നിന്ന് പച്ചക്കറി കവർ താഴെ വീണു. തക്കാളിയും സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം നിലത്ത് വീണുരുണ്ടു. ധൃതിയിൽ കുനിഞ്ഞ് അവൻ അത് പെറുക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ടാണ് ചിരുത അങ്ങോട്ട് വന്നത്. ഈ ചെറുക്കൻ ശ്രദ്ധയില്ല. ഇവനെ ഏൽപ്പിച്ചു പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കവലയാണെന്ന് പോലും നോക്കാതെ നിലത്ത് കിടന്ന പടവലം എടുത്ത് അവൾ അവനെ പൊതിരെ തല്ലി. പടവലം പല കഷ്ണമായിട്ടും അവൾ അവനെ അടിക്കുന്നത് നിർത്തിയില്ല. അമ്മ നിർത്ത്, എല്ലാവരും നോക്കുന്നു. നീലൻ അമ്മയോട് കേണു. പിന്നെയും എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ചിരുതയും അവനോടൊപ്പം പച്ചക്കറി പെറുക്കാൻ തുടങ്ങി. കവലയിലുള്ളവരെല്ലാം ഈ കാഴ്ച വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ സേവ്യറിനരികിൽ വന്ന് വീണ ഉരുളക്കിഴങ്ങെടുത്ത് അവൻ നീലിന് നേരെ നീട്ടി. സേവ്യറിൻ്റെ അരികിൽ നിൽക്കുന്ന പമേല അവൻ്റെ കയ്യിൽ നിന്ന് ഉരുളക്കിഴങ്ങ് വാങ്ങുന്ന നീലനെ കണ്ടതും ഞെട്ടലോടെ നോക്കി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അവനെ നോക്കാതെ ഇരിക്കണമെന്നുണ്ട്, പക്ഷെ മനസ്സനുവദിക്കുന്നില്ല. ഉള്ളു പൊള്ളുന്നത് പോലെ അറിയാതെ കൈകൾ വയറ്റിലേക്ക് നീണ്ടു. ഇങ്ങനൊരവസ്ഥയിൽ അവന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നോ ഉറക്കത്തിൽ പോലും ചിന്തിച്ചതല്ല. നീല. അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി അവനെ അവൾ വിളിച്ചു. തിരിഞ്ഞു നോക്കും മുമ്പ് ചിരുത അവിടേക്ക് വന്നിരുന്നു.
അവൾ പമേലയെ അടിമുടി നോക്കി. വന്നോന്നറിഞ്ഞു, സമാധാനമായിട്ട് ജീവിക്കാം ഞങ്ങൾ, ഇനിയെങ്കിലും വെറുതെ വിട്. അത്രയും പറഞ്ഞ് പോകാമെന്ന അർത്ഥത്തിൽ ചിരുത നീലനെ നോക്കി. അവൾക്കൊപ്പം പമേലയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നീലനും പോയി. ഏയ്, ആരാ ഇതൊക്കെ? എന്താ ഇവരും മാഡം തമ്മിലുള്ള പ്രശ്നം? എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ സേവ്യർ മീനമ്മോവിനോടായി ചോദിച്ചു. പമേല കേൾക്കാതെ വളരെ പതുക്കെയാണ് സേവ്യർ അത് ചോദിച്ചത്. അതെല്ലാം പഴയ കഥയാണ് സാർ. ആ പയ്യനില്ലേ നീലൻ, പമേല മാഡത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അലമേലുവിൻ്റെ മകളുമായി അവൻ ഇഷ്ടത്തിലായിരുന്നു. അരുവി, നല്ല തങ്കം പോലത്തെ കൊച്ചായിരുന്നു. ഇവരുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാ. എന്നാൽ അതിനു മുമ്പ് എന്ത് ചെയ്യാനാ, കൊന്നു താഴ്ത്തിയില്ലേ ആ ദുഷ്ടൻ സായിപ്പ്, പമേല മാഡത്തിൻ്റെ അച്ഛൻ. അദ്ദേഹമാണ് കൊന്നതെന്ന് എന്താ ഉറപ്പ്? സേവ്യറിന് സംശയം. മീൻ പിടിക്കാൻ പോയവർ കണ്ടതല്ലേ തീരത്ത് കിടക്കുന്ന സായിപ്പിൻ്റെ ജീപ്പ്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? നഷ്ടം അലമേലുവിനും നീലനും ചിരുതയ്ക്കുമല്ലേ. വർഷം 10-15 കഴിഞ്ഞു, എന്നിട്ടും അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ, മറക്കാൻ പറ്റുന്നില്ലത്രേ. അവരുടെ ഈ സംസാരമെല്ലാം പമേല കേൾക്കുന്നുണ്ടായിരുന്നു. മറക്കാൻ പറ്റുന്നില്ല. മീനമ്മ പറഞ്ഞ ആ വാക്കിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് അവൾ ദൂരേക്ക് പോകുന്ന നീലനെ നോക്കി നിന്നു. ആ സമയം അറിയാതെ അവളുടെ മനവും ആ വാക്കുകൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. മറക്കാൻ പറ്റുന്നില്ല, ഇല്ല, പറ്റുന്നില്ല. അമ്മയില്ലാത്ത വീട് പോലെയാണ് പച്ചയമ്മയില്ലാത്ത കാട്. മിരുതൻ്റെ ആരവം കാട്ടിൽ ഉയർന്നു കേട്ടു. കബനി നദിക്ക് അപ്പുറമുള്ള ഭഗവതി മലയിലേക്ക് ഓടുകയാണവൻ. അവന് പിന്നാലെ കാടിൻ്റെ മക്കളും. അവർക്കൊപ്പം പാതി ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് അലമേലു പമേലയെ ഓർത്തത്. അവൾ കൂടെയില്ലെന്ന് അറിഞ്ഞതും അരുവിയോട് അവിടെയുള്ളവരുടെ ഒപ്പം പോകാൻ കൽപ്പിച്ച് വെപ്രാളപ്പെട്ടുകൊണ്ട് അലമേലു ചെമ്പരത്തിക്കാവിലേക്ക് ഓടി. ഇതേ സമയം നീലൻ പമേലയെ തിരിഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പാമി, അവൻ അവളെ ഉറക്കെ വിളിച്ചു. കാവിലൂടെ അവളെ തിരിഞ്ഞു നടന്നു. ഒടുവിൽ കാവിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന വഴിയോട് ചേർന്ന് കുറ്റിക്കാടിനരികിലായി കിടക്കുന്ന അവളെ അവൻ കണ്ടെത്തി. ആമ്പൽപ്പൂക്കൾ നിലത്ത് വെച്ച് അവൻ അവൾക്കടുത്തേക്ക് ഓടി. പാമി, നീലൻ അവളെ തട്ടി വിളിച്ചു. ഒന്ന് മൂളുന്നതല്ലാതെ മറ്റൊരു അനക്കവും അവളിൽ നിന്നുണ്ടായില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആരെയെങ്കിലും ഈ വിവരം അറിയിക്കാൻ പമേലയെ നിലത്ത് കിടത്തി അവൻ പുറത്തേക്ക് ഓടി. അതിനിടയിലാണ് വെപ്രാളപ്പെട്ട് കാവിലേക്ക് ഓടി വരുന്ന അലമേലുവിനെ അവൻ കണ്ടത്. പമേല കുഞ്ഞിനെ കണ്ടോ? കിതപ്പോടെ അലമേലു ചോദിച്ചു. അവിടെ കാവിൽ കിടപ്പുണ്ട്, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, ദേഹത്ത് നിറയെ ചോരയാ. ഞാൻ ആരെയെങ്കിലും വിളിക്കാൻ പോവുകയായിരുന്നു. നീലൻ കാവിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവനൊപ്പം ധൃതിയിൽ അലമേലു കാവിലേക്ക് നടന്നു. നിലത്ത് കിടക്കുന്ന പമേലയെ അലമേലു വാരിയെടുത്തു. അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രായം തികഞ്ഞതാണെന്ന് മനസ്സിലാക്കും വരെ അവളുടെ നെഞ്ചിൽ തീ ആളുകയായിരുന്നു. പേടിക്കാനൊന്നുമില്ല, പമേല കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോളാം, നീ നിന്റെ വീട്ടിലേക്ക് വയ്ക്കോ. നീലനോട് അപ്രകാരം പറഞ്ഞ് അലമേലു പമേലയും കൊണ്ട് പച്ച വീട്ടിലേക്ക് പോയി. നീലനാകട്ടെ നിലത്ത് വീണിരിക്കുന്ന ചോരത്തുള്ളികളെയും ആമ്പൽപ്പൂക്കളെയും മാറി മാറി നോക്കി. ഇനി ഈ ആമ്പൽപ്പൂക്കൾ ഞാൻ എന്തു ചെയ്യും? എന്നാലും ഇത്രയും ചോര പോയിട്ടും അവൾക്കൊരു കുഴപ്പവുമില്ലെന്ന് പറയാൻ ആ അലമേലു മാമിക്ക് എങ്ങനെ സാധിച്ചു? എന്തായാലും ഒന്ന് അവിടം വരെ പോയി നോക്കാം. നീലന് സംശയം. അവൻ രണ്ടും കൽപ്പിച്ച് പമേലയുടെ സുഖവിവരം തിരക്കാൻ ആമ്പൽപ്പൂക്കളുമായി പച്ച വീട്ടിലേക്ക് നടന്നു. ചെണ്ടയുടെയും ചേങ്ങിലയുടെയും ഇലത്താളത്തിൻ്റെയും മേളത്തേക്കാൾ ആവേശത്തിൽ അമ്മയുടെ അരികിലെത്തുന്ന സന്തോഷത്തിൽ പച്ചയമ്മ മിരുതൻ്റെ ദേഹത്തു നിന്നാടി. കാടിൻ്റെ മക്കൾ അവനെ കൈകൂപ്പി വണങ്ങി. അരുവിയും കണ്ണുമിഴിച്ച് അവനെ നോക്കി നിൽക്കുകയാണ്. ഇരുപുഴയാറിനരികിലെ പൊത്തിൽ താമസിക്കുന്ന നാഗങ്ങൾ അവന് പച്ചയമ്മയ്ക്ക് തുണയേകാൻ വഴികാട്ടിയായി മുമ്പിൽ ഇഴഞ്ഞു നടന്നു. വാനിൽ ചെമ്പരന്ന് വട്ടത്തിൽ പാറിപ്പറന്നു. പക്ഷികൾ ഉറക്ക ശബ്ദമുണ്ടാക്കി. നെല്ലിയാറ്റിനരികിലെ കാട്ടാനക്കൂട്ടം തുമ്പിക്കൈ ഉയർത്തി അവളെ വണങ്ങി. എല്ലാവരും അവളെ യാത്രയാക്കാൻ കൂടി. ഈ കാട് അവർക്കെല്ലാം അവകാശപ്പെട്ടതല്ലേ. അവർക്കും അവൾ അമ്മ തന്നെ. ദീപങ്ങളാൽ അലങ്കരിച്ച ഭഗവതി മലയുടെ ഉച്ചിയിലെ ക്ഷേത്രത്തിലെ ദേവി തൻ്റെ മകൾക്കായി കാത്തിരിക്കുകയായിരുന്നു. അവളെ ഒന്ന് സ്നേഹത്തോടെ തലോടാൻ, കെട്ടിപ്പുണരാൻ, ചുംബിക്കാൻ ആ അമ്മ മനം കൊതിച്ചു നിന്നു. ഭഗവതി മലയിലെ ക്ഷേത്രനട പൂജാകർമ്മങ്ങൾക്കായി അടച്ചിരിക്കുകയായിരുന്നു. ഭക്തജനങ്ങൾ ഭക്തിയോടെ ദേവിയെ കാണാൻ അവിടെ കൈകൂപ്പി മടങ്ങി നിന്നു. എന്നാൽ നട തുറക്കുമ്പോൾ ദേവിക്ക് കാണേണ്ടത് തൻ്റെ മകളെയാണ്. പച്ചവനത്തിൽ നിന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം തന്നെ കാണാൻ വരുന്ന തൻ്റെ മകളെ. കബനി നദി കടന്ന് ഭഗവതി മല കയറി
പച്ചയമ്മ വെള്ളാട്ടുകോലത്തിൻ്റെ ദേഹത്തേറി ഭഗവതി മലയിലേക്കെത്തി. ഭഗവതി മലയിലെ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് മിരുതൻ മതിമറന്നാടി. കാലുകൾ നിലത്തുറപ്പിക്കാതെ ഉറക്കെ ആക്രോശിച്ച് നാവ് പുറത്തേക്ക് നീട്ടി കണ്ണുകൾ ഉരുട്ടി ഉടലിളക്കിക്കൊണ്ട് തൻ്റെ വരവ് അമ്മയെ അറിയിച്ചു പച്ചയമ്മ. ഒടുവിൽ ക്ഷേത്രനട തുറന്നതും മിരുതൻ ബോധം കെട്ട് നിലത്തേക്ക് വീണു. പച്ചയമ്മ അവൻ്റെ ഉടലിൽ നിന്ന് വേർപെട്ട് തൻ്റെ അമ്മയുടെ അരികിലേക്ക് പോയിരിക്കുന്നു. മിരുതനെ എല്ലാവരും നിലത്തുനിന്ന് താങ്ങിയെടുത്തു. ഇനിയുള്ള 7 നാൾ അവനും വിശ്രമമാണ്. അതിനുശേഷം വീണ്ടും ഒരു വേഷപ്പകർച്ച, ദേവിയെ തിരികെ കൊണ്ടുവരാൻ. ചെമ്പരത്തിക്കാവിലെ അരയാൽ മരത്തിന് കീഴെ ഒറ്റ തിരിയിട്ട് വെച്ചൊരു വിളക്കുണ്ട്. അതിനെ പ്രകാശിപ്പിക്കാൻ അവളെയും കൊണ്ട് വീണ്ടും അവൻ വരും, മതിമറന്നാടും. ആ ദിനം മുതൽ കാടിൻ്റെ അമ്മ പച്ചയമ്മ വീണ്ടും കാടിന്, പച്ചവനത്തിന് കാവലായി വാഴും. ആമ്പൽപ്പൂക്കളുമായി നീലൻ പമേലയെ കാണാൻ അവളുടെ വീട്ടിലേക്കെത്തി. അകത്തേക്ക് കടക്കാൻ മടിച്ചവൻ പരിങ്ങി ഗേറ്റിനടുത്ത് തന്നെ നിന്നു. വീടിന് വെളിയിൽ ഇരിപ്പുണ്ടായിരുന്ന ക്യൂട്ടി അവനെ തന്നെ വീക്ഷിച്ചു നിൽപ്പാണ്. അതിനെ കണ്ടതുകൊണ്ട് അവൻ അകത്ത് കടക്കാൻ മടി. പൂച്ചയാണ്, പക്ഷെ മാന്തിയാലും വേദനിക്കുമല്ലോ, ചോര വരുമല്ലോ. അകത്തുനിന്ന് ആരെങ്കിലും വരുന്നത് കാത്തവൻ ഗേറ്റിന് പുറത്തു തന്നെ നിന്നു. ഇതേ സമയം ദേഹം മുഴുവൻ മഞ്ഞൾ പുരട്ടി പമേലയെ കുളിപ്പിക്കുകയായിരുന്നു അലമേലു. മെറ്റിൽഡ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെയാണ് അലമേലു ഇതെല്ലാം ചെയ്യുന്നത്. ഇനി 7 ദിവസം മോളെ വെളിയിലേക്ക് ഇറക്കണ്ടാട്ടോ എന്ന നിർദ്ദേശവും മെറ്റിൽഡയ്ക്ക് കൊടുത്ത ശേഷമാണ് അലമേലു മുറിയിൽ നിന്നിറങ്ങിയത്. ക്യൂട്ടിയെ അന്വേഷിച്ച് വീടിന് വെളിയിലേക്ക് വന്നപ്പോഴാണ് ഗേറ്റിനടുത്ത് നിൽക്കുന്ന നീലനെ അലമേലു കണ്ടത്. അതോടെ അവൻ അരികിലേക്ക് വന്നു. നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞതല്ലേ? അലമേലു സംശയത്തോടെ അവനെ നോക്കി. അത് ഞാൻ പമേല മാഡത്തിനെ കാണാൻ. ആമ്പൽപ്പൂക്കൾ തൻ്റെ പിന്നിലായി ഒളിപ്പിച്ച് അലമേലുവിനോട് സംസാരിക്കുമ്പോഴും നീലൻ്റെ കണ്ണ് ബംഗ്ലാവിന് അകത്തേക്കായിരുന്നു. ഒരു നോക്ക് അവളെ കണ്ടാൽ മതിയായിരുന്നു അവന്. ഇപ്പോൾ കാണാൻ പറ്റില്ല. അതെന്താ? മാഡം വിശ്രമിക്കുകയാണ്, നല്ല ഉറക്കമാണ്. വായിൽ വന്ന കള്ളം അലമേലു പറഞ്ഞു. ആണോ? എങ്കിൽ ഞാൻ നാളെ വരാം. നീലൻ അവിടെ നിന്ന് പോകാനൊരുങ്ങി. നാളെ വരണ്ട, പമേല കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകില്ല. നീ ഒരു 7 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അലമേലു പറഞ്ഞത് കേട്ട് നീലൻ നിരാശനായി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അലമേലു ക്യൂട്ടിയെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് നടന്നു. ഇവരുടെ ഈ സംസാരമെല്ലാം തൻ്റെ മുറിയിലെ ജാലകവാതിലൂടെ പമേല വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പപ്പയും അമ്മയും അടുത്തുള്ളതുകൊണ്ട് മാത്രം അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. എന്താണ് അവർ തമ്മിൽ പറഞ്ഞത് എന്നറിയില്ലെങ്കിലും തന്നെക്കുറിച്ചാണ് നീലൻ അന്വേഷിച്ചതെന്ന് പമേലയ്ക്ക് ഉറപ്പായിരുന്നു. പമേലയെ കാണാനാകില്ലെന്ന് മനസ്സിലായതും നീലൻ നിരാശയോടെ അവിടെ നിന്ന് പോകാനൊരുങ്ങി. ആമ്പൽപ്പൂക്കൾ ഇനി എന്തു ചെയ്യുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. ഡാ ചെറുക്ക, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? പിന്നിൽ നിന്ന് ആ ശബ്ദം കേട്ട് അവൻ നോക്കി. ഭഗവതിക്കാവിൽ നിന്ന് ഉത്സവം കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്ന അരുവിയായിരുന്നു അത്. ഞാൻ പമേല മാഡത്തിനെ കാണാൻ. നീലൻ്റെ സ്വരം ഇടറി. ഈ രാത്രിയിലോ? അവൾ അവനെ കണ്ണു തുറപ്പിച്ചു നോക്കി. പതിവ് നോട്ടം തന്നെ. മാഡം കാവിൽ ബോധം കെട്ട് വീണിരുന്നു. ഞാനാ കണ്ടത്. അരുവിയുടെ അമ്മയെ അറിയിച്ചതും ഞാനാ. അമ്മ അപ്പോൾ തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ അവൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാൻ വന്നതാ. നീലൻ കാര്യങ്ങളെല്ലാം അരുവിയോട് വിശദീകരിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും അരുവിയുടെ മുഖഭാവം മാറി. അയ്യോ പമേല! അവൾ വീടിനകത്തേക്ക് ഓടാനൊരുങ്ങി. പേടിക്കേണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ അരുവിയുടെ അമ്മ പറഞ്ഞത്. അവളെ തടഞ്ഞുകൊണ്ട് നീലൻ പറഞ്ഞു. അത് കേട്ട് അരുവിയുടെ മുഖത്ത് ആശ്വാസം. എങ്കിൽ നീലൻ പൊയ്ക്കോളൂ, പമേലയോട് നീലൻ വന്നിരുന്നെന്ന് ഞാൻ പറയാം. ഇത്തവണ അരുവിയുടെ സ്വരം ശാന്തമായിരുന്നു. അതിലുപരി തൻ്റെ കൂട്ടുകാരിയെ സഹായിച്ചവനോടുള്ള നന്ദിയും കടപ്പാടും അതിൽ പ്രകടമായിരുന്നു. അരുവി! ഗേറ്റ് കടന്ന് വീടിനകത്തേക്ക് പോകാൻ ഒരുങ്ങിയ അരുവിയെ നീലൻ വിളിച്ചു. തൻ്റെ നേർക്ക് തിരിഞ്ഞ അരുവിക്ക് നേരെ ആമ്പൽപ്പൂക്കൾ അവൻ നീട്ടി. ഇതെനിക്കാണോ? കൊള്ളാം, എനിക്കിഷ്ടായി. പമേലയ്ക്ക് ഈ പൂക്കൾ കൊടുക്കാൻ പറയാൻ വന്ന നീലൻ അരുവിയുടെ ആ വാക്കുകൾ കേട്ടതും പിന്നീടൊന്നും പറഞ്ഞില്ല. പൂക്കളിൽ നിന്ന് കണ്ണുകൾ എടുക്കാൻ പോലും തയ്യാറാവാത്ത അവളുടെ ആ മിഴികളിൽ നിരാശ പടർത്താൻ എന്തുകൊണ്ടോ അവൻ ആഗ്രഹിച്ചില്ല. കുറുമ്പിയാണെങ്കിലും ഉള്ളുകൊണ്ട് അവൾ പാവമാണെന്ന് നീലൻ അറിയാമായിരുന്നു. അല്ലെങ്കിലും ഒന്നിനു വേണ്ടിയും ആരെയും ഒരിക്കലും വേദനിപ്പിക്കാൻ അവന് സാധിക്കില്ലായിരുന്നു. നീലൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ പൂക്കൾ എനിക്കാണോ? അരുവി പിന്നെയും ആരാഞ്ഞു. നീലൻ അതേ എന്ന് തലയാട്ടി. നീ എനിക്ക് ഈ പൂക്കൾ തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീലൻ. അരുവി പറഞ്ഞത് കേട്ട് നീലൻ തല താഴ്ത്തി. എങ്കിൽ ഞാൻ പോട്ടെ.
അവളോട് യാത്ര പറഞ്ഞ് നീലൻ അവിടെ നിന്നും പോയി. അവൻ പോകുന്നതും നോക്കി ആ ആമ്പൽ പൂക്കളുമായി അരുവി അവിടെ നിന്നു. മുകളിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്ന പമേല ആമ്പൽ പൂക്കൾ തനിക്കായി നീലൻ അരുവിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണെന്ന് ഉറപ്പിച്ചിരുന്നു. അരുവി മുകളിലേക്ക് ആ പൂക്കളുമായി വരുന്നതും കാത്ത് അവൾ അവിടെ നിന്നു. ഒടുവിൽ പമേല പ്രതീക്ഷിച്ചതുപോലെ അരുവി അങ്ങോട്ട് വന്നു. പമേല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അരുവി അവളോട് സുഖവിവരങ്ങൾ തിരക്കാൻ തുടങ്ങി. പമേല തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തലയാട്ടി. കൃത്യസമയത്ത് നീലൻ നിന്നെ കണ്ടത് നന്നായി. അരുവി അതൊക്കെ പറയുമ്പോഴും പമേലയുടെ ശ്രദ്ധ അവളുടെ കയ്യിലെ ആമ്പൽപ്പൂക്കളിലായിരുന്നു. ഒടുവിൽ അരുവി തന്നെ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഈ പൂക്കൾ എങ്ങനെയുണ്ട്? കൊള്ളാമോ? നീലൻ എനിക്ക് തന്നതാ. അരുവി ആ പൂക്കളെ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ പമേലയ്ക്ക് ആ വാക്കുകൾ നൽകിയ ഞെട്ടൽ ചെറുതൊന്നുമായിരുന്നില്ല. നിനക്ക് വേണോ? ഒരെണ്ണം എടുത്തോ. അരുവി ഒരു പൂവ് പമേലയ്ക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട, എനിക്ക് ഈ ആമ്പൽപ്പൂക്കൾ ഇഷ്ടമല്ല. ദേഷ്യത്തോടെയാണ് അവൾ അത് പറഞ്ഞത്. അരുവി അവിടെ നിന്ന് പോയിട്ടും വളരെയധികം ദേഷ്യത്തിൽ പമേല അവിടെ നിന്നു. രാത്രി എല്ലാവരും ഉറങ്ങിയതും പമേല അലമേലുവിൻ്റെ മുറിയിൽ വന്നു. ആ സമയം അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുകയാണ് അരുവി. വാടാതെ ഇരിക്കാൻ ഒരു കുപ്പിയിലെ വെള്ളത്തിൽ അവൾ ഇറക്കി വെച്ചിരുന്ന ആമ്പൽപ്പൂക്കൾ പമേല എടുത്തു. എന്നിട്ട് അവരുടെ മുറിയിൽ നിന്നിറങ്ങിയ ശേഷം അവൾ പല കഷ്ണങ്ങളായി അതിനെ പിച്ചി ചീന്തി വെളിയിലേക്ക് എറിഞ്ഞു. ഇല്ല, അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടത് മറ്റാരും സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിപ്പോൾ ആമ്പൽപ്പൂക്കളായാലും അത് കൊണ്ടുവന്ന ആളായാലും. കോപം പൂണ്ട കണ്ണുകളോടെ പുറത്തേക്കെറിഞ്ഞ ആ ആമ്പൽപ്പൂക്കളെ നോക്കി പമേല മനസ്സിൽ അത് പറയുമ്പോൾ തനിക്കിഷ്ടപ്പെട്ടത് മറ്റാർക്കും നൽകില്ലെന്നുള്ള അവളുടെ വാശി പ്രകടമായിരുന്നു. ചിലരുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. സ്വന്തമാക്കണമെന്ന് ഉറപ്പിച്ചാൽ അതിനു വേണ്ടി എന്തും ചെയ്യും. അതിപ്പോൾ ആരെയെങ്കിലും കൊല്ലാനാണെങ്കിൽ അങ്ങനെ. അവരുടെ ഇഷ്ടങ്ങളെക്കാൾ വലുതല്ല അവർക്കൊന്നും. ഒന്നും. വേട്ടക്കാരനും വേട്ടയാടുന്നവനും കേൾക്കുമ്പോൾ സാമ്യം തോന്നുമെങ്കിലും അവർ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ? പതുങ്ങി പതുങ്ങി ഇരയെ വേട്ടയാടുന്നവനാണ് വേട്ടക്കാരൻ. അവൻ്റെ ഓരോ ചുവടും ശ്രദ്ധയോടെ ആയിരിക്കും. ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. എന്നാൽ വേട്ടയാടുന്നവൻ അങ്ങനെയല്ല. അവൻ ഓരോ നിമിഷവും ഇരയെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മാത്രമല്ല അതിനെ ഉപദ്രവിച്ച് അതിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കും. പോൾസൺ ഒരു സമർത്ഥനായ വേട്ടക്കാരനായിരുന്നു, അതിലുപരി വേട്ടയാടുന്നവനും. അന്ന് പമേലയ്ക്ക് പ്രായം തികഞ്ഞ് പച്ചയമ്മ ഭഗവതി മലയിലേക്ക് പോയിട്ട് 5-ാം ദിവസം രാത്രിയോടെ തൻ്റെ ഇരട്ടക്കുഴലുള്ള തോക്കുമായി പോൾസൺ ജീപ്പിൽ കയറി കാട്ടിലേക്ക് പോകാനൊരുങ്ങി. ലണ്ടനിൽ നിന്ന് ജനറൽ ജെറാൾഡ് ഗ്രിഗറിയും സംഘവും നാളെ അവനെ കാണുവാൻ വരുന്നതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു വേട്ടയ്ക്ക് അവൻ ഇറങ്ങി പുറപ്പെട്ടത്. പിന്നെ വേട്ടയാടൽ പോൾസൺ സാഹിബിന് പണ്ടേ ഹരമാണ്. രാവിലെ ഇരുട്ടിൻ്റെ കനമേറിയ ആ രാത്രിയിൽ തൻ്റെ വിശ്വസ്തനായ കുപ്പനൊപ്പം പോൾസൺ ജീപ്പിൽ കയറി കാട്ടിലേക്ക് പുറപ്പെട്ടു. അയാൾ പോകുന്നതും നോക്കി വ്യാകുലതയോടെ മെറ്റിൽഡ മട്ടുപ്പാവിൽ നിന്നു. ഇരുട്ട് പരന്ന കാട്ടിൽ ജീപ്പ് നിർത്തി തോക്കുമായി പോൾസനും തോക്കിലിടാനുള്ള ഉണ്ടയുമായി കുപ്പനും ഇറങ്ങി. ചുണ്ടിൽ സിഗാറും കത്തിച്ച് വലിച്ചാണ് സായിപ്പിൻ്റെ നടപ്പ്. പിന്നാലെ മുടന്തൻ കാൽ വേച്ചു കുപ്പനും നടന്നു. പതുക്കെ പതുക്കെ ഓരോ ചലനവും മണ്ണ് പോലും അറിയാത്ത വിധമായിരുന്നു അവരുടെ നടത്തം. മുന്നിലെ പൊന്തക്കാടിനപ്പുറം എന്തിൻ്റെയോ ഞരക്കം കേട്ടതും ഇരുവരും ജാഗരൂകരായി. തോക്കിൽ ഉണ്ടയുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി അത് വെടിവെക്കാൻ പാകത്തിന് തയ്യാറാക്കി. കാലുകൾ മുന്നോട്ട് വെച്ചു. പതുക്കെ കുറ്റിക്കാടിനപ്പുറം പോൾസൺ എത്തി നോക്കി. കുറുനരിയാണ്, 2 എണ്ണമുണ്ട്. കുറുനരികളെ ഉന്നം വെച്ച് പോൾസൺ തുടരെ 2 തവണ കാഞ്ചി വലിച്ചു. 2 കുഴലിൽ നിന്നും ബുള്ളറ്റുകൾ ലക്ഷ്യം തേടി പാഞ്ഞു. ഒന്നിൻ്റെ തലയിലേക്കും മറ്റതിൻ്റെ പള്ളയിലേക്കും ബുള്ളറ്റ് കയറിപ്പോയി. ആദ്യമൊന്ന് പിടഞ്ഞ് പിന്നീട് ഒന്ന് ഉറക്ക ശബ്ദമുണ്ടാക്കി 2ഉം നിലത്തേക്ക് വീണു. കണ്ടോ കുപ്പ, എൻ്റെ ഉന്നം ഒരിക്കലും പിഴക്കില്ല. പോൾസൺ ആവേശമേറി. കുപ്പൻ കുറുനരികളെ 2ഉം തൂക്കിയെടുത്ത് ജീപ്പിന് പിന്നിൽ കൊണ്ടുപോയിട്ടു. പോൾസൺ ആ സമയം തോക്കിൽ ഉണ്ട നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു. അടുത്ത സിഗാർ എടുത്ത് കത്തിച്ചുകൊണ്ട് അവൻ വീണ്ടും വേട്ടയ്ക്ക് തയ്യാറായി. ജനറലിന് കാട്ടുപന്നിയുടെ ഇറച്ചി ഒത്തിരി ഇഷ്ടമാണ്. പന്നിയെ തിരക്കിയായിരുന്നു പോൾസന്റെ നടത്തം. എന്നാൽ മുന്നിൽ പെട്ടത് തവിട്ട് നിറമുള്ള വെരുകാണ്. മരത്തിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അതിനെ കണ്ടതും പോൾസൺ വെടിവെച്ചതും ഒരുമിച്ചായിരുന്നു. മരപ്പട്ടിയാണെന്ന് തോന്നുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അതിനെ വീക്ഷിച്ചുകൊണ്ട് പോൾസൺ അഭിപ്രായപ്പെട്ടു. അല്ല സർ, അത് വെരുകാണ്. നല്ല തവിടൻ വെരുക്.
കാഴ്ചയിൽ മരപ്പെട്ടിയെപ്പോലെ ഇരിക്കും. പക്ഷെ നോക്കിയേ, ഇതിൻ്റെ മുഖത്തും ശരീരത്തും അടയാളങ്ങളൊന്നുമില്ല. പിന്നെ നല്ല നീളൻ വാലും. കുപ്പൻ പറഞ്ഞത് പോൾസൺ ശരിവെച്ചു. ഭലേ ഭേഷ്, കാടിനെക്കുറിച്ചുള്ള നിന്റെ അറിവ് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല കുപ്പ. അവനെ അഭിനന്ദിക്കാനും പോൾസൺ മറന്നില്ല. ഏകദേശം 6 കിലോയോളം തൂക്കം വരുന്ന ആ വെരുവിനെയും നാളത്തെ രാവിലെ വിരുന്നൊരുക്കാനായി കുറുനരികൾക്കൊപ്പം കുപ്പൻ ജീപ്പിന് പിന്നിലേക്ക് വെച്ച് ഷീറ്റ് കൊണ്ട് മറച്ചു. കുറുനരി 8 ഉം 8 ഉം 16 പ്ലസ് വെരുക് 6, ആകെ മൊത്തം ഏകദേശം 22 കിലോ. പോരാ, ജനറലിൻ്റെ വിരുന്നിന് ഇത്രയും പോരാ. പോൾസൺ കാടിൻ്റെ ഉള്ളിലേക്ക് ഇരയെ തേടി പോകാൻ തുടങ്ങി. പിന്നാലെ നിഴല് പോലെ കുപ്പനും. വേട്ട അവസാനിച്ചപ്പോൾ പോൾസൺ 4 മുയലിനെയും 2 വെരുകിനെയും 1 മാനിനെയും തൻ്റെ ജീപ്പിന് പിന്നിലാക്കിയിരുന്നു. എന്നിട്ടും കാട്ടുപന്നിയെ കിട്ടാത്ത വിഷമമായിരുന്നു അയാൾക്ക്. നേരം വെളുത്തു തുടങ്ങി. നമുക്ക് മടങ്ങിയാലോ സാറേ? കുപ്പൻ അഭിപ്രായപ്പെട്ടു. പോകാം കുപ്പ, ഞാനൊന്ന് ദേഹം കഴുകി വരട്ടെ. പുഴയുടെ തീരത്തേക്ക് പോൾസൺ നടന്നു. തോക്ക് കുപ്പന് കൊടുത്ത് അയാൾ നദിയിലേക്ക് ഇറങ്ങി. കൈയും കാലും കഴുകുന്നതിനിടയിലാണ് പുഴക്കരയിലെ കപ്പത്തോട്ടത്തിലേക്ക് നീങ്ങുന്ന ആ പന്നി പോൾസന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുപ്പ, ശബ്ദം താഴ്ത്തിക്കൊണ്ട് പോൾസൺ കുപ്പനോട് തോക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. കുപ്പനിൽ നിന്ന് തോക്ക് വാങ്ങി പോൾസൺ പതിയെ തോട്ടത്തിലേക്ക് നടക്കുന്ന പന്നിയെ ലക്ഷ്യമാക്കി നീങ്ങി. അതിനിടയിൽ ഉന്നം പിടിക്കാനും അവൻ മറന്നില്ല. കാഞ്ചി വലിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പോൾസന്റെ ലക്ഷ്യം ചെറുതായൊന്ന് തെറ്റിയത്. മറുകരയിൽ നിൽക്കുന്ന അവളെ കണ്ടത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. പന്നി അതിൻ്റെ വഴിക്ക് പോയി. പന്നി പോയല്ലോ സാറേ, കുപ്പൻ സങ്കടത്തോടെ പറഞ്ഞു. പോൾസന്റെ ശ്രദ്ധ അപ്പോഴും മറുകരയിൽ തന്നെ. കുപ്പ, ആരാത്? മറുകരയിൽ നിൽക്കുന്ന അവളെ നോക്കി പോൾസൺ ചോദിച്ചു. അത് താമര. ഉത്സവത്തിന് കോലം കെട്ടിയാടുന്ന മിരുതൻ്റെ പെണ്ണ. അടുത്ത ചിങ്ങത്തിൽ മാംഗല്യമുണ്ടാകും. കുപ്പൻ തനിക്കറിയാവുന്ന വിവരമെല്ലാം പോൾസനോട് പങ്കുവച്ചു. അല്ല സാറേ, ആ പന്നി, എനിക്ക് തോന്നുന്നത് തോട്ടത്തിലേക്ക് പോയാൽ ചിലപ്പോൾ അതിനെ കിട്ടുമെന്നാണ്. കുപ്പന് അപ്പോഴും പന്നിയെക്കുറിച്ചായിരുന്നു ശ്രദ്ധ. കുപ്പ, നിനക്കൊരു കാര്യം അറിയുമോ? ജനറലിന് കാട്ടുപന്നിയേക്കാൾ ഇഷ്ടം എന്തിനെയാണെന്നോ? കാട്ടുപെണ്ണിനെയാ. തോക്ക് കുപ്പൻ്റെ കയ്യിൽ കൊടുത്ത് പോൾസൺ താമരയെ സസൂക്ഷ്മം വീക്ഷിച്ചു. നദിയിൽ നിന്നും വെള്ളമെടുക്കുകയാണവൾ. നദിക്കരയോട് ചേർന്ന് തന്നെയാണ് അവളുടെ കുടിലും. മിക്കവാറും താമരയുടെ അപ്പൻ ഇപ്പോൾ മിരുതൻ്റെ വീട്ടിലായിരിക്കും. പിന്നെയുള്ളത് അവൻ്റെ തള്ളയാണ്. അത് കിടപ്പിലാണ്, കണ്ണും കാണില്ല. കുപ്പൻ ഇത് പറ്റിയ അവസരമാണെന്ന് പോൾസനോട് പറയാതെ പറഞ്ഞു. അത് കേട്ടതും തോക്ക് കുപ്പൻ്റെ കയ്യിൽ കൊടുത്ത് ആവേശത്തോടെ പോൾസൺ നദി കടക്കാൻ തുടങ്ങി. പാലം കടന്ന് മറുകരയിലെത്തിയ പോൾസൺ കുടിലിന് പിന്നിലായി വെള്ളം നിറച്ച മൺകുടങ്ങൾ ഒതുക്കി വയ്ക്കുന്ന താമരയെ കണ്ടു. പതുങ്ങിയിരുന്ന് ഇരയെ പിടിക്കുന്ന വേട്ടമൃഗത്തെ പോലെ ഇരയുടെ ഓരോ ചലനവും ശ്രദ്ധിച്ച് പോൾസൺ അവിടെ പതുങ്ങി നിന്നു. തക്കം കിട്ടിയാൽ ആക്രമിക്കാൻ അയാൾ തയ്യാറായിരുന്നു. ഇരയെ കുതറിമാറാൻ സമ്മതിക്കാത്ത വിധം പിന്നിൽ നിന്നുള്ള ആക്രമണം, അതാണ് ഏറ്റവും മികച്ചത്. കുടങ്ങളെല്ലാം അടുക്കി വെച്ച ശേഷം കുടിലിനകത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്ന താമരയെ പിന്നിലൂടെ കയറി പിടിച്ചു പോൾസൺ. പിടിച്ച പാടെ വാ പൊത്താൻ അയാൾ മറന്നില്ല. താമര കുതറിമാറാൻ കഴിവത് ശ്രമിച്ചു. പോൾസനുണ്ടോ വിടുന്നു. കയ്യിൽ കരുതിയ വടിയെടുത്ത് അയാൾ അവളുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു. അതോടെ താമര ബോധം കെട്ടു വീണു. പോൾസൺ അവളെ പൊക്കിയെടുത്ത് തോളിൽ കിടത്തി. എന്നിട്ട് പാലം കടക്കാൻ തുടങ്ങി. സാറേ, ഇതൊക്കെ വേണോ? ആരെങ്കിലും അറിഞ്ഞാൽ? ജീപ്പിന് പിന്നിൽ വേട്ടയാടി പിടിച്ച മൃഗങ്ങൾക്കൊപ്പം താമരയും കൂടി കിടത്തുന്നതിനിടയിൽ കുപ്പൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു. ഇത്രയും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആരും ഒന്നും അറിയില്ല കുപ്പ. നാളത്തെ വിരുന്നിനുള്ള ഇറച്ചിയാണിതെല്ലാം, മനസ്സിലായോ? പോൾസൺ പുരികം കൂർപ്പിച്ച് കുപ്പനെ നോക്കി. അതോടെ അവൻ നിശബ്ദനായി ജീപ്പിന് മുന്നിലെ സീറ്റിൽ കയറിയിരുന്നു. പോൾസൺ ജീപ്പ് എടുത്ത് പച്ചവീട്ടിലേക്ക് തിരിച്ചു. സേവ്യറിനെ യാത്രയാക്കി മീനമ്മുവിനൊപ്പം വീട്ടിൽ മടങ്ങിയെത്തിയ പമേല വളരെയധികം അസ്വസ്ഥയായിരുന്നു. ക്ഷീണം കൊണ്ടാകണം അവൾ കിടന്നു മയങ്ങി. മീനമ്മു വാതിലിൽ വന്ന് മുട്ടിയപ്പോഴാണ് പമേല എഴുന്നേറ്റത്. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. സമയം 4 കഴിഞ്ഞുവെന്ന് അപ്പോഴാണ് അവൾ അറിഞ്ഞത്. മുഖമൊന്ന് കഴുകി ചായക്കപ്പുമായി പമേല അടുക്കളവശത്ത് വന്നിരുന്നു. മീനമ്മുവിന് മിരുതനെ അറിയുമോ? പമേല അവരോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഏത് വെള്ളാട്ടുകോലം കെട്ടുന്ന കുശവ കുടുംബത്തിലെ മിരുതനോ? മീനമ്മുവിന് സംശയം. ആ, അതെന്നെ. പണ്ട് ഞാൻ ഇവിടെ വന്ന കൊല്ലം അയാൾ ആ കോലം കെട്ടിയേ. അതായത് താമരയെ കാണാതായ കൊല്ലം. താമര
ആ പേര് കേട്ടതും പമേല ഒന്നും വല്ലാതെയായി. ഓർമ്മകൾ അതിന് പൊള്ളുന്ന ചൂടാണ്. ആദ്യമായി കെട്ടിയ കോലം, അത് അഴിച്ചു മാറ്റും മുമ്പേ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണിനെ അവന് നഷ്ടമായില്ലേ. അവളെ അവൻ തേടാത്ത ഇടമില്ല. അവൾ മടങ്ങി വരാതെ ഇനി ദേവിക്ക് തൻ്റെ ദേഹത്ത് ഇടം നൽകില്ലെന്ന് ഉറപ്പിച്ചിരിക്കുക. അവിടുത്തെ കാരണവർ മരിച്ച ശേഷം ഇപ്പോൾ പച്ചയമ്മയ്ക്ക് കോലം കെട്ടുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആളുകളാണ്. എല്ലാം വിധി. മീനമ്മു തലയിൽ കൈവച്ചു. മിരുതിനെക്കുറിച്ച് കൂടുതലൊന്നും പമേല ചോദിച്ചില്ല. അവൾ ചായക്കപ്പുമായി അകത്തേക്ക് നടന്നു. മാഡത്തിൻ്റെ അച്ഛൻ താമരയെ തട്ടിക്കൊണ്ടുപോയി ഏതോ സായിപ്പിന് കൊടുത്തുവെന്നൊക്കെ ഇവിടെ പരക്കെ ഒരു പറച്ചിലുണ്ട്. ലണ്ടനിൽ വെച്ച് അവളെ കണ്ടവരുണ്ടത്രേ. ലണ്ടനിലോ? ഒന്ന് പോയേ മീനമ്മു. ഇത്രയും കാലം ഞാനും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു താമരയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എൻ്റെ പപ്പ, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസറായിരുന്നു, അല്ലാതെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവനല്ല. ദേഷ്യത്തോടെയാണ് പമേല മീനമ്മുവിനോടത് പറഞ്ഞത്. അയ്യോ മാഡം, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആളുകൾ പറയുന്നത് പറഞ്ഞെന്നേയുള്ളൂ. എനിക്കറിയില്ലേ മാഡത്തിൻ്റെ അച്ഛനെ. മീനമ്മു രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു. അതോടെ പമേലയും കപ്പ് അടുക്കളയിൽ വെച്ച് ഒന്നും മിണ്ടാതെ ഹാളിലേക്ക് പോയി. അവിടെ നിന്ന് മുകളിലേക്ക് നീളുന്ന ഗോവണികൾ കയറി. മുകളിലെ നിലയിലെ ഏറ്റവും അറ്റത്തായി പൂട്ടിക്കിടക്കുന്ന ഒരു മുറിയുണ്ട്. പമേല അവിടേക്ക് നടന്നു. എന്നെ തുറന്നുവിട്, ആരെങ്കിലും രക്ഷിക്കണേ. ആ സമയം വാതിലിൽ ഉറക്ക കൊട്ടിക്കൊണ്ടുള്ള അവളുടെ വിളി പമേലയുടെ കാതിൽ മുഴങ്ങി. മുന്നോട്ട് നടക്കുമ്പോൾ പമേലയുടെ കാലനിടറി. ചുവരിൽ പിടിച്ച് അവൾ മുന്നോട്ട് നടന്നു. വാതിൽ തുറന്നതും പൊടി ദേഹത്തേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. വർഷങ്ങളായി ആരും തുറക്കാത്ത മുറി. ആ മുറിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ചുമച്ചുകൊണ്ട് പമേല അകത്ത് കയറി. ചിതലരിച്ച ആ മുറിയുടെ ഏറ്റവും അറ്റത്തെ ജനാല അവൾ തള്ളി തുറന്നു. അവിടെ നിന്ന് നോക്കിയാൽ ചെമ്പരത്തിക്കാവ് കാണാം. അരയാൽ മരം കാണാം. മരത്തിന് കീഴെ ഇരിക്കുന്ന പച്ചയമ്മയുടെ വിഗ്രഹം കാണാം. പമേല, പരിചിതമായ വിളി കേട്ട് അവൾ തിരിഞ്ഞു. വാതിലിനവിടെ വെള്ളാട്ടുകോലത്തിൻ രൂപത്തിൽ നിൽക്കുന്ന മിരുതൻ, അല്ല പച്ചയമ്മ. ആ രൂപം കണ്ടതും എങ്ങോട്ടോടണമെന്നറിയാതെ പമേല അവിടെ പകച്ചു നിന്നു. കറുത്ത കണ്ണുകൾ ഉരുട്ടി ചുവന്ന നാക്ക് പുറത്തേക്ക് നീട്ടി പമേലയെ നോക്കി ഉറക്കെ അട്ടഹസിച്ചു ചിരിച്ചു. പേടിച്ചു പോയ പമേല ചെവി പൊത്തിപ്പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ പതുക്കെ തുറന്നു. അവിടെ ആരുമില്ലെന്ന് ഉറപ്പായതും ചെവിയിലെ കൈകളും മാറ്റി. പെട്ടെന്ന് അവളുടെ പിന്നിൽ നിന്ന് അതേ ചിരി അവൾ കേട്ടു. അവളോട് ചേർന്ന് അവളുടെ പിന്നിലായി നിൽക്കുകയാണ് ആ രൂപം. പേടിച്ചു വിറച്ചുകൊണ്ട് ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ പമേല തൻ്റെ വയറ്റിൽ കൈയും വെച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. അവൾക്ക് പിന്നാലെ വെള്ളാട്ടുകോലത്തിൽ അവളും പിന്തുടർന്നു വന്നു. അവളുടെ ചിരി കൂടുതൽ ഉച്ചത്തിൽ പമേലയുടെ കാതിൽ മുഴങ്ങി. പമേല എങ്ങോട്ടാണെന്നറിയാതെ പച്ച വീട്ടിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. അവൾക്ക് പിന്നാലെ അവളും അവളുടെ ചിരിയും. പറയാതെ വയ്യ, പച്ചയമ്മ പോൾസൺ സാഹിബിനേക്കാൾ നല്ല വേട്ടക്കാരിയാണ്, വേട്ടയാടുന്നവളും. പാമി, ആ വിളിക്കൊരു മധുരമുണ്ട്, സ്നേഹത്തിൻ്റെ മധുരം. പക്ഷേ മധുരം കൂടിയാലും പ്രശ്നമാണ്. ചെമ്പരത്തിക്കാവിലെ ഉത്സവം കഴിഞ്ഞുള്ള 7-ാം നാൾ. വിശേഷം 2 1 ഭഗവതി മലയിൽ നിന്ന് പച്ചയമ്മ തിരികെ വരുന്ന ദിനം. 2 പമേലയുടെ കുഞ്ഞി കല്യാണം. അലമേലു പറഞ്ഞ പ്രകാരം നീലൻ അന്ന് പമേലയെ കാണാനായി വന്നു. പച്ച വീട്ടിലെത്തിയപ്പോൾ തന്നെ അവിടെ അകത്ത് ആരൊക്കെയോ ഉണ്ടെന്നവന് മനസ്സിലായി. ഗേറ്റും മുന്നിലെ വാതിലും തുറന്നു കിടക്കുകയാണ്. പുറത്താണെങ്കിൽ ആരെയും കാണാനില്ല. രണ്ടും കൽപ്പിച്ച് നീലൻ അകത്തേക്ക് കയറി. വാതിൽ കടന്ന് അകത്ത് കയറിയ നീലൻ ഹാളിൻ്റെ ഒത്ത നടുക്ക് ഏതോ ഇംഗ്ലീഷ് പത്രവും വായിച്ചിരിക്കുന്ന പോൾസൺ സാഹിബിനെ കണ്ടു. അയാളുടെ മടിയിലിരിക്കുന്ന ക്യൂട്ടി. അവൾ അടുക്കളയിലേക്ക് കണ്ണും മിഴിച്ച് നോക്കിയിരിപ്പാണ്. സായിപ്പാണെങ്കിൽ പത്രവാർത്തയിൽ മുഴുകിയിരിക്കുകയാണ്. അടുക്കളയിൽ നിന്നുള്ള ബഹളം പോലും അയാളെ ബാധിക്കുന്നില്ല. ക്യൂട്ടിയുടെ കാര്യം പിന്നെ പറയണ്ട. 2 പേരും നീലനെ കണ്ടിട്ടേയില്ല. നീലൻ പതിയെ പതിയെ ഹാളിൽ നിന്ന് മുകളിലേക്കുള്ള ഗോവണി കയറി. മുകളിലെത്തിയപ്പോഴാണ് അവനൊന്ന് ശ്വാസം വിട്ടത്. പമേലയുടെ മുറി അവിടെ എവിടെയാണെന്ന് നീലൻ അറിയില്ലായിരുന്നു. ഓരോ മുറിയിലേക്കും എത്തി നോക്കിക്കൊണ്ട് അവൻ വരാന്തയിലൂടെ നടന്നു. പെട്ടെന്ന് ആരോ അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ ഒരു മുറിയിലേക്ക് ഒറ്റ വലി വലിച്ചു. അയ്യോ, ഞാൻ അറിയാതെ വന്നതാണേ, എന്നെ ഒന്നും ചെയ്യല്ലേ. നീലൻ ബഹളം വയ്ക്കാൻ തുടങ്ങിയതും അവൻ്റെ വാ പൊത്തിയതും ഒരുമിച്ചായിരുന്നു. പേടിക്കേണ്ട, ഇത് ഞാനാണ്, പമേല. പാമി? പമേലയാണെന്ന് അറിഞ്ഞപ്പോഴാണ് നീലൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അവൾ നീലൻ്റെ വാ പൊത്തിയ കൈ എടുത്തു മാറ്റിയതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു.
ചുവന്ന ചേല ചുറ്റി തലയിൽ മുല്ലപ്പൂ ചൂടി കഴുത്തിലും കയ്യിലും ആഭരണങ്ങൾ അണിഞ്ഞ് നെറ്റിയിൽ ചുവന്ന വട്ടപ്പൊട്ട് കുത്തി നിൽക്കുന്ന പമേലയെ കണ്ടതും നീലൻ അവളിൽ നിന്ന് കണ്ണുകൾ എടുക്കാൻ പോലും മറന്നു. എങ്ങനെയുണ്ട്? എന്നെ കാണാൻ കൊള്ളാമോ? പമേല അവനോട് ചോദിച്ചു. കൊള്ളാമോന്നോ? സുന്ദരിയായിട്ടുണ്ട്, പക്ഷെ കണ്ണും കൂടി എഴുതണമായിരുന്നു. നീലൻ അവളുടെ വിളറിയ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ അഭിപ്രായം പങ്കുവെച്ചു. അലമേലു അമ്മ എഴുതി തരാൻ പോയതാ, ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാ. ഇനി നീ പറഞ്ഞ സ്ഥിതിക്ക് എഴുതിക്കളയാം. പമേല തിരിഞ്ഞ് മേശവലിപ്പ് തുറന്നു. അതിനുള്ളിൽ കൺമഷി ചെപ്പ് തിരഞ്ഞു. ഏറ്റവും ഒടുവിൽ അത് കിട്ടിയതും ആ ചെപ്പ് നീലന് നേരെ അവൾ നീട്ടി. എനിക്ക് കണ്ണെഴുതാൻ അറിയില്ല, നീ എഴുതി തരുമോ? ഞാനോ? അറിയാതെ അവൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നു. ഹാ, നീ തന്നെ. കൺമഷി ചെപ്പ് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്ത് പമേല അവനോട് ചേർന്ന് നിന്നു. അവളുടെ ശ്വാസം അവനെ കേൾക്കാൻ പറ്റുന്ന അത്രയും അടുത്തായി അവൾ വന്നു നിന്നു. കണ്ണുകൾ ഉയർത്തി പമേല നീലനെ നോക്കി. ആ നോട്ടത്തിൽ തന്നെ താൻ പിടഞ്ഞു പിടഞ്ഞ് മരിക്കുമെന്ന് നീലന് തോന്നി. അത്രയും തീക്ഷ്ണമായിരുന്നു അത്. എനിക്ക് എഴുതിത്താ. ഒരു വാശിക്കാരി പെണ്ണിനെ പോലെ അവൾ അവന് മുന്നിൽ നിന്ന് ചിണുങ്ങി. അവളുടെ കണ്ണുകൾ അപ്പോഴും ഒന്ന് ചിമ്മാൻ പോലും മറന്ന് അവനിലേക്ക് തന്നെ നീണ്ടു നിന്നു. വിറയാർന്ന കൈകളോടെ നീലൻ ചൂണ്ടുവിരലിൽ അല്പം കൺമഷി എടുത്തു. എന്നിട്ട് കാപ്പിപ്പൊടി ചാലിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇല്ല, കഴിയുന്നില്ല. ശ്വാസം മുട്ടുന്ന പോലെയുണ്ട്. എന്താ എനിക്ക് സംഭവിക്കുന്നത് എൻ്റെ പച്ചയമ്മേ? നീലിൻ്റെ കൈകൾ കൂടുതൽ വിറച്ചു. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ച് അവൻ അവൾക്ക് അരികിലേക്ക് മുഖം താഴ്ത്തി. ഒടുവിൽ എങ്ങനെയൊക്കെയോ അവളുടെ കൺതടങ്ങളിൽ അവൻ കൺമഷി എഴുതി. പുറത്തേക്ക് നീട്ടി വലിച്ചെഴുതിയ അഞ്ജനം. കൺമഷി എഴുതി കഴിഞ്ഞിട്ടും 2 നിമിഷം അവർ പരസ്പരം ഇമ വെട്ടാതെ കണ്ണുകളിൽ നോക്കി അങ്ങനെ നിന്നു. പമേല, താഴെ നിന്ന് മെറ്റിൽഡ വിളിച്ചപ്പോഴാണ് ആ നോട്ടം ഉടക്കിയത്. ഹാ, ദേ വരുന്നു. ഉറക്കെ അങ്ങനെ പറഞ്ഞ ശേഷം പമേല നീലന് നേരെ തിരിഞ്ഞു. ഞാൻ പോവട്ടെ? അവൾ അവനോടായി പറഞ്ഞു. അല്ല, ചോദിച്ചു. ചോദിക്കാൻ വിട്ടു. എന്താ ഇവിടെ ആഘോഷം? നീലന് സംശയം. അതോ, അലമേലുവമ്മ പറഞ്ഞത് ഇന്നെൻ്റെ കുഞ്ഞിക്കല്യാണമാണെന്നാണ്. കല്യാണമോ? പമേലയുടെ കല്യാണമെന്ന് കേട്ടതും നീലനൊന്ന് ഞെട്ടി. ആരാ ചെറുക്കൻ? അവൻ്റെ സ്വരമിടറി. ഏയ്, ഇത് അങ്ങനെയുള്ള കല്യാണമല്ല. ഞാൻ പ്രായം തികഞ്ഞതിൻ്റെ ആഘോഷമാണ്. പമേല അത് പറഞ്ഞപ്പോഴാണ് നീലന് സമാധാനമായത്. എന്തായാലും ഇന്ന് പാമയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. നീലൻ പറഞ്ഞത് കേട്ട് പമേല മുഖം താഴ്ത്തി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ മുണ്ടിനുള്ളിലായി ഒളിപ്പിച്ചു വെച്ച ആമ്പൽപ്പൂക്കൾ പുറത്തേക്കെടുത്തു. അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്കാണ്. ആ ആമ്പൽപ്പൂക്കൾ കണ്ടതും പമേലയ്ക്ക് അന്ന് അവൻ അരുവിക്ക് ആമ്പൽപ്പൂക്കൾ നൽകിയത് ഓർമ്മ വന്നു. അതോടെ അവൾ അത് വാങ്ങാതെ അവിടെ മടിച്ചു നിന്നു. എന്തുപറ്റി? എനിക്കിത് വേണ്ട. അതെന്താ? പാമയ്ക്ക് ആമ്പൽപ്പൂക്കൾ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് വേണ്ട. നീ ഇതും അരുവിക്ക് തന്നെ കൊടുത്തോ? കുശുമ്പോടെ പമേല ആ പറഞ്ഞത് കേട്ട് എന്തുകൊണ്ടാണ് അവൾ പൂക്കൾ വാങ്ങാത്തതെന്ന് നീലന് മനസ്സിലായി. അതോടെ അവൻ അന്നുണ്ടായ സംഭവങ്ങളെല്ലാം പമേലയോട് വിവരിച്ചു. അത് കേട്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അപ്പോൾ ആ പൂക്കൾ നീ എനിക്കായി കൊണ്ടുവന്നതായിരുന്നോ നീല? അവളുടെ ചോദ്യത്തിന് അവൻ തലയാട്ടി. അതോടെ ഞൊടിയിട പോലും വൈകിക്കാതെ അവൾ അവൻ്റെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങി. ഇത്രയും ദിവസം നെഞ്ചിലുണ്ടായിരുന്ന ഒരു ഭാരമാണിപ്പോൾ പോയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ പൂക്കൾ കാണാൻ. അവൾ മിഴി നിറയെ ആ പൂക്കളെ നോക്കി. പമേല, മര്യാദയ്ക്ക് താഴേക്ക് വാ, അല്ലെങ്കിൽ ഞാൻ കയറി വരുമേ. വീണ്ടും താഴെ നിന്ന് മെറ്റിൽഡയുടെ ശബ്ദമുയർന്നതും പമേല നീലനെ നോക്കി. പാമി, താഴേക്ക് പൊയ്ക്കോ. നീലൻ എങ്ങനെ പോകും? അത് ഞാൻ ആരും കാണാതെ ഇറങ്ങിക്കോളാം. ശ്രദ്ധിക്കണേ. അവളുടെ മുഖത്ത് ആശങ്ക. പാമി. മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയ പമേലയെ നീലൻ വിളിച്ചു. അവൾ അവന് നേരെ തിരിഞ്ഞു. നാളെ കാവിലേക്ക് വരുമോ? വരാം. ചോദ്യം അവസാനിക്കും മുമ്പേ ഒരൊറ്റ നിമിഷം പോലും ആലോചിക്കാതെ ഉത്തരമെത്തി. ശേഷം അവനോട് യാത്ര പറഞ്ഞ് സാരിയും പൊക്കി പിടിച്ചുകൊണ്ട് പമേല താഴേക്കോടി. അവൾ കാഴ്ചയിൽ നിന്ന് മറയും വരെ അവളെ നോക്കി നീലൻ അവിടെ നിന്നു. തന്നെ വിടാതെ പിന്തുടർന്ന വെള്ളാട്ടുകോലത്തിന് പിടികൊടുക്കാതെ ഓടി ഓടി പടികളിറങ്ങി ഒടുവിൽ പമേല താഴേക്കെത്തി. ഇനി ഒരു നിമിഷം പോലും മുന്നോട്ടോടാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അത്രയും തളർന്നുപോയി അവൾ. ഹാളിലെ 4 മൂലയിലെ മുഴങ്ങി കേൾക്കുന്ന ചിരി സഹിക്കാൻ കഴിയാതെ അവൾ ചെവി പൊത്തിപ്പിടിച്ച് കണ്ണുകൾ ഇറുക്കെ പൂട്ടി അവിടെ നിന്നു. എത്ര നേരം അവിടെ അങ്ങനെ നിന്നു എന്നറിയില്ല. ചെവിയിൽ നിന്ന് പതിയെ കൈമാറ്റിയപ്പോൾ അടുക്കളയിൽ നിന്ന് മീനമ്മോ പാചകം ചെയ്യുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ.
കണ്ണു തുറന്നപ്പോൾ ചുറ്റുപാടും ശാന്തമാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നിട്ടും മുകളിലത്തെ നിലയിലേക്ക് നോക്കാൻ അവൾ മടിച്ചു. ഹാളിലെ മേശപ്പുറത്തിരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് അവൾ വായിലേക്ക് കമഴ്ത്തി. ശ്വാസം പോലും വിടാതെ ഒറ്റ കുടിയായിരുന്നു. ദേഹത്തുകൂടിയും വെള്ളം വീണിട്ടും അവൾ കാര്യമാക്കിയില്ല. ആ സമയം പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം അവൾ കേട്ടു. ആരുമില്ലേ? ഒരൊറ്റ വിളി. പക്ഷെ അതാരാണെന്ന് മനസ്സിലാക്കാൻ ആ വിളി തന്നെ ധാരാളമായിരുന്നു. നീലൻ. ജഗ്ഗ് മേശമേൽ വെച്ച് പമേല പുറത്തേക്കോടി. ഉമ്മറത്തെ പടിയിന്മേൽ വെച്ചിരിക്കുന്ന ആമ്പൽപ്പൂക്കൾ അവൾ കണ്ടു. ഒപ്പം ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന നീലനെയും. ആമ്പൽപ്പൂക്കൾ എടുക്കാതെ പമേല നീലൻ അരികിലേക്ക് ഓടി. നീല. കിതപ്പോടെ അവൾ അവനെ വിളിച്ചു. ഒന്നും പറയാതെ പോവുകയാണോ? അവളുടെ സ്വരം വളരെ ദയനീയമായിരുന്നു. നമുക്കിടയിൽ അതിന് പറയാനായി എന്തെങ്കിലും ഉണ്ടോ പാമി? എല്ലാം അവസാനിച്ചതല്ലേ? എല്ലാം. ഈ ആമ്പൽപ്പൂക്കൾ കണ്ടപ്പോൾ നിനക്ക് തരണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം വന്നതാണ് ഞാൻ. അവളുടെ മുഖത്ത് പോലും നോക്കാതെയാണ് നീലൻ അത് പറഞ്ഞത്. അവൻ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. നീല. പമേല അവൻ്റെ കയ്യിൽ പിടിക്കാൻ പോയതും നീലൻ അവളെ തടഞ്ഞു. ആ സമയം അറിയാതെ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് നീണ്ടു. അവൾ കരയുകയാണ്. അത് കണ്ടു നിൽക്കാൻ നീലനാകില്ല. ചിലപ്പോൾ മനസ്സ് മാറാം, അല്ല മാറും. അതുകൊണ്ട് അവൻ ആ നോട്ടം മാറ്റി ധൃതിയിൽ പിന്തിരിഞ്ഞു നടന്നു. ഞാൻ ചെയ്ത തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് വേണോ നീല? അവൾ ഉറക്കെ അവനോടായി ചോദിച്ചു. അതിന് മറുപടി പറയാതെ നീലൻ അവിടെ നിന്നും പോയി. നിരാശയോടെ പമേല തിരികെ ഉമ്മറപ്പടിയിൽ വന്നിരുന്നു. നീലൻ അവൾക്കായി കൊണ്ടുവന്ന ആമ്പൽ പൂക്കളെ തിരഞ്ഞു. എന്നാൽ അവ നിലത്ത് ആരോ പിച്ചു ചീന്തി നിലയിൽ കിടക്കുകയായിരുന്നു. കുറച്ചു മുമ്പ് യാതൊരു കുഴപ്പവുമില്ലാതെ പടിയിലിരുന്ന നീലൻ കൊണ്ടുവച്ച പൂക്കൾ ഇപ്പോൾ നിലത്ത് കിടക്കുന്ന അതിൻ്റെ അവസ്ഥ കണ്ടിട്ടും പമ്മേലയ്ക്ക് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ഇത് നിന്റെ പണിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നീയും ഇവിടെ തന്നെ ഉണ്ടല്ലേ അരുവി? പമേല നിലത്ത് കിടക്കുന്ന ആമ്പൽ പൂക്കൾ പതുക്കെ കുനിഞ്ഞെടുത്തു. അരുവി, ഈ പൂക്കൾ നീലൻ എനിക്കായി കൊണ്ടുവന്നതാണ്. അത് അന്നും അതെ, ഇന്നും അതെ. ഇത് നീ നശിപ്പിച്ചാലും ഈ ആമ്പൽ പൂക്കൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് കൊണ്ടുവന്നവനും. അത് പറയുമ്പോൾ പമേലയുടെ സ്വരം ഇടറി. കണ്ണു നിറഞ്ഞു. പെട്ടെന്ന് അവൾക്ക് അവൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു. ഇനി എൻ്റെ പിന്നാലെ നടക്കേണ്ട പാമി. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു തരി പോലും ഇഷ്ടമല്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ ആമ്പൽ പൂക്കൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടെ ഇരുന്നു. ചില സ്നേഹങ്ങളുടെ അവസാനം അങ്ങനെയാണ്. മധുരത്തിന് പോലും രുചി കയ്പായി മാറും. നാളത്തെ വിരുന്നിനുള്ള ഇറച്ചി. കാട്ടിൽ നിന്ന് താൻ വേട്ടയാടി പിടിച്ചുകൊണ്ടുവന്നതെല്ലാം വെറും ഇറച്ചി മാത്രമായിരുന്നു പോൾസൺ സാഹിബിന്. താമരയും അക്കൂട്ടത്തിൽ പെടുന്നത് തന്നെ. പച്ചവീട്ടിലെത്തിയതും പോൾസൺ ജീപ്പിൻ്റെ പിന്നിൽ മറച്ചിരുന്ന ഷീറ്റ് എടുത്തു മാറ്റി. അവിടെ ജീവനറ്റ മൃഗങ്ങൾക്കൊപ്പം കിടക്കുന്ന താമര. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പോൾസൺ അവളെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ടു. അതിനിടയിൽ ജീപ്പിൽ കിടക്കുന്ന മൃഗങ്ങളുടെ കാര്യം കുപ്പനെ ഏൽപ്പിക്കാനും അയാൾ മറന്നില്ല. താമരയും കൊണ്ട് പോൾസൺ വീടിനകത്തേക്ക് കയറി. മുകളിലെ നിലയിലെ ഏറ്റവും അറ്റത്തെ മുറിയിൽ അവളെ കൊണ്ടുപോയി പൂട്ടിയിട്ടു. പൂട്ടിയിടും മുമ്പ് അവളുടെ കൈയും കാലും കെട്ടിവെക്കുകയും വാ തുണി കൊണ്ട് മൂടുകയും ചെയ്തിരുന്നു. വാതിൽ താഴിട്ട് പൂട്ടി തിരിഞ്ഞതും തന്നെ നോക്കി നിൽക്കുന്ന മെറ്റിൽഡയെയാണ് അയാൾ കണ്ടത്. എനിക്കല്ല, നാളത്തെ വിരുന്നിനാണ്, ജനറലിന് വേണ്ടി. മെറ്റിൽഡ ഒന്നും ചോദിക്കാതെ തന്നെ അയാൾ പറഞ്ഞു. അങ്ങനെ അയാൾ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ അറിയാലോ. അവളുടെ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരം. പോൾസന്റെ കയ്യിൽ നിന്ന് മുറി താഴിട്ട് പൂട്ടിയ താക്കോൽ മെറ്റിൽഡ തട്ടിപ്പറിച്ചു വാങ്ങി. തൽക്കാലം ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വാതിൽ ഇടയ്ക്കിടെ തുറന്നു നോക്കാനൊക്കെ തോന്നും. മെറ്റിൽഡയുടെ വാക്കുകളിൽ വല്ലാത്ത രോക്ഷം പ്രകടമായിരുന്നു. നിറവയറിൽ കയ്യും വെച്ചുകൊണ്ട് അവൾ പോൾസനെ തുറുപ്പിച്ചു നോക്കി. അതോടെ പൂട്ടിക്കിടക്കുന്ന വാതിലിൽ ഒന്ന് നോക്കിയ ശേഷം അയാൾ അവിടെ നിന്ന് പോകാനൊരുങ്ങി. മെറ്റിൽഡ, ഇവൾ ഇവിടെയുള്ള കാര്യം ആരും അറിയാതെ നോക്കണം, പ്രത്യേകിച്ച് അലമേലു. പോൾസൺ മെറ്റിൽഡയെ ഓർമ്മിപ്പിച്ചു. ആരും ഒന്നും അറിയില്ല. മെറ്റിൽഡ ഗൂഢമന്ദസ്മിതം പൂകി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ അവൾ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. വായിൽ തുണി തിരുകിയിട്ടുണ്ട്. എന്നാലും ബഹളം വയ്ക്കാതെ നോക്കണം. അതേപോലെ കഴിക്കാനും എന്തെങ്കിലും കൊടുക്കണം. പോൾസൺ ഓരോരോ നിർദ്ദേശങ്ങൾ മെറ്റിൽഡയ്ക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ഓ, എല്ലാം ഞാൻ ഏറ്റു. ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ. മെറ്റിൽഡ പരിചയസമ്പന്നയായ ഒരുവളെ പോലെ പറഞ്ഞു. ആദ്യമായിട്ടല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ നമ്മൾ ഇതാദ്യമായിട്ടാണ്. ചുവടൊന്ന് പിഴച്ചാൽ, എല്ലാവരും സത്യം അറിഞ്ഞാൽ, പിന്നെ ഇത്രയും ദിവസം നമ്മൾ ചെയ്തതൊക്കെ വെറുതെയാകും.
പോൾസൺ ഓരോന്നോർത്ത് ആശങ്കപ്പെടുമ്പോഴും മെറ്റിൽഡയുടെ മുഖത്തെ ആത്മവിശ്വാസത്തിന് മാത്രം യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എല്ലാം മെറ്റിൽഡയ്ക്ക് വിട്ടുകൊടുത്ത് പോൾസൺ അവിടെ നിന്ന് പോയി. പിന്നാലെ ആ മുറിയുടെ താക്കോലുമായി മെറ്റിൽഡയും. മെറ്റിൽഡ അവിടെ നിന്ന് നേരെ പോയത് അലമേലുവിൻ്റെ അരികിലേക്കാണ്. പോൾസൺ വെടിവെച്ചു വീഴ്ത്തിയ വെരികിൻ്റെ തോൽ പറിച്ച് മാംസം മുറിച്ചെടുക്കുന്ന പണിയിലായിരുന്ന കുപ്പനെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അലമേലു. മെറ്റിൽഡയെ കണ്ടതും അലമേലു അവൾക്കരികിലേക്ക് വന്നു. എന്തെങ്കിലും വേണോ മാഡം? അലമേലു ചോദിച്ചു. ഇല്ല, ഒന്നും വേണ്ട. അല്ല, നാളെയല്ലേ ചെമ്പരത്തിക്കാവിലെ വലിയ ഉത്സവം? മെറ്റിൽഡ പതുക്കെ വിഷയത്തിലേക്ക് കടക്കാൻ തുടങ്ങി. അതെ, നാളെയാണ് പച്ചയമ്മ തിരികെ ഇവിടേക്ക് വരുന്ന ദിവസം. അത് പറയുമ്പോൾ അലമേലുവിൻ്റെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എങ്കിൽ അലമേലു അരുവിയും കൊണ്ട് നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് പൊയ്ക്കോ. ഉത്സവം കഴിഞ്ഞ് മറ്റന്നാൾ വന്നാൽ മതി. അയ്യോ, നാളെ രാവിലെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല മാഡം. നാളെ പമേല കൊച്ചിൻ്റെ കുഞ്ഞിക്കല്യാണമല്ലേ. ഞാൻ അതും കഴിഞ്ഞ് നാളെ വൈകിട്ട് അരുവിയും കൊണ്ട് ഭഗവതി മലയിലേക്ക് പോയിക്കോളാം. എന്നിട്ട് മറ്റന്നാൾ വരാം. എന്നാ അങ്ങനെയാകട്ടെ. നാളെ രാത്രി അലമേലുവിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം മാത്രമേ മെറ്റിൽഡയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് നടന്ന സന്തോഷത്തിൽ മെറ്റിൽഡ അവിടെ നിന്ന് പോയി. പമേല ആദ്യമായി ഋതുമതി ആയതുകൊണ്ട് 7 ദിവസം വീടിന് വെളിയിലേക്ക് ഇറങ്ങരുതെന്നാണ് അലമേലു അമ്മയുടെ നിർദ്ദേശം. അവൾക്കതൊന്നും താല്പര്യമില്ലെങ്കിലും പപ്പയും അമ്മയും അവരുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അവൾക്ക് അലമേലു അമ്മയെ അനുസരിക്കാതെ തരമില്ലല്ലോ. അതുകൊണ്ട് പമേലയും അരുവിയും വീടിനുള്ളിൽ തന്നെ ഒളിച്ചും പാത്തും കളിക്കുകയായിരുന്നു. അരുവി പമേലയുടെ മുറിയിലെ ചുവരിൽ മുഖമമർത്തി കണ്ണുപൊത്തി എണ്ണാൻ തുടങ്ങിയതും പമേല ഒളിക്കാനായി മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. നേരെ പോയത് താഴെ പപ്പയുടെ അടുത്തേക്കാണ്. ഹാളിൽ സിഗാറും വലിച്ച് ഉലാത്തുകയായിരുന്നു പോൾസൺ സാഹിബ്. ഇടയ്ക്കിടെ അയാളുടെ കണ്ണുകൾ മുകളിലെ നിലയിലെ അറ്റത്തെ മുറിയിലേക്ക് നീളുന്നുണ്ട്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ താമരയെ പൂട്ടിയിട്ടിരിക്കുന്ന മുറി. പപ്പ, ഞാനിവിടെ ഒളിക്കുവാണേ. അരുവി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുത്. സോഫയ്ക്ക് പിന്നിലായി ഒളിച്ചുകൊണ്ട് പമേല പതുക്കെ പോൾസനോട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അയാൾക്കൊരു ഉപായം തോന്നിയത്. അരുവിയോട് പപ്പ നീ ഇവിടെ ഒളിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കണമെങ്കിൽ മോൾ ഞങ്ങളുടെ മുറിയിൽ പോയി മേശവലിപ്പിൽ വെച്ച് കീ എടുത്തുകൊണ്ട് വരുമോ? അതിനെന്താ, കൊണ്ടുവരാലോ. പോൾസൺ പറഞ്ഞു നിർത്തിയതും വേഗത്തിൽ പമേല പറഞ്ഞു. അവൾ സോഫയ്ക്ക് പിന്നിൽ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് പോകാൻ തയ്യാറായി. പമേല, മമ്മ മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ട്, മമ്മയെ എഴുന്നേൽപ്പിക്കല്ലേ. പോൾസൺ പ്രത്യേകം അവളെ ഓർമ്മിപ്പിച്ചു. പയ്യെ പയ്യെ മുറിയുടെ വാതിൽ തുറന്ന് പമേല മേശവലിപ്പിനുള്ളിൽ നിന്ന് തുരുമ്പിച്ച ആ താക്കോലെടുത്തു. പുറത്തവളെ കാത്തു നിൽക്കുന്ന പോൾസനെ കൈമാറി. ഇനി മോള് പോയി ഒളിച്ചോ. അവളുടെ കവിളിൽ സ്നേഹത്തോടെ തലോടിയ ശേഷം പോൾസൺ ആ താക്കോലുമായി വരാന്തയിലൂടെ അറ്റത്തെ മുറിയിലേക്ക് നടന്നു. അയാൾ പോകുന്നതും നോക്കി അവിടെ നിൽക്കുകയായിരുന്നു പമേല. എന്തുകൊണ്ടോ പോൾസനെ പിന്തുടരാൻ പമേലയ്ക്ക് തോന്നി. അവൾ പാത്തും പതുങ്ങിയും അയാൾക്ക് പിന്നാലെ നടന്നു. താഴെ തുറന്ന് പോൾസൺ മുറിയിലേക്ക് കയറി. മുറിയുടെ അറ്റത്ത് ബോധരഹിതയായി കിടക്കുന്ന താമരയെ നോക്കി. ജനറലിനുള്ള വിരുന്ന് മികച്ചതാണോ എന്ന് പരിശോധിക്കാതെ പറ്റില്ലല്ലോ. പോൾസന്റെ മുഖത്ത് വികൃതമായ പുഞ്ചിരി വിരിഞ്ഞു. അയാൾ മുറിക്കകത്തേക്ക് കയറി താമരയ്ക്കരികിലേക്ക് നടന്നു. ഈ സമയം പമേല വരാന്തയിലൂടെ നടന്ന് മുറിക്ക് മുമ്പിലെത്തിയിരുന്നു. അവൾ വാതിലിൻ്റെ മറവിൽ നിന്ന് മുറിയിലേക്ക് എത്തി നോക്കി. ചുവരിനോട് ചേർന്ന് കയ്യും കാലും കെട്ടി വായിൽ തുണി തിരികെ രീതിയിൽ കിടക്കുന്ന അവളെ കണ്ടു. ഒറ്റ നോട്ടം. അപ്പോഴേക്കും എന്തോ ഓർത്ത് പോൾസൺ സാഹിബ് പിന്നോട്ട് തിരിഞ്ഞു. പമേല അപ്പോഴേക്കും അവിടെയുള്ള തൂണിൻ്റെ മറവിൽ പോയി നിന്നു. അവൾ നോക്കി നിൽക്കെ പോൾസൺ സിഗാർ ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് മുറിയുടെ വാതിൽ ആഞ്ഞടച്ചു. അതിനപ്പുറം അവിടെ എന്താണ് നടന്നതെന്ന് പമേലയ്ക്ക് അറിയില്ല. അവൾ അവിടെ നിന്ന് തിരികെ നടന്നു. നേരെ ചെന്ന് പെട്ടതോ അരുവിയുടെ മുന്നിൽ. പമേലയെ കണ്ടുപിടിച്ചേ. അരുവി ഉറക്കെ അലറി. അതിന് ഞാൻ ഒളിച്ചിരുന്നില്ല അരുവി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അരുവി വിട്ടുകൊടുക്കുന്നതേയില്ല. ഒടുവിൽ അവളോട് തർക്കിക്കാൻ നിൽക്കാതെ പമേല എണ്ണാൻ തുടങ്ങി, അരുവി ഒളിക്കാനും. എന്നാൽ അപ്പോഴും പമേലയുടെ മനസ്സിൽ അവൾ കുറച്ചു മുമ്പ് കണ്ട ആ പെണ്ണായിരുന്നു. എന്നാലും ആരായിരിക്കും അത്? എന്തിനാ പപ്പ അകത്ത് കയറിയ ശേഷം ആ മുറിയുടെ വാതിൽ അടച്ചത്? അവിടെ എന്താ ഇപ്പോൾ നടക്കുന്നത്? മെറ്റിൽഡ എഴുന്നേൽക്കും മുമ്പ് പോൾസൺ മുറിയുടെ താക്കോൽ പമേലയ്ക്ക് നൽകി. അവൾ അത് തിരികെ മേശയിൽ കൊണ്ടുവച്ചു. ഇതൊന്നും അമ്മയോട് പറയരുത്. പപ്പ അടുത്ത മാസം ലണ്ടനിൽ പോയി വരുമ്പോൾ മോൾക്ക് ചോക്ലേറ്റ്സ് കൊണ്ടുവരാം. ചോക്ലേറ്റ്സ് എന്ന് കേട്ടതും ജീവൻ പോയാലും മമ്മയോടൊന്നും പറയില്ലെന്ന് പമേല മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷെ ആ മുറിക്കുള്ളിൽ ആരാണുള്ളത് എന്ന് കണ്ടെത്താൻ അവൾക്ക് ആകാംക്ഷയേറി.
രാത്രി എല്ലാവരും ഉറങ്ങിയതും പമേല മുറിയിൽ നിന്നിറങ്ങി. പപ്പയും അമ്മയും ഉറങ്ങുന്ന മുറിയിലേക്ക് നടന്നു. പാതി ചാരിയിട്ട വാതിൽ പതുക്കെ തുറന്ന് മേശവലിപ്പിനുള്ളിൽ നിന്ന് അവൾ ആ താക്കോലെടുത്തു. കയ്യിൽ കരുതിയ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അവൾ വരാന്തയിലൂടെ ആ മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ തുറന്ന പമേല നിലത്ത് കിടക്കുന്ന അവളെ കണ്ടു. അവളുടെ ഉടുപ്പിലും നിറയെ ചോരയാണ്, രക്തക്കറ. മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ ഉറപ്പില്ല. അത് ശരി, അപ്പോൾ നീയും എന്നെ പോലെ പ്രായം തികഞ്ഞതാണല്ലേ? വെറുതെയല്ല നിന്നെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. പമേല അവൾ കരികിൽ വന്നിരുന്നു. മെഴുകുതിരി അവളുടെ മുഖം കാണുന്ന രീതിയിൽ താഴ്ത്തി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. അവശതയോടെ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ്. പമേല അവളുടെ വായിൽ തിരികെ തുണി ഊരിയെടുത്തു. വെള്ളം, വെള്ളം. അവൾ പമേലയെ നോക്കി. ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പമേല താഴേക്കോടി. ജഗ്ഗുമായി തിരികെ വന്നപ്പോൾ അവൾ നിലത്തിരിക്കുകയായിരുന്നു. പമേല അവളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആർത്തിയോടെ അവൾ അത് കുടിച്ചു. മതിയോ? ജഗ്ഗ് നിലത്ത് വെച്ച് പമേല അവളെ നോക്കി. അപ്പോഴേക്കും പുറത്തുനിന്ന് എന്തോ ശബ്ദം അവൾ കേട്ടു. പമേലയ്ക്ക് പേടിയായി. ആരെങ്കിലും കണ്ടാൽ? തിരികെ തുണി വായിലേക്ക് വെച്ച് പമേല അവിടെ നിന്ന് പോകാനൊരുങ്ങി. പമേല അവളുടെ വായിലേക്ക് തുണി തിരുകും മുമ്പ് നിസ്സഹായമായി താമര അവളെ നോക്കി. മിരുദനോട് ഞാൻ ഇവിടെയുണ്ടെന്ന് പറയുമോ? എങ്ങനെയോ അവൾ പറഞ്ഞൊപ്പിച്ചു. അതിന് മറുപടി പറയാതെ പമേല അവളുടെ വായിലേക്ക് തുണി തിരുകി. മെഴുകുതിരിയുമായി പുറത്തേക്കിറങ്ങി. വാതിൽ പൂട്ടും മുമ്പ് ഒരിക്കൽ കൂടി അവളെ നോക്കി. അവൾ പമേലയെ തന്നെ നോക്കിയിരിക്കുകയാണ് അവിടെ. അവളുടെ നോട്ടം അത് വളരെ ദയനീയമായിരുന്നു. അന്ന് രാത്രി പമേല ഉറങ്ങിയില്ല. മിരുദൻ, ചെമ്പരത്തിക്കാവിൽ വെള്ളാട്ടുകോലം കെട്ടിയ മിരുദനെ പമേലയ്ക്കറിയാം. പക്ഷെ അവനോട് മിണ്ടാൻ അവൾക്ക് പേടിയാണ്. അരുവിയോട് അവനോട് സംസാരിക്കാൻ പറയാമെന്ന് അവൾ വിചാരിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ അരുവിയെ തേടി അടുക്കള വശത്തേക്ക് വന്നതാണ് പമേല. അവിടെ കുപ്പൻ ഇന്ന് രാത്രിയിലെ വിരുന്നിനുള്ള ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ്. അലമേലുവും ഒപ്പമുണ്ട്. അവൾ കുടവുമായി കിണറ്റിൻകരയിലേക്ക് പോയതും അവിടെ ചുറ്റിപ്പറ്റി നിന്ന പോൾസൻ കുപ്പൻ അരികിലേക്ക് വന്നു. കുപ്പ, താമരയെ കാണാതായ വിവരം എല്ലാവരും അറിഞ്ഞു. നാട് മൊത്തം അവളെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അവൾ ഇവിടെയുള്ള കാര്യം നീയായിട്ട് ആരോടും പറയരുത്. അറിയാലോ പറഞ്ഞാലുള്ള എൻ്റെ അവസ്ഥ? സാറേ, ഇതുവരെ ഞാനായിട്ട് ആരോടും ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. ഇതും അങ്ങനെ തന്നെ. കുപ്പൻ പോൾസന് ഉറപ്പ് നൽകി. അതോടെ അയാളുടെ മുഖത്ത് ആശ്വാസം. ഇവരുടെ ഈ സംസാരമെല്ലാം അകത്തുനിന്ന് കേട്ട പമേലയ്ക്ക് താമരയെക്കുറിച്ചാണ് അവർ പറഞ്ഞതെന്ന് മനസ്സിലായി. അതോടെ അരുവിയോട് അവളുടെ കാര്യം പറയണോ വേണ്ടയോ എന്ന ആശങ്കയിലായി. അവൾ ഇവിടെയുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ പപ്പയ്ക്ക് പ്രശ്നമാണ്. വേണ്ട, ആരോടും ഒന്നും പറയണ്ട. ഒടുവിൽ പമേല തീരുമാനിച്ചു. അവൾ തിരികെ അവളുടെ മുറിയിലേക്ക് നടന്നു. തൻ്റെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിലും പമേലയുടെ കണ്ണുകൾ താമരയെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് നീണ്ടുപോയി. കുറച്ചു നേരം ആ മുറിയെ നോക്കി പമേല വരാന്തയിൽ തന്നെ നിന്നു. മിരുദനോട് ഞാൻ ഇവിടെയുണ്ടെന്ന് പറയുമോ? മിരുദനെന്നല്ല, ആരും അവൾ ഇവിടെയുണ്ടെന്ന് അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എൻ്റെ പപ്പ ഇല്ല. ആരോടും ഞാൻ ഒന്നും പറയില്ല. സ്നേഹത്തിന്, പ്രണയത്തിന് പല പേരുകളുണ്ട്. എന്നാൽ കബനി നദീ തീരത്തെ കുശവ ഗ്രാമത്തിൽ താമസിക്കുന്ന മിരുദന് പ്രണയത്തിൻ്റെ അർത്ഥം ഒന്നു മാത്രമാണ്: താമര. അവൻ്റെ താമര. ചെമ്പരത്തിക്കാവിലെ ഉത്സവത്തിനാണ് അവൻ അവളെ ആദ്യമായി കാണുന്നത്. അന്ന് അവന് വയസ്സ് 17. പണമില്ലാത്ത കാരണം പട്ടണത്തിലെ കോളേജിൽ പഠിപ്പ് നിർത്തി കുലത്തൊഴിൽ ചെയ്യുവാൻ അവൻ തുടങ്ങിയ സമയം. അന്ന് വെള്ളാട്ടുകോലം കെട്ടിയാടുന്ന അച്ഛന് കൂട്ടായി വന്നതാണവൻ. ചെമ്പരത്തിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാവിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് ആ താമരപ്പൂവിലാണ്. ദീപങ്ങളാൽ പ്രകാശിച്ച അരയാൽ മരത്തിന് മുമ്പിൽ ദേവി വിഗ്രഹത്തെ കൈകൂപ്പി നിൽക്കുന്ന അവൾ. ആദ്യ കാഴ്ച ആ തിരുനടയിലായിരുന്നു. കണ്ട മാത്രയിൽ അവളോട് അവൻ ഒരിഷ്ടം തോന്നിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനെ പ്രണയമെന്നൊന്നും അപ്പോൾ വിളിക്കാൻ കഴിയില്ലായിരുന്നു. അടുത്ത ദിവസം അവളെ വീണ്ടും കാണുന്നതുവരെ, നദിയിലേക്ക് വീണ അവനെ അവൾ രക്ഷിക്കുന്നതുവരെ, അവനെ അവൾ നീന്തൽ പഠിപ്പിക്കുന്നതുവരെ, അവർ സുഹൃത്തുക്കളാകുന്നതുവരെ, ഏറ്റവും ഒടുവിൽ അവനോടവൾ വർഷങ്ങളായി മനസ്സിലൊളിപ്പിച്ച ഇഷ്ടം തുറന്നു പറയുന്നതുവരെ അത് പ്രണയമല്ലായിരുന്നു. താമരയെ കാണാനില്ല. രാവിലെ പുഴക്കരയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മിരുദൻ ആ വാർത്ത കേൾക്കുന്നത്. രാത്രി മുഴുവൻ മിരുദൻ്റെ വീട്ടിലുണ്ടായിരുന്ന താമരയുടെ അച്ഛൻ തിലകൻ രാവിലെ തിരികെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അവൾ അവിടെ ഇല്ലെന്ന വിവരം അറിഞ്ഞത്. കിടപ്പിലായ തൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല. പരിസരത്തൊക്കെ തിരിഞ്ഞെങ്കിലും ആർക്കും അവൾ എവിടെ പോയിന്ന് ഒരറിവുമില്ല. വിവരമറിഞ്ഞ പാടെ മിരുദൻ താമരയുടെ വീട്ടിലെത്തി. അവനും തിലകനും കൂടി താമരയെ തേടി ഇറങ്ങി.
കാടും മേടും അവളെ തിരഞ്ഞ് അവർ അലഞ്ഞു. കൂടെ വേറെയും ആളുകൾ കൂടി. എല്ലാവരും പല വഴിയായി അന്വേഷണം തുടർന്നു. ഇനി പുലിയെങ്ങാനും. കൂടെയുള്ളവരിൽ ചിലർക്ക് സംശയം. പക്ഷെ അത് കേട്ടപ്പോൾ മിരുതന് ഹൃദയം പൊട്ടുന്നതുപോലെ തോന്നി. താമരയില്ലാതെ അവന് കഴിയില്ലായിരുന്നു. തിലകൻ നെഞ്ചിൽ കയ്യും വെച്ച് പാറപ്പുറത്തിരുന്നു. അയാളുടെ മുഖത്തും തൻ്റെ മകൾക്ക് എന്തു പറ്റിയെന്നുള്ള വ്യാകുലതയാണ്. പകലിന് രാവിൻ്റെ ഇരുട്ട് പരന്നപ്പോൾ ഒപ്പം കൂടിയവരിൽ പലരും ശ്രമം ഉപേക്ഷിച്ചു പോയി. എന്നിട്ടും മിരുതനും തിലകനും തിരച്ചിൽ അവസാനിപ്പിച്ചില്ല. താമര! കാടിൻ്റെ ഓരോ മൂലയിലും അവർ ഇരുവരുടെയും വിളി ഉയർന്നു കേട്ടു. അതിനിടയിൽ നാട്ടുകാരിൽ ചിലർ പോലീസ് സ്റ്റേഷനിൽ പോയി താമരയെ കാണാനില്ലെന്ന പരാതി നൽകി. നാളെ പച്ചവനത്തിലേക്ക് ലണ്ടനിൽ നിന്ന് വരുന്ന ജനറലിന് സംരക്ഷണം കൊടുക്കാനുള്ള വലിയ ജോലി അവരുടെ ശിരസിൽ ഉള്ളതിനാൽ അതിൻ്റെ തിരക്കിലായിരുന്നു സ്റ്റേഷനിൽ ഉള്ളവരെല്ലാം. അതുകൊണ്ട് പരാതി കൊടുക്കാൻ വന്നവരെ പോലീസ് പറഞ്ഞു വിടുകയായിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിക്കാർ കൂടി ഇടപെട്ടതോടെ പോലീസിന് കേസ് അന്വേഷിക്കാതെ വയ്യെന്നായി. അവർ 2-3 പോലീസുകാരെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവരുടെ തിരച്ചിൽ വെറും 2 മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അപ്പോഴേക്കും അവളെ പുലി പിടിച്ചുകൊണ്ടുപോയെന്നവർ വിധി എഴുതി. അപ്പോഴും മിരുതനും തിലകനും നദി കടന്ന്, പാടം കടന്ന്, മല കടന്ന്, കാട് കടന്ന് അടുത്ത ഗ്രാമത്തിൽ താമരയെ തേടി അലയുകയായിരുന്നു. രാവിലെ തന്നെ പച്ചവീട്ടിൽ രാത്രിയിലെ വിരുന്നിന് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. താമരയുടെ തിരോധാനം പോലീസ് കേസാക്കിയെന്നറിഞ്ഞിട്ടും പോൾസിന് വലിയ പേടിയൊന്നും തോന്നിയില്ല. വെള്ളക്കാർ ചിലവിന് കൊടുക്കുന്ന കാക്കിപ്പടയുടെ അന്വേഷണം ഏതുവരെ നീളുമെന്ന് പോൾസൻ അറിയാമായിരുന്നു. വൈകുന്നേരത്തോടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് അലമേലു അരുവിയും കൊണ്ട് അവിടെ നിന്ന് പോയത്. പമേലയ്ക്കും അവർക്കൊപ്പം പോകണമെന്നുണ്ടായിരുന്നു. ഉത്സവം കാണാനല്ല, നീലനെ കാണാൻ. പക്ഷേ 7 ആയിട്ടുള്ളൂവെന്ന് പറഞ്ഞ് അലമേലു കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അലമേലു പോയതിന് പിന്നാലെ മെറ്റിൽഡ മുകളിലെ മുറിയിലേക്ക് നടന്നു. താമരയെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയുടെ വാതിൽ തുറന്നു. അവളുടെ ദേഹത്തെ കെട്ടുകൾ അഴിച്ചു മാറ്റി. എൻ്റെ കൂടെ വാ, മെറ്റിൽഡ അവളോട് കൽപ്പിച്ചു. നിലത്തുനിന്ന് എഴുന്നേൽക്കുന്നതിന് പകരം താമര അവളുടെ കാലിൽ കയറി പിടിച്ചു. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എന്തൊക്കെയോ പറഞ്ഞ് താമര അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. എന്നാൽ മെറ്റിൽഡയ്ക്ക് തൻ്റെ ദേഹത്ത് അവൾ തൊട്ടതുപോലും ഇഷ്ടമായിരുന്നില്ല. നിനക്ക് തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ എൻ്റെ കൂടെ വാ, അതിനാ ഞാൻ വന്നിരിക്കുന്നത്. മെറ്റിൽഡ ആ പറഞ്ഞത് കേട്ടതും കണ്ണു തുടച്ചുകൊണ്ട് താമര നിലത്തുനിന്ന് എഴുന്നേറ്റു. കാലുകൾ വേച്ച് വേച്ച് മെറ്റിൽഡയ്ക്കൊപ്പം നടന്നു. ആ സമയം താമരയുടെ കവിളിൽ ചുവന്നു കിടക്കുന്ന വിരൽപ്പാടുകൾ മെറ്റിൽഡ ശ്രദ്ധിച്ചിരുന്നു. പോയി കുളിച്ച് വൃത്തിയായി വാ. അവളുടെ മുറിയുടെ തൊട്ടപ്പുറത്തുള്ള അതിഥികൾക്കായുള്ള മുറിയിലേക്കാണ് മെറ്റിൽഡ അവളെയും കൊണ്ട് പോയത്. ആ മുറിയിലെ ബാത്റൂം ചൂണ്ടി മെറ്റിൽഡ താമരയോട് പറഞ്ഞു. കുളിച്ച ശേഷം ഇടാനുള്ള വസ്ത്രങ്ങൾ മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. മാഡം എന്നെ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ നാളെ രാവിലെ നിനക്ക് തിരിച്ച് വീട്ടിൽ പോകാം. കുളിച്ച ശേഷം ഇടാനുള്ള വസ്ത്രങ്ങൾ മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. മാഡം എന്നെ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ നാളെ രാവിലെ നിനക്ക് തിരിച്ച് വീട്ടിൽ പോകാം. വേഗം ഒരുങ്ങാൻ നോക്ക്. താമര പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ മെറ്റിൽഡ ഇടയിൽ കയറി പറഞ്ഞു. കൂടുതലൊന്നും പറയാതെ മെറ്റിൽഡ ആ മുറിയുടെ വാതിൽ പൂട്ടി അവിടെ നിന്നിറങ്ങി. നേരെ അവരുടെ ബെഡ്റൂമിൽ ഇരിപ്പുണ്ടായിരുന്ന പോൾസന്റെ അടുത്തേക്കാണ് അവൾ പോയത്. ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ അവൾ എന്തു ചെയ്യാനാണ് പദ്ധതി? കണ്ണാടിയിൽ തൻ്റെ മുഖം നോക്കിക്കൊണ്ട് മെറ്റിൽഡ ചോദിച്ചു. സത്യത്തിൽ കണ്ണാടിയിലൂടെ പോൾസിനെ വീക്ഷിക്കുകയായിരുന്നു അവൾ. തിരികെ കൊണ്ടുപോയാക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ചെയ്താൽ പോരാ, ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത വിധം ഒഴിവാക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കൊല്ലണം. നദിയിൽ മുക്കിയോ കഴുത്തറുത്തോ വിഷം കൊടുത്തോ എങ്ങനെയായാലും പ്രശ്നമില്ല, കൊന്നേക്കണം. മെറ്റിൽഡ പോൾസിന് നേരെ തിരിഞ്ഞു. അവളുടെ മുഖം ഇരയെ വേട്ടയാടാൻ തയ്യാറായ ചെന്നായേക്കാൾ ക്രൂരമായിരുന്നു അപ്പോൾ. കൊല്ലണോ? പോൾസന്റെ സ്വരമുയർന്നു. എന്താ, മുമ്പും പലരെയും ഇങ്ങനെ അവസാനിപ്പിച്ചിട്ടുള്ളതല്ലേ? മെറ്റിൽഡയ്ക്ക് എല്ലാം നിസ്സാരമായിരുന്നു. മെറ്റിൽഡ ഇളം പെണ്ണാണ്, അവളുടെ ജീവിതം ഇനിയും ബാക്കിയാണ്. അതിങ്ങനെ അവസാനിപ്പിക്കണോ? എന്തോ മനസ്സിൽ വിചാരിച്ചായിരുന്നു പോൾസൻ അത് പറഞ്ഞത്. ഇളം പെണ്ണ്, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ ആ മുറിയിൽ പോയിരുന്നല്ലേ? മെറ്റിൽഡ പോൾസിനെ കണ്ണു തുറപ്പിച്ചു നോക്കി. ഇല്ല മെറ്റിൽഡ, ഞാൻ പോയില്ല. അല്ല, താക്കോൽ നിന്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ എങ്ങനെ പോകാനാ? പോൾസൻ വിക്കി പറഞ്ഞു. കള്ളം പറയണ്ട. ഇന്നലെ പകൽ അവളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവളുടെ മുഖത്ത് ഒരു പാടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴുണ്ട്, നല്ല ചുവന്ന വിരൽപ്പാടുകൾ. അതങ്ങനെ വെറുതെ വരില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പോൾസൻ. മെറ്റിൽഡ പോൾസൻ അരികിലേക്ക് അവളുടെ മുഖം അടുപ്പിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തുടർന്ന് പറഞ്ഞു. അവളെ കൊല്ലാതിരിക്കാൻ നിങ്ങൾക്കുള്ള അതേ കാരണം തന്നെയാണ് എനിക്ക് അവളെ കൊല്ലാനുമുള്ളത്. അത് ഞാൻ ചെയ്തിരിക്കും.
ഇന്ന് രാത്രിയിലെ വിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവനോടെ ഉണ്ടാകില്ല. മെറ്റിൽഡ ദേഷ്യത്തിൽ പോൾസൺ നിൽക്കുന്നതിനടുത്തുള്ള മേശയ്ക്ക് മുകളിൽ ഇരുന്നതെല്ലാം നിലത്തേക്ക് ഒറ്റ തട്ടുതട്ടി. ശേഷം മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പോൾസൺ ഒന്നും മിണ്ടാതെ അവൾ പോകുന്നതും നോക്കി അവിടെ നിന്നു. ഇന്നത്തെ രാത്രി മിരുതന് വെള്ളാട്ടുകോലം കെട്ടി ആടേണ്ടതുണ്ട്. പച്ചയമ്മയെ തിരികെ ഭഗവതി മലയിൽ നിന്ന് ചെമ്പരത്തിക്കാവിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ അതെല്ലാം മറന്ന് തൻ്റെ താമരെ തിരയുകയാണ് മിരുതൻ. അവളേക്കാൾ വലുതല്ല അവനൊന്നും. എന്നാൽ പച്ചവനത്തിലെ ആളുകൾക്ക് അങ്ങനെയല്ലല്ലോ. അവരിൽ മുഖ്യന്മാരായ ചിലർ മിരുതനെ കാണാനായി അവൻ്റെ അച്ഛൻ മാരിയെയും കൂട്ടി താമരയുടെ കുടിലിലേക്ക് വന്നു. ആ സമയം താമരയെ തിരഞ്ഞു ക്ഷീണിച്ച് അവളുടെ കുടിലിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു മിരുതൻ. ഇനി അവളെ എവിടെ തിരിയണമെന്ന് മിരുതൻ അറിയില്ലായിരുന്നു. മിരുത, കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന വ്യക്തി മുന്നോട്ട് വന്ന് അവൻ്റെ അരികിലായി ഇരുന്നു. എല്ലാം ഞങ്ങൾ അറിഞ്ഞു. അവൾക്കൊന്നും പറ്റിക്കാണില്ല. അവൾ മടങ്ങി വരും. അയാൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലായിടത്തും അന്വേഷിച്ചു. ഒരിടത്തുമില്ല. എങ്ങോട്ട് പോയതായിരിക്കും? മിരുതൻ്റെ സ്വരം ദയനീയമായിരുന്നു. അവൾ വരും മിരുത. ഇന്നാണ് ഉത്സവം. സമയം രാത്രിയാകാറായി. എല്ലാവരും നിന്നെ കാത്തു നിൽക്കുക. പച്ചയമ്മയും. ഇല്ല, കോലം കെട്ടിയാടാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നദിക്കരയിലേക്ക് നടന്നു. അതോടെ എല്ലാവരുടെയും മുഖത്ത് നിരാശ. ഈ സമയം ഞാൻ സംസാരിക്കാമെന്ന ഭാവത്തിൽ മിരുതൻ്റെ അച്ഛൻ മാരി മുന്നോട്ട് വന്നു. അദ്ദേഹം നദിക്കരയിലേക്ക് നടന്നു. മിരുതൻ അരികിലായി വന്നു നിന്നു. തുടങ്ങി വെച്ച ഒന്നും പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ പാടില്ല. നീയാണ് ഈ വ്രതമെടുത്ത് കോലം കെട്ടിയാടി എല്ലാറ്റിനും തുടക്കം കുറിച്ചത്. ഇനി അത് അവസാനിപ്പിക്കേണ്ടതും നീയാണ്. പക്ഷെ അപ്പ, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ? മിരുതന് പറയാൻ വാക്കുകൾ കിട്ടാതെയായി. മാരി അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പിന്നെയും അവനോട് സംസാരിക്കാൻ തുടങ്ങി. മിരുത, ഈ പച്ചവനത്തിൽ ഒരില അനങ്ങിയാൽ അവൾ അറിയും. പച്ചയമ്മ. അവളെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നീ പോകുന്നത്. നിന്റെ ഉടലിലാണ് അവൾ മടങ്ങി വരാൻ പോകുന്നത്. നിന്റെ ഉടലിൽ കയറുന്ന അവൾക്ക് നിന്റെ ഉള്ളും മനസ്സിലാവും. അവൾ നിന്നെ സഹായിക്കും. ഈ പച്ചവനത്തിൽ എവിടെയുണ്ടെങ്കിലും നിന്റെ താമരയെ അവൾ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ നിർത്തിത്തരും. പച്ചയമ്മ, അവളെ മാത്രം വിശ്വസിക്ക്. പോയി വേഷം കെട്ടിയാട്. ഭഗവതി മലയിൽ നിന്ന് അവളെ തിരികെ ഈ പച്ചവനത്തിലേക്ക് കൊണ്ടുവാ. മാരിയുടെ വാക്കുകൾ മിരുതന് നൽകിയ പ്രതീക്ഷ ചെറുതൊന്നുമായിരുന്നില്ല. എന്നിട്ടും ഒന്നും പറയാതെ എന്തോ ചിന്തിച്ചുകൊണ്ട് മിരുതൻ അവിടെ നിന്നു. അതോടെ മിരുതൻ്റെ മനസ്സ് മാറില്ലെന്ന നിരാശയിൽ മാരി അവിടെ നിന്ന് പോകാനൊരുങ്ങി. ഇനി അയാൾക്ക് മുമ്പിലുള്ള വഴി സ്വയം കോലം കെട്ടി ആടുകയായിരുന്നു. മകൻ തുടങ്ങി വെച്ചത് അച്ഛൻ അവസാനിപ്പിക്കണം. പക്ഷേ പോയ ഉടലിലല്ലാതെ മറ്റൊരു ഉടലിൽ കയറി പച്ചയമ്മ വരുമോ എന്ന കാര്യത്തിലാണ് സംശയം. അപ്പാ, പിന്നിൽ നിന്ന് ആ വിളി കേട്ട് മാരി തിരിഞ്ഞു. കോലം കെട്ടാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ടതും മാരിക്ക് സന്തോഷമായി. ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ അദ്ദേഹത്തിനൊപ്പം അവിടെ മിരുതനെ കാണാനായി വന്നവർക്കരികിലേക്ക് അവൻ നടന്നു. എല്ലാവരോടുമായി മിരുതൻ ഉറച്ച ശബ്ദത്തിൽ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാനായിട്ട് തുടങ്ങിയത് ഞാൻ തന്നെ അവസാനിപ്പിക്കും. ഇന്നത്തെ രാത്രി ഭഗവതി മലയിൽ ഞാൻ വെള്ളാട്ടുകോലം കെട്ടിയാടും. പക്ഷേ അതൊരിക്കലും എൻ്റെ അപ്പനോ ഇവിടെ ഈ വന്നിട്ടുള്ളവർക്കോ എന്തിന് പച്ചയമ്മയ്ക്കോ വേണ്ടിയല്ല. എൻ്റെ താമരയ്ക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി മാത്രം. വൈകുന്നേരത്തോടെ സേവ്യർ കൊടുവേലിയിലെത്തി. വയനാട് കൽപ്പറ്റയോട് ചേർന്ന് ഒരു ഗ്രാമമാണ് കൊടുവേലി. അവിടെ പേര് കേട്ട ഒരു ധനിക കുടുംബത്തിലെ മൂത്ത സന്തതി തോമയാണ് പച്ചവീട് വാങ്ങാൻ പോകുന്നത്. ഇന്ന് തന്നെ കച്ചവടത്തിനൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന് ഉറപ്പിച്ചാണ് അവൻ അങ്ങോട്ടേക്ക് വണ്ടി കയറിയത്. മഞ്ഞ നിറം പൂശിയ ഗേറ്റ് കടന്ന് സേവ്യർ ആ 2 നില വീട്ടിലേക്ക് കയറി. റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന ഒരു പാട്ടാണ് അവനെ അവിടേക്ക് സ്വീകരിച്ചത്. വീടിൻ്റെ ഉമ്മറത്ത് ചാരുകസേരയിൽ അവിടുത്തെ അമ്മച്ചി ത്രേസി ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്ത് വെച്ചിരിക്കുന്ന റേഡിയോയിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. അമ്മച്ചിയുടെ കാലിനരികിലിരിപ്പുണ്ടായിരുന്ന ജർമ്മൻ ഷെപ്പേർഡ് സേവ്യറിനെ കണ്ടിട്ടും യാതൊരു കൂസലുമില്ലാതെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ പലതവണ ആ വീട്ടിൽ കയറി ഇറങ്ങിയതുകൊണ്ട് അതിനും അവൻ പരിചയക്കാരനായി മാറിയിരിക്കാം. എന്താ അമ്മച്ചി, സുഖമല്ലേ? സേവ്യർ അവർക്കരികിലായി പടിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ചോദിച്ചു. അവൻ ചോദിച്ചത് കേട്ടിട്ടും മറുപടി പറയാതെ അമ്മച്ചി പാട്ടും കേട്ട് അവിടെ ഇരുന്നു. അതോടെ സേവ്യർ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു കൂവി, തോമാ സാറേ, ഞാൻ വന്നു കേട്ടോ. അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു കൂവി. നാട്ടിലെ പ്രമാണിയാണ് തോമ. അവൻ്റെ വിളി കേട്ട് വീടിനകത്തു നിന്ന് മുണ്ടും ബനിയനും ധരിച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. തോമയായിരുന്നത്. വാ സേവ്യറെ, അകത്തേറിയിരിക്കാം.
തോമ അവനെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. വേണ്ട സാറേ, 6-ന് ബസ്സുണ്ട്. അതിന് കയറി എനിക്ക് മാനന്തവാടിയിലേക്ക് പോകണം. നാളെ അവിടെ ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ രജിസ്ട്രേഷനുണ്ട്. സേവ്യർ പോകാൻ തിരക്ക് കൂട്ടി. എന്നാ പിന്നെ നീ വന്ന കാര്യം പറ. ഉമ്മറത്ത് കിടക്കുന്ന കസേര വലിച്ചിട്ട് തോമ അതിൽ കയറിയിരുന്നു. ഞാൻ മറ്റേ പച്ചവനത്തിലെ സായിപ്പിൻ്റെ വീടിൻ്റെ കാര്യം പറയാൻ വന്നതാ. പച്ചവനമെന്ന് കേട്ടതും തോമ തൊട്ടപ്പുറത്തിരിക്കുന്ന തൻ്റെ അമ്മച്ചിയെ നോക്കി. സേവ്യർ തുടർന്നു. പമേല മാഡം വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും നടത്തിയെങ്കിൽ അവർക്ക് തിരിച്ചു പോകാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവർ ഗർഭിണിയാണ്. ഈ അവസ്ഥയിൽ അവർക്ക് ഇവിടെ അധിക ദിവസം തങ്ങാൻ പറ്റില്ല. സേവ്യർ കാര്യങ്ങളെല്ലാം വിശദമായി തോമയെ ധരിപ്പിച്ചു. എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാത്ത തോമ അവിടെ ഇരുന്നു. എന്താ തോമ സാറൊന്നും പറയാത്തത്? സേവ്യറിന് അദ്ദേഹത്തിൻ്റെ മറുപടി അറിയാൻ ധൃതിയായി. തോമ തല ഉയർത്തി അമ്മച്ചിയെ നോക്കി. അവർ അപ്പോഴും പാട്ട് കേട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് തോമ സേവ്യറിനോട് സംസാരിക്കാൻ തുടങ്ങി. ആ കച്ചവടം നടക്കില്ല സേവ്യറെ, അത് നീ അങ്ങ് മറന്നേക്ക്. അതെന്താ തോമ സാറേ? സാറ് പറഞ്ഞിട്ടില്ലേ ആ മാഡത്തിനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? സേവ്യറിൻ്റെ സ്വരം നിസ്സഹായമായി. അതെ, ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവർ വരുമെന്ന് ഞാൻ കരുതിയില്ല. സത്യം പറയാലോ സേവ്യറെ, അമ്മച്ചിക്ക് ആ വീട് വാങ്ങുന്നത് ഇഷ്ടമല്ല. അമ്മച്ചിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല. കൂടുതലൊന്നും പറയാതെ തോമ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. സേവ്യർ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ ഇരുന്നു. ഞാൻ അവനോട് ആ വീട് വാങ്ങണ്ട എന്ന് പറഞ്ഞത്. തോമയുടെ അമ്മച്ചി റേഡിയോ നിർത്തി സേവ്യറിന് നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് ആ വീട് വാങ്ങാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ മാഡത്തിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കാര്യങ്ങളെല്ലാം ഇവിടം വരെ എത്തിച്ചത്? അവൻ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് ത്രേസ്യ ഉറക്കെ ചിരിച്ചു. പമേല ഇങ്ങോട്ട് വരേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇത്രയും നാൾ അവൾ കാത്തിരുന്നു. ഇനി പറ്റില്ല. കഴിഞ്ഞ തവണ ഉത്സവത്തിന് ചെമ്പരത്തിക്കാവിലേക്ക് പോയപ്പോൾ പച്ചയമ്മയാണ് എന്നോട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചത്. ഞങ്ങളുടെ അമ്മ ഒരു കാര്യം ചോദിച്ചാൽ അത് നടത്തി കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? അവർ പറയുന്നതൊന്നും സേവ്യറിന് പിടികിട്ടിയില്ല. എൻ്റെ വീട് പച്ചവനത്തിലായിരുന്നു. എന്നെ കെട്ടിക്കൊണ്ട് വന്നതാണിവിടെ. അവിടെയുള്ളവരുടെ പോലെ എൻ്റെയും അമ്മയാണ് പച്ചയമ്മ. അമ്മയ്ക്ക് വേണ്ടി ഈ ത്രേസ്യ എന്തും ചെയ്യും. പച്ചയമ്മ, അതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അല്ലെങ്കിലും എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ പാവം സ്ത്രീയെ ഇങ്ങനെ നിങ്ങളെല്ലാം കൂടി ശിക്ഷിക്കുന്നത്? അവരുടെ അച്ഛനെയും അമ്മയെയും അനിയനെയും എല്ലാം കൊന്നതും നിങ്ങളുടെ ആ നാട്ടുകാരല്ലേ? സേവ്യറിന് ദേഷ്യമടക്കാനായില്ല. പാവം സ്ത്രീ, അവരെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അവളുടെ അച്ഛനും അമ്മയും എത്ര പേരെ അവർ ആ ബംഗ്ലാവിൽ കൊന്നിട്ടുണ്ടെന്നോ? രണ്ടും കണക്കാ. ത്രേസ്യയ്ക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർമ്മ വന്നു. ലണ്ടനിൽ നിന്ന് വന്ന സായിപ്പ്, നാട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരാൾ. എല്ലാവർക്കും അയാളെ വലിയ കാര്യമായിരുന്നു. എന്തിനേറെ പറയുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നവർ പോലും അയാളെ ബഹുമാനിച്ചു. എന്നിട്ട് അവസാനം എന്തായി? ത്രേസ്യയുടെ മുഖത്ത് പുച്ഛം, അതിലേറെ ദേഷ്യം. അയാൾ ഒരു ദുഷ്ടനായതിൽ അയാളുടെ ഭാര്യയും മക്കളും എന്തു പിഴച്ചു? ഇത്രയെല്ലാം ത്രേസ്യ പറഞ്ഞിട്ടും സേവ്യറിന് സംശയം. നീ ഈ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതായിരുന്നു അവൾ, മെറ്റിൽഡ, പോൾസൺ സാഹിബിന് പറ്റിയ ഭാര്യ. ലണ്ടനിലെ ഏതോ ഒരു വലിയ കേണലിൻ്റെ മകളായിരുന്നു അവൾ. പച്ചമരത്തിൽ വരുമ്പോൾ അവൾ രണ്ടാമത് ഗർഭിണിയായിരുന്നു. മൂത്ത മകൾ പമേലയ്ക്ക് വയസ്സ് 10. അവർ ഇവിടേക്ക് വന്ന് കുറച്ചു നാൾ കഴിഞ്ഞ് ആ സമയം അവിടെ ഒരു പെണ്ണുമായി പോൾസൺ സാഹിബിന് ബന്ധമുണ്ടായിരുന്നു. കാടിനോട് ചേർന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണ്, കനകം. ഒട്ടുമിക്ക രാത്രിയും സാഹിബ് അവളെ കാണാൻ അവിടെ വരുന്നത് പതിവായിരുന്നു. ഈ കാര്യം എങ്ങനെയോ അവൾ അറിഞ്ഞു. പിന്നെ വെറുതെ ഇരിക്കുമോ? ഒരു ദിവസം മെറ്റിൽഡ നിറയെ മധുര പലഹാരങ്ങളുമായി കനകത്തിനെ കാണാൻ പോയി. ഈ ബന്ധം ഉപേക്ഷിക്കാൻ അവളോട് കേണു പറഞ്ഞു. എന്നാൽ അവളുണ്ടോ കേൾക്കുന്നു? ഭർത്താവിനെ പോയി ഉപദേശിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അവളെ കനകം പറഞ്ഞു വിട്ടു. പിന്നെ അടുത്ത ദിവസം കനകത്തിൻ്റെ മരണവാർത്തയാണ് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നത്. പ്രേതകഥ പറയുന്ന ആവേശത്തിലാണ് ത്രേസ്യ ഇതെല്ലാം സേവ്യറിനോട് പറഞ്ഞത്. ഒന്ന് നിർത്തിക്കൊണ്ട് ത്രേസ്യ തുടർന്നു. വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത്. തലേന്ന് മെറ്റിൽഡ കൊണ്ടുവന്ന ആ മധുര പലഹാരങ്ങളിൽ അവൾ വിഷം പുരട്ടിയിരുന്നത്രേ. ത്രേസ്യ ചാരുകസേരയിൽ നിന്ന് അല്പം മുന്നോട്ടേക്ക് വന്ന് സേവ്യറിനോട് ഒരു രഹസ്യം പറയും പോലെ പതുക്കെ പറഞ്ഞു. അവളും അവളുടെ ഭർത്താവ് സായിപ്പും 2 മക്കളും എല്ലാം ആ മണ്ണിൽ ഒടുങ്ങേണ്ടവരാ. അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. എല്ലാവരും പോയി. ഇനി ബാക്കി അവളാണ്, പമേല. അച്ഛനും അമ്മയും അനിയനും പോയിടത്തേക്ക് വൈകാതെ അവളും പോകും. നോക്കിക്കോ, അവളെയും പച്ചയമ്മ കൊണ്ടുപോകും. പച്ചയമ്മയെ നീട്ടി വിളിച്ചുകൊണ്ട് ത്രേസ്യ റേഡിയോ വീണ്ടും ഓണാക്കി.
സേവ്യർ നിരാശയോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മാനന്തവാടിയിലേക്കുള്ള ബസ്സിൽ കയറിയിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ പമേല മാഡത്തിനോട് എന്ത് പറയുമെന്ന ആശങ്കയായിരുന്നു. രാത്രിയാണ് നീലൻ തിരിച്ചു വീട്ടിലെത്തിയത്. അവൻ വന്നപ്പോൾ മുതൽ മുഖം വീർപ്പിച്ചിരിക്കുകയായിരുന്നു ചിരുത. പലപ്പോഴും ആ മുഖം വീർപ്പിക്കൽ പതിവായതിനാൽ അവളോടൊന്നും മിണ്ടാൻ നിൽക്കാതെ നീലൻ കലത്തിൽ നിന്ന് ചോറെടുത്ത് പാത്രത്തിൽ വിളമ്പി കഴിക്കാൻ ഒരുങ്ങിയതും ചിരുത അവൻ്റെ കയ്യിൽ നിന്ന് ആ പാത്രം തട്ടി വാങ്ങി. ഇന്ന് നിനക്ക് ചോറില്ല നീല, ഈ അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ? അവൻ വേറെ പാത്രമെടുത്ത് അതിൽ ചോറെടുക്കാൻ തുടങ്ങി. എനിക്കല്ല, നിനക്കാണ് കേട്. എല്ലാം ഞാൻ അറിഞ്ഞു. വീണ്ടും ആ നാശം പിടിച്ചവളെ കാണാൻ പോയല്ലേ നീ? ചിരുത കണ്ണുരുട്ടി നീലനെ നോക്കി. ഞാൻ ആരെയും കാണാൻ പോയിട്ടില്ല. നീലൻ ചമ്രം പടിഞ്ഞ് നിലത്തിരുന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. കള്ളം പറയണ്ട നീല, നീ അവിടെ അവളെ കാണാൻ പോയത് കണ്ടവരുണ്ട്. വർഷം ഇത്രയും കഴിഞ്ഞില്ലേ, എന്നിട്ടും ആ നശിച്ചവൾ തന്നെ വേണോ നിനക്ക്? ഭർത്താവ് മരിച്ചുവെന്ന് കരുതി വല്ലവൻ്റെ കുഞ്ഞിനെ ചുമക്കുന്ന അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, വേറെ ആരെ നീ കെട്ടിയാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ അവൾ നടക്കില്ല നീല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ചിരുതയുടെ സ്വരമുയർന്നു. ഇതെന്തൊരു കഷ്ടമാണ്. എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന് ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. കഴിക്കുന്നത് മതിയാക്കി ചോറ് പാത്രം ഒറ്റ തട്ട് തട്ടി നീലൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും ചിരുത നിർത്താതെ അകത്തുനിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എല്ലാ മകനെ പറ്റിയുള്ള അവളുടെ വ്യാകുലതകൾ തന്നെ. ഇതേ സമയം നീലൻ പുഴക്കരയോട് ചേർന്ന തെങ്ങിൻ ചോട്ടിൽ പോയി ചാരി നിന്നു. മുണ്ടിനടിയിലെ ട്രൗസറിലെ പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് വലിക്കാനൊരുങ്ങി. എനിക്ക് നീ സിഗരറ്റ് വലിക്കുന്ന ഇഷ്ടമല്ല നീല. പെട്ടെന്ന് അവളുടെ വാക്കുകൾ അവന് ഓർമ്മ വന്നു. അവൻ സിഗരറ്റ് വലിക്കാതെ അത് താഴേക്കിട്ടു. എന്തോ അവളെ ഓർത്തപ്പോൾ അവന് വല്ലാത്ത സങ്കടം വന്നു. ഇമകൾ വെട്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന നേരം ഹൃദയം അപ്പൂപ്പൻ താടി പോലെ നേർത്തു. സ്നേഹാർദ്രമായി അവൾ അവൻ്റെ കവിളിൽ തലോടി. കിളിർത്തു വന്ന താടിരോമങ്ങളിലേക്ക് അവൾ മുഖമടുപ്പിച്ചു. ചുണ്ടുകൾ അവനിലേക്ക് ചേരാൻ വെമ്പൽ കൊണ്ടു. കൈകൾ അവൻ്റെ ദേഹത്തെ ചുറ്റി വലിഞ്ഞു. ശ്വാസത്തിന് പോലും അവരുടെ ഗന്ധം. പെട്ടെന്ന് ഹൃദയമിടിപ്പ് ശരവേഗത്തിൽ കൂടി. അധരങ്ങൾ പരസ്പരം ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. കണ്ണുകൾ ഇറുക്കി അടച്ചു. ദേഹം ഒരു പഴുതുപോലുമില്ലാതെ ഇറുക്കെ പുണർന്നു. ശ്വാസം ഒന്നായി. അപ്പോഴും ആ ചുംബനം അവസാനിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നീലൻ അവളുടെ ചിന്തയിൽ പുറത്തേക്ക് വന്നപ്പോഴും ആ ചുംബന ചൂടിൽ തന്നെയായിരുന്നു. ഇല്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നിന്നെ മറക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലടി. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ മറക്കാനെന്നോണം നീലൻ പുഴയിലേക്ക് എടുത്തു ചാടി. അതിൻ്റെ ആർക്കും എത്താൻ കഴിയാത്ത ആഴങ്ങൾ തേടി അവൻ മൂങ്ങാങ്കുഴിയിട്ട് നീന്തി. ഈ പുഴയെപ്പോലെ അവൻ ഒരിക്കലും നീന്തി എത്താൻ കഴിയാത്ത ആഴങ്ങളാണ് അവളിലുമുള്ളത്. അവൻ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും തീക്ഷ്ണമായ അവളിലെ പ്രണയത്തിൻ്റെ ആഴങ്ങൾ, അവളാഴങ്ങൾ. രാത്രി ഏറെ വൈകിയാണ് പമേല ഉറങ്ങാൻ കിടന്നത്. മുറിയുടെ വാതിൽ അവൾ പൂട്ടിയിരുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഓടി വരാൻ പാകത്തിൽ മീനമ്മു തൊട്ടടുത്ത മുറിയിൽ കിടപ്പുണ്ട്. അവരുണ്ടെന്ന ധൈര്യത്തിലാണ് പമേല അവിടെ കിടക്കുന്നത്. പമേല, ആ വിളി കേട്ട് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. മുറിയുടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ അവളുടെ മമ്മയെ കണ്ടു. വെളുത്ത ഉടുപ്പ് ധരിച്ച് അഴിച്ചിട്ട മുടിയുമായി നിറവയറോടെ നിൽക്കുന്ന അവളുടെ അമ്മ മെറ്റിൽഡ. അവരുടെ കയ്യിലൊരു പെട്ടിയുണ്ട്, പാമ്പിൻ്റെ ചിഹ്നമുള്ളൊരു പെട്ടി. പമേല, മമ്മയെപ്പോലെ തന്നെയാണ് നീയും. ആഗ്രഹിച്ച് സ്വന്തമാക്കാൻ ഏതറ്റം വരെ നീ പോകും. നോക്ക്, ഈ പെട്ടി നിനക്ക് ആവശ്യം വരും. അത്രയും പറഞ്ഞ് മെറ്റിൽഡ ചിരിച്ചുകൊണ്ട് പമേലയ്ക്ക് നേരെ ആ പെട്ടി നീട്ടി. ചിരിച്ചപ്പോൾ അവളുടെ മുൻനിരയിലെ കൂർത്ത കോമ്പലുകൾ പമേലയ്ക്ക് മുമ്പിൽ ദൃശ്യമായി. എന്തു ചെയ്യണമെന്നറിയാതെ കാലുകൾ നിലത്തേക്കിട്ട് പമേല കട്ടിലിൽ തന്നെ ഇരുന്നു. പെട്ടെന്ന് അവളുടെ കാലിന് നനവ് തോന്നാൻ തുടങ്ങി. സംശയത്തോടെ പമേല താഴേക്ക് നോക്കി. നിലത്ത് നിറയെ ചോരയാണ്. അവളുടെ കാൽപാദത്തിലും ചോര പറ്റിയിട്ടുണ്ട്. ആ ചോര മെറ്റിൽഡയുടെ ദേഹത്തു നിന്നാണ് ഒഴുകുന്നത്. അവളുടെ വെളുത്ത ഉടുപ്പിൻ്റെ അടിഭാഗം ചോര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവളുടെ ദേഹത്തു നിന്ന് നിലത്തേക്കൊഴുകുന്ന കൊഴുത്ത രക്തം. പേടിച്ചുകൊണ്ട് പമേല അവളുടെ കാലെടുത്ത് മുകളിലേക്ക് വെച്ചു. അതോടെ ബെഡ്ഷീറ്റിലും രക്തക്കറ പറ്റി. പേടിക്കണ്ട, ഇത് നിന്റെ അനിയനാണ്, പേൾ. മമ്മ ആ പറഞ്ഞതിൻ്റെ അർത്ഥം പമേലയ്ക്ക് മനസ്സിലായില്ല. മെറ്റിൽഡ പെട്ടിയുമായി അവൾക്കരികിലേക്ക് വന്നു. നീ രക്ഷപ്പെടണം, ജീവനോടെ ഇരിക്കണം. മമ്മ നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും.
പെട്ടി പമേലയുടെ മടിയിലേക്ക് വെച്ച് അവളുടെ തലയിൽ മെറ്റിൽഡ സ്നേഹത്തോടെ തലോടി. മമ്മ. പമേല ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ചുറ്റുപാടും ശാന്തമാണെന്ന് മനസ്സിലായതും കുറച്ചു മുമ്പ് കണ്ടത് ഒരു സ്വപ്നം മാത്രമാണെന്ന് അവൾ ഉറപ്പിച്ചു. സംശയ നിവാരണത്തിനായി അവൾ ലൈറ്റ് ഓൺ ചെയ്ത് താഴേക്ക് നോക്കി. അവിടെ രക്തമൊന്നുമില്ലെന്ന് ഉറപ്പിച്ചു. ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പമേല ബെഡിൽ വന്നിരുന്നു. അപ്പോഴാണ് ബെഡിലെ ചോരപ്പാടുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കുറച്ചുനേരം എന്തോ ആലോചിച്ച് ബെഡിലേക്ക് നോക്കി നിന്നു. പിന്നീട് രണ്ടും കൽപ്പിച്ച് അവൾ തൻ്റെ കാൽ ഉയർത്തി നോക്കി. കാലിൽ നിറയെ ചോരയാണ്. പമേല ബാത്റൂമിലേക്ക് ഓടി. ബാത്റൂമിലെ പൈപ്പ് തുറന്ന് അവളുടെ കാലിലെ ചോരക്കറ കഴുകി വൃത്തിയാക്കുമ്പോൾ അവൾ ഓർത്തത് കുറച്ചു മുമ്പ് അവളുടെ മമ്മ പറഞ്ഞ വാക്കുകളാണ്. പേടിക്കേണ്ട, ഇത് നിന്റെ അനിയനാണ്, പേൾ. രാവിലെ മീനമ്മു സേവ്യർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് പമേല എഴുന്നേറ്റത്. രാത്രി എപ്പോഴാണ് അവൾ ഉറങ്ങിയതെന്നൊന്നും അവൾക്ക് നിശ്ചയമില്ല. ഇന്നലെ രാത്രി ബെഡിൽ നിന്ന് മാറ്റി ബക്കറ്റിൽ കൊണ്ടിട്ട ബെഡ്ഷീറ്റിലെ രക്തക്കറ ഇന്നലെ താൻ കണ്ടതൊന്നും വെറും സ്വപ്നമല്ലെന്ന് വീണ്ടും വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനെ അവഗണിച്ചുകൊണ്ട് പമേല മുഖം കഴുകി പുറത്തേക്ക് നടന്നു. പുറത്ത് മീനമ്മുവിനോട് സംസാരിച്ച് സേവ്യർ നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ പോയ ആൾ ഇന്ന് രാവിലെ തന്നെ മടങ്ങി വന്നത് കണ്ട് പമേലയ്ക്ക് അതിശയമായി. സേവ്യർ ഇത്ര പെട്ടെന്ന് മടങ്ങി വരുമെന്ന് ഞാൻ കരുതിയില്ല. വാ, അകത്തേക്കിരിക്കാം. പമേല അവനെ അകത്തേക്ക് ക്ഷണിച്ചു. പക്ഷേ എന്തുകൊണ്ടോ സേവ്യർ വരാൻ മടിച്ച് അവിടെ തന്നെ നിന്നു. വേണ്ട മാഡം, ഞാനിവിടെ നിന്നോളാം. അതോടെ പമേല അവളുടെ വയറ്റിൽ കൈവച്ച് പതുക്കെ കുനിഞ്ഞ് ഉമ്മറത്തെ പടിയിലിരുന്നു. സേവ്യറിനെ നോക്കി. മാഡം, ഞാൻ കൊടുവേലിയിലേക്ക് പോയിരുന്നു. അവിടെയുള്ളവരാ വീട് വാങ്ങാമെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. സേവ്യർ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അത് കേട്ടതും പമേലയുടെ മുഖത്ത് ഞെട്ടൽ. എന്താ സേവ്യർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വന്ന് കുറച്ചു ദിവസം താമസിച്ചാൽ അവർ ഈ വീട് വാങ്ങുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ ഇപ്പോൾ ഇങ്ങനെ? പമേല ചോദിച്ചത് കേട്ട് സേവ്യർ എന്ത് പറയണമെന്നറിയാതെ തല താഴ്ത്തി. സേവ്യർ, എൻ്റെ സാഹചര്യം നിനക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ അവസ്ഥയിലും ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് പൈസയ്ക്ക് അത്രയും അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. പമേല അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു. ആ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുന്നിലുണ്ടായ അവസാന വഴിയാണിത്. അതും പോയ സ്ഥിതിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. സേവ്യറിനറിയോ എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചതെന്ന്? ആത്മഹത്യയായിരുന്നു. ബിസിനസ് ചെയ്തും ചൂതാടിയും വരുത്തി വെച്ച കടങ്ങൾ വീട്ടാൻ കഴിയാതെ ഒരു ഭീരുവിനെ പോലെ അവൻ കയറിൽ തൂങ്ങി. അതിനുശേഷം കടക്കാർ എന്നെ തേടി വരാൻ തുടങ്ങിയപ്പോൾ ഒരു സ്വസ്ഥതയും ഇല്ലാതെ അത് വീട്ടാനായി ഇറങ്ങി പുറപ്പെട്ടതാണ് ഞാൻ. അതിന് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന അവസാന വഴിയാ ഈ വീട്. പമേല തൻ്റെ അവസ്ഥകളെല്ലാം സേവ്യറിനോട് തുറന്നു പറഞ്ഞു. ആ സമയം ആരോടെങ്കിലും അവളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെച്ചില്ലെങ്കിൽ താൻ നെഞ്ചുപൊട്ടി മരിച്ചു പോകുമെന്ന് വരെ പമേലയ്ക്ക് തോന്നി. 16-ാം വയസ്സിൽ വീടും കുടുംബവും പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടവൾ പിന്നീട് അവൻ ജീവിതത്തിലേക്ക് വന്ന ശേഷമാ മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിച്ചത്. ലൂക്കാസ്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞും കൂടി വരാൻ നിൽക്കുന്ന നേരം എല്ലാം കൊണ്ടും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടിയെന്ന് ആലോചിച്ച് സന്തോഷിച്ചു നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായ അവൻ്റെ മരണം. ഒരു നിമിഷം കൊണ്ട് കീഴ്മേൽ മറിഞ്ഞ ജീവിതം. എൻ്റെ സങ്കടം ആർക്കും മനസ്സിലായില്ല, ആർക്കും. പമേലയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടാതെയായി. അവൾ പറഞ്ഞതെല്ലാം കേട്ട് അവളേക്കാൾ വിഷമമായത് സേവ്യറിനാണ്. മാഡം വിഷമിക്കേണ്ട, ഒരു മാസം മതി എനിക്ക്. അതിനുള്ളിൽ ഈ വീട് ഞാൻ വിറ്റിരിക്കും. സേവ്യർ പമേലയ്ക്ക് ഉറപ്പ് നൽകി. അവൻ പറഞ്ഞത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ പമേല അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി. 1 മാസം കൊണ്ട് ഈ വീട് വിൽക്കാനോ? സാറിന് എന്തിൻ്റെ കേടായിരുന്നു? ഇതിലും നല്ല അവസരം എനിക്ക് കിട്ടില്ല. വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോകാമായിരുന്നില്ലേ? ഇത്രയും നേരം അവരുടെ സംഭാഷണമെല്ലാം കേട്ട് നിൽപ്പുണ്ടായിരുന്ന മീനമ്മു പമേല അവിടെ നിന്ന് പോയതും സേവ്യറിനരികിൽ വന്ന് പതുക്കെ പറഞ്ഞു. നിങ്ങൾ മാഡത്തിൻ്റെ അവസ്ഥ പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഞാനും കൂടി കൈയൊഴിഞ്ഞാൽ അവർ തളർന്നു പോകും. അവരുടെ ഭർത്താവ് ചെയ്തതുപോലെ എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ. സേവ്യർ ഇപ്പോഴും പമേല പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു തന്നെ നിൽപ്പാണ്. അല്ലെങ്കിലും ഇവളുടെ അവസാനം ഇതുതന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സായിപ്പിൻ്റെ മകളെ പച്ചയമ്മ വെറുതെ വിടൂല. മീനമ്മ പച്ചയമ്മയെന്ന് പറഞ്ഞതിനൊപ്പം അറിയാതെ നെഞ്ചിൽ കൈവച്ചുപോയി. അവരെ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും നിങ്ങളുടെ ദൈവത്തിന് മതിയായില്ലേ? സേവ്യറിനെന്തോ ഇപ്പോഴും പമേലയെ ഒരു ദുഷ്ടയായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സാറിൻ്റെ നല്ല മനസ്സാ അതാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. തെറ്റ് ചെയ്തവർ മരിക്കും വരെ ശിക്ഷ അനുഭവിക്കും സാറേ. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുന്ന ദൈവം.
അപ്പോൾ തെറ്റ് ചെയ്യുന്നത് ദൈവമാണെങ്കിൽ ആര് ശിക്ഷ കൊടുക്കും മീനമ്മോ? സേവ്യറിൻ്റെ മുഖത്ത് പുച്ഛം. അവൻ തുടർന്നു, ഞാനൊന്ന് ചോദിക്കട്ടെ, 6 വർഷം പമേല മാഡവും കുടുംബവും ഇവിടെ ജീവിച്ചിരുന്നു. അവർ ദുഷ്ടന്മാരാണ്, അതുകൊണ്ടാണ് അവരെല്ലാം നിങ്ങളുടെ ദൈവം കൊന്നതെന്ന് നിങ്ങളൊക്കെ പറയുന്നു. അവർ ദുഷ്ടന്മാരായിരുന്നെങ്കിൽ എന്തിന് നിങ്ങളുടെ ദൈവം 6 കൊല്ലം കാത്തിരുന്നു? അവരെ കൊല്ലാൻ 6 നിമിഷം പോലും നിങ്ങളുടെ ദൈവത്തിന് വേണ്ടായിരുന്നല്ലോ. സേവ്യറിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം മീനമ്മുവിൻ്റെ പക്കലുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരോട് വൈരാഗ്യമുള്ള ആരോ അവരുടെ കുടുംബത്തെ കൊന്നു. ഭാഗ്യത്തിന് പമേല മാഡം മാത്രം രക്ഷപ്പെട്ടു. അതാണ് സംഭവിച്ചത്. ദൈവം കൊന്നുവെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ. അല്ലെങ്കിലും പ്രേതത്തിനെയും ഭൂതത്തിനെയും ചേർത്ത് പറഞ്ഞാൽ പിന്നെ ഒരുത്തനും അന്വേഷിക്കാൻ വരില്ലല്ലോ. എനിക്ക് ഉറപ്പാ, യഥാർത്ഥ കൊലയാളി ഇവിടെ ഈ പച്ചവനത്തിൽ തന്നെയുണ്ട്. സേവ്യർ എല്ലാം ഉറപ്പിച്ച മട്ടായിരുന്നു. മീനമ്മ അപ്പോഴും മൗനവ്രതത്തിൽ തന്നെ. ഞാനെന്നാൽ പോട്ടെ, മാനന്തവാടിയിൽ ഇന്നൊരു സ്ഥലക്കച്ചവടമുണ്ട്. അതിന് പോകാൻ ഇന്നലെ രാത്രി ബസ്സിൽ കയറി ഇരുന്നതാ ഞാൻ. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ പമേല മാഡത്തിനെ നേരിട്ട് കണ്ട് എല്ലാം പറയാതെ പോകാൻ ഒരു സമാധാനം കിട്ടുന്നില്ല. അതാ വേഗം വന്നത്. വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തണം. മാഡത്തിനോട് പേടിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് പ്രത്യേകം പറയണം. മാത്രമല്ല, നിങ്ങളുടെ ദൈവത്തെ ഓർത്തിരിക്കാതെ ഒരു ശ്രദ്ധ അങ്ങോട്ട് വേണം. ഗർഭിണിയായ സ്ത്രീയാണ് കേട്ടോ മീനമ്മു. ഞാൻ വരും മുമ്പ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത്. ഒരു ദൈവം വിചാരിച്ചാലും പിന്നീട് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. സേവ്യർ മീനമ്മുവിനോട് ഓരോന്നായി പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ അവസാന വാക്കുകളിൽ ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. അതിലേറെ അവൻ്റെ ഉള്ളിൽ നിറയെ പമേലയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു. അതേ ആശങ്ക നിറഞ്ഞ മനസ്സോടെ അവൻ അവിടെ നിന്നും യാത്രയായി. പച്ചവനത്തിലെ ഉത്സവം അവസാനിച്ചു. പച്ചവീട്ടിലെ വിരുന്നും. കെട്ടിയാടിയ കോലം മിരുതൻ അഴിച്ചു മാറ്റി. താമരയുടെ തിരോധാനം മാത്രം ഏവരിലും ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. ഉത്സവം കഴിഞ്ഞ 2ാം നാൾ കാട്ടിൽ തേനെടുക്കാൻ പോയവർ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ഉടൽ പാതിയും വന്യമൃഗങ്ങൾ ഭക്ഷിച്ച നിലയിലായിരുന്നു. പക്ഷേ അത് ധരിച്ചിരുന്ന വസ്ത്രം അത് താമരയുടേതായിരുന്നു. തിലകനായിരുന്നു വസ്ത്രങ്ങൾ വെച്ച് അവളെ തിരിച്ചറിഞ്ഞത്. എന്നിട്ട് മിരുതൻ അത് തൻ്റെ താമരയാണെന്ന് ഉറപ്പിക്കാൻ തയ്യാറായില്ല. ഇല്ല, അവൾ മരിച്ചിട്ടില്ല, അവൾ വരും. മനോനില ബാധിച്ച ഒരുവനെ പോലെ അവൻ പദം പറഞ്ഞു നടന്നു. തിരുത്താൻ പലരും ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ എല്ലാവരും അവനെ അവൻ്റെ വഴിക്ക് വിട്ടു. മനുഷ്യർ തളർന്നു പോകുന്നിടത്ത് താങ്ങേകാൻ അതിലും ശക്തിയുള്ളവർ വരുമത്രേ. പച്ചവനത്തിന് അങ്ങനെ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അത് പച്ചയമ്മയാണ്. തൻ്റെ മകളെ വേട്ടയാടിയ വന്യമൃഗത്തെ വെറുതെ വിടരുതെന്ന് തിലകൻ മനം നൊന്ന് ദേവിക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ കോലമഴിച്ചു മാറ്റിയ ശേഷം മിരുതൻ ഒരു തവണ പോലും ദേവിയെ കാണാൻ തയ്യാറായില്ല. എല്ലാം വെറുതെയാണ്. കോലം കെട്ടിയാടുന്നവൻ്റെ ഉടലിൽ കയറുന്ന ദേവി അവൻ്റെ ഉള്ളം അറിയുമത്രേ. എന്നിട്ട് എൻ്റെ താമര എന്താ വരാത്തത്? പച്ചയമ്മ അങ്ങനെയൊന്നില്ല. ചെമ്പരത്തിക്കാവിലിരിക്കുന്നത് വെറും കല്ലാണ്. നിലത്തേക്കെറിഞ്ഞാൽ പല കഷ്ണമായി ഉടയുന്ന കല്ല്. ആ കല്ലിനുള്ളിൽ ഈ കാടിൻ്റെ അമ്മ വാഴുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ താമരയെ ആ ശില ജീവനോടെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തട്ടെ. അതുവരെ ആ കാവിലിരിക്കുന്നത് എനിക്ക് വെറും കല്ല് മാത്രമാണ്. മിരുതൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതിനിടയിൽ താൻ കോലം കെട്ടിയാടിയ ഉടയാടകളെല്ലാം അവൻ അഗ്നിക്കിരയാക്കി. എന്നിട്ടും അവൻ്റെ ദേഷ്യം ശമിച്ചില്ല. ചില കാര്യങ്ങൾ ദൈവങ്ങൾക്ക് പോലും ചെയ്യുവാൻ കഴിയുന്നതിനപ്പുറമാണ് മിരുതന് വേണ്ടി, തിലകന് വേണ്ടി, താമരയ്ക്ക് വേണ്ടി പച്ചയമ്മയ്ക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഒന്ന് മാത്രമായിരുന്നു. തിലകൻ പ്രാർത്ഥിച്ചതുപോലെ താമരയെ ഉപദ്രവിച്ച വന്യമൃഗത്തിന് അല്ല, മൃഗങ്ങൾക്ക് ശിക്ഷ നൽകുക. തൻ്റെ മക്കളെ വേദനിപ്പിച്ചാൽ അമ്മ വെറുതെ ഇരിക്കുമോ? അമ്മയുടെ ദേഷ്യം അത് കലിതുള്ളി ആർത്തലച്ചുയരുന്ന കടൽ പോലെയാണ്. ആദ്യം ജീവനോടെ അങ്ങ് വിഴുങ്ങും, പിന്നീട് ചുഴികളിൽ പെടുത്തി ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം ഉടലിനെ തളർത്തും. ശേഷം ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊല്ലും. ഒടുവിൽ ദേഷ്യം ശമിച്ച് കടൽ പിൻവാങ്ങും. അപ്പോൾ അഴുകി ദ്രവിച്ച ശവമായി, വെറും മാംസപിണ്ഡമായി എല്ലാം അവസാനിച്ചിരിക്കും. ദൈവവും ചെകുത്താനും വിപരീത ദിശയിലുള്ള 2 ശക്തികൾ. എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും മനുഷ്യരുടെ പൊയ്മുഖംമൂടികൾ ഇവർക്ക് മുമ്പിൽ അഴിഞ്ഞു വീഴും. ചെമ്പരത്തിക്കാവിലെ ഉത്സവം അവസാനിച്ചതിൻ്റെ അടുത്ത ദിനം മുതൽ പച്ചവീട്ടിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. രാവിലെ മെറ്റിൽഡ രക്തം ഛർദ്ദിച്ചതായിരുന്നു എല്ലാറ്റിൻ്റെയും തുടക്കം. എഴുന്നേറ്റപ്പോൾ തൊണ്ടയിൽ വല്ലാത്ത വിമ്മിഷ്ടം തോന്നി. വാഷ് ബേസിനിൽ പോയി ഛർദ്ദിച്ചതായിരുന്നു അവൾ. പുറത്തേക്ക് വന്നത് കൊഴുത്ത രക്തമാണ്. പോൾസൺ സായപ്പിനാണെങ്കിൽ ദേഹം മുഴുവൻ വേദന.
ബെഡിൽ നിന്ന് അനങ്ങാൻ കഴിയാത്ത അത്രയും തളർച്ച. വൈകാതെ വസൂരിക്കലകൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പൊങ്ങി വന്നു. മാഡം, സാറിനെന്തോ ദേവീകോപം തട്ടിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾ പോൾസൺ സാഹിബിനെ ദേഹത്ത് പുരട്ടിക്കൊണ്ട് അലമേലു മെറ്റിൽഡയോട് പറഞ്ഞു. ഇത് ചിക്കൻ ബോക്സ് ആണ്, അല്ലാതെ ദേവീകോപമൊന്നുമല്ല. മെറ്റിൽഡയ്ക്ക് അത് വെറും രോഗം മാത്രമായിരുന്നു. എന്നാൽ അടുത്ത ദിവസം മുഖത്തും കഴുത്തിലും കലകൾ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ മെറ്റിൽഡയ്ക്കൊരു പന്തികേട് തോന്നി. വൈകാതെ അവളെയും രോഗം ബാധിച്ചു. ഉടലിൽ മാത്രമല്ല, തലയോട്ടിയിൽ വരെ പൊന്തിയ കൂർത്ത കുരുകൾ. അത് നൽകുന്ന വേദന അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വൈകാതെ വേദന തിന്ന് താൻ മരിച്ചു പോകുമെന്ന് വരെ അവൾക്ക് തോന്നി. ദേവീകോപമാണ്, അലമേലു പതിവ് പല്ലവി ആവർത്തിച്ചു. വൈകാതെ പമേലയ്ക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ മെറ്റിൽഡയുടെ സമാധാനം പോയി. വേറെ ആർക്കും എന്ത് സംഭവിച്ചാലും മെറ്റിൽഡ സഹിക്കും. പക്ഷേ പമേല, അവളുടെ കാര്യത്തിൽ മെറ്റിൽഡ സ്വാർത്ഥയായിരുന്നു. പോൾസൺ, അലമേലു പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ദേവീകോപമായിരിക്കുമോ ഇതെല്ലാം? ജനാലയിലൂടെ ചെമ്പരത്തിക്കാവിലേക്ക് നോക്കിക്കൊണ്ട് മെറ്റിൽഡ പോൾസനോട് ചോദിച്ചു. ദേവീകോപമോ? എന്തിന്? പോൾസന് സംശയം. എന്തിനാണെന്ന് ഞാൻ പ്രത്യേകം പറയണോ? എനിക്ക് സംശയമുണ്ട് പോൾസൺ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ, അല്ലെങ്കിൽ ആപത്ത് നമുക്ക് തന്നെയാണ്. മെറ്റിൽഡ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണക്ക് കൂട്ടാൻ മിടുക്കിയായിരുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ എന്തു ചെയ്യാനാണ്? ഒന്ന് അനങ്ങാൻ പോലും എനിക്ക് വയ്യ. ഞാൻ ഹെഡ് ഓഫീസിൽ നമ്മുടെ അവസ്ഥ അറിയിച്ചിട്ടുണ്ട്. മിക്കവാറും നാളെ നമ്മളെ ചികിത്സിക്കാൻ സ്പെഷ്യൽ മെഡിക്കൽ ടീം ഇങ്ങോട്ട് വരും. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പുതച്ചു മൂടി കിടന്ന പോൾസൺ പറഞ്ഞു. ചികിത്സയേക്കാൾ പ്രധാനം ഇതാണ് പോൾസൺ. കുപ്പനും വയ്യെന്നാ കേട്ടത്. കാടിൻ്റെ മക്കളുടെ അമ്മ, പച്ചയമ്മ, അവൾ തന്നെയാ ഇതിനെല്ലാം പിന്നിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും മുമ്പ് നമ്മൾ അവളെ തടഞ്ഞിരിക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ദേഹം പുതപ്പുകൊണ്ടൊന്ന് മൂടി നിറവയറിൽ കൈവച്ചുകൊണ്ട് മെറ്റിൽഡ അവിടെ നിന്ന് എഴുന്നേറ്റു പുറത്തേക്ക് നടന്നു. നീ എങ്ങോട്ടാണ് പോകുന്നത് മെറ്റിൽഡ? പോൾസൺ സംശയത്തോടെ അവളെ നോക്കി. നിങ്ങൾ ഇവിടേക്ക് വരും മുമ്പ് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവവും അവരോട് എങ്ങനെ പെരുമാറണമെന്നും എന്തൊക്കെ പദ്ധതികൾ എപ്പോൾ എങ്ങനെ ആവിഷ്കരിക്കണമെന്നും ഒക്കെയല്ലേ പഠിച്ചത്? പക്ഷെ ഞാൻ പഠിച്ചത് ഇവിടുത്തെ മനുഷ്യരെ പറ്റി മാത്രമല്ല, ദൈവങ്ങളെക്കുറിച്ചും കൂടിയാണ്. മനുഷ്യൻ തോൽക്കുന്നിടത്ത് അതിലും വലിയ ശക്തികൾ അവരെ രക്ഷിക്കാൻ വന്നെന്നിരിക്കാം. അവരെയും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിനാണ് ഞാനിപ്പോൾ പോകുന്നത്. കൂടുതലൊന്നും പറയാതെ മെറ്റിൽഡ മേശയിൽ നിന്നൊരു താക്കോലെടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൾ പോകുന്നതും നോക്കി ഒന്നും മനസ്സിലാകാതെ പോൾസൺ സാഹിബ് കട്ടിലിൽ തന്നെ കിടന്നു. അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു അവസാനം അവളുടെ ഗതി ഇങ്ങനെയാകുമെന്ന്. വൈകുന്നേരം പാടത്ത് പണി കഴിഞ്ഞു വന്ന ചിരുത വളരെയധികം സന്തോഷത്തിലായിരുന്നു. അരിക്ക് അടുപ്പത്ത് വെള്ളം വയ്ക്കുന്നുണ്ടായിരുന്ന അവൾ അതിനൊപ്പം ഒറ്റയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അമ്മ എന്താ ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ് ചിരുത ഈ പറയുന്നതെന്ന് മനസ്സിലാകാതെ നീലൻ ചോദിച്ചു. നിന്റെ മറ്റവളുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്, പമേല, ആ സാഹിബിൻ്റെ മോൾ, നിന്റെ പാമി. ചിരുത ഒന്ന് നിർത്തി നീലനെ നോക്കി. അവൾക്ക് എന്താ പറ്റിയത്? നീലൻ്റെ വാക്കുകളിൽ പമേലയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷ. അറിഞ്ഞില്ലെങ്കിൽ ഈ നിമിഷം തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വരെ അവന് തോന്നി. അവൾക്കൊന്നും പറ്റിയില്ല. പക്ഷെ അവളുടെ ഭർത്താവില്ലേ, ഏതോ ഇംഗ്ലീഷുകാരൻ, അവൻ കടം കയറി ആത്മഹത്യ ചെയ്തതാണെന്ന്. ആ കടം വീട്ടാനാ അവൾ ഇപ്പോൾ വീട് വിൽക്കാൻ നടക്കുന്നത്. ചിരുതയ്ക്ക് അവളുടെ അവസ്ഥ വിവരിക്കുമ്പോൾ സങ്കടത്തിന് പകരം സന്തോഷമായിരുന്നു. അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നീലന് സംശയം. മീനമ്മു പറഞ്ഞതാ. അവളോട് ചിലപ്പോൾ ആ പെണ്ണ് പറഞ്ഞതായിരിക്കും ഇതെല്ലാം. അവൾക്ക് അവിടെയല്ലേ ജോലി? അന്ന് അലമേലു, ഇന്ന് ഇവൾ, എല്ലാം കണക്കാ. ചിരുത തുടർന്നു. അവൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം താമസിച്ചാൽ ആ വീട് വാങ്ങാമെന്നൊരു കൂട്ടർ പറഞ്ഞതുകൊണ്ടാ അവൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അവസാനം അവർ വാങ്ങാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അത്രേ. എന്തായാലും അവൾക്ക് ഈ അവസ്ഥ വന്നത് നന്നായി. അല്ലെങ്കിലും ഇവിടെയുള്ളവരുടെ എല്ലാം ജീവിതം നശിപ്പിച്ചിട്ട് അവൾക്ക് എങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയും? മിക്കവാറും അവളുടെ സ്വഭാവം കാരണം ആത്മഹത്യ ചെയ്തതായിരിക്കും അവളുടെ ഭർത്താവ്. അല്ലാതെ ഇത്രയും വലിയ വീട് വിറ്റ് കടം വീട്ടാൻ സാഹചര്യം ഉള്ളപ്പോൾ അയാൾ എന്തിന് കടം കയറി ആത്മഹത്യ ചെയ്യണം? അതും ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ. അവളെക്കുറിച്ച് ഓർക്കേണ്ടതായിരുന്നില്ലേ? ചിരുത ഓരോന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ നീലൻ പുറത്തേക്ക് പോകാനൊരുങ്ങി. പൊയ്ക്കോ, അല്ലെങ്കിലും അവളെക്കുറിച്ച് കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ. അവനും അവൻ്റെ ഒരു പാമിയും. കിട്ടുന്ന അവസരത്തിൽ ചിരുത നീലനെയും നല്ലത് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും നീലൻ ഒന്നും മറുത്തു പറയാതെ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു.
അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്ത അയാൾ ഉണ്ടാക്കിയ കടം വീട്ടാനായി പച്ചവീട് വിൽക്കാൻ നടക്കുന്ന ഗർഭിണിയായ പമേലയായിരുന്നു. അതിനുവേണ്ടി ഒരിക്കലും തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് വന്ന അവളുടെ അവസ്ഥ അവനെ സങ്കടത്തിലാഴ്ത്തി. പമേല പോൾസൺ സാഹിബിന് രോഗം മൂർച്ഛിച്ചതിൻ്റെ 2ാം നാൾ, 16 വർഷം മുമ്പുള്ള ആ ദിവസം, പച്ചവീട്ടിലെ പമേലയുടെ അവസാന ദിവസം. അന്ന് വൈകിട്ട് മെറ്റിൽഡ പമേലയ്ക്ക് അരികിലേക്ക് വന്നു. കട്ടിലിൽ കിടന്നിരുന്ന അവൾക്കരികിലായിരുന്നു. അതോടെ പമേല അവിടെ നിന്ന് എഴുന്നേറ്റ് മമ്മയുടെ മടിയിൽ തലവെച്ച് അവിടെ കിടന്നു. പപ്പയുടെ അസുഖം മാറുമോ മമ്മ? പമേല ചോദിച്ചത് മെറ്റിൽഡ മറുപടി പറഞ്ഞില്ല. അവൾക്ക് സംസാരിക്കാനുള്ളത് മറ്റു ചില കാര്യങ്ങളായിരുന്നു. നിനക്ക് നീലനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഇഷ്ടം നീ മറക്കണം. നീ ലണ്ടനിലേക്ക് തിരിച്ചു പോകണം. നാളെ നിന്നെ കൊണ്ടുപോകാൻ ആളുകൾ വരും. അപ്പോൾ പപ്പയും അമ്മയും? പമേല മുഖമുയർത്തി മെറ്റിൽഡയെ നോക്കി. ഞങ്ങൾ നിന്റെ കൂടെ വന്നാൽ അത് നിനക്ക് ആപത്താണ് മോളെ. ചിലപ്പോൾ സുരക്ഷിത സ്ഥാനത്ത് നിനക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല. ഇല്ല, നിന്റെ ജീവിതം വെച്ച് റിസ്ക് എടുക്കാൻ എനിക്കാകില്ല. മാത്രമല്ല, പപ്പയ്ക്കൊട്ടും വയ്യ. അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. അവസാന വാക്കുകൾ പമേലയെ ആശ്വസിപ്പിക്കാനായി മാത്രം പറഞ്ഞതാണ് മെറ്റിൽഡ. ഇല്ല, പപ്പയും അമ്മയും വിട്ട് ഞാൻ പോകില്ല. പപ്പയുടെ അസുഖം മാറിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. പമേല അവളെ ഇറുക്കെ പുണർന്നു. മെറ്റിൽഡ സ്നേഹത്തോടെ പമേലയുടെ തലയിൽ തലോടി. മമ്മ പറയുന്നത് മോൾ കേൾക്കില്ലേ? ഫാദറിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നിന്റെ കാര്യമെല്ലാം നോക്കും. പിന്നെ അവിടെ നീ തനിച്ചായിരിക്കില്ല. മോൾ അങ്ങോട്ട് പോകണം, പോയേ തീരൂ. മെറ്റിൽഡ ഓരോന്ന് പറഞ്ഞ് പമേലയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. ഒടുവിൽ പമേല പോകാമെന്ന് സമ്മതിച്ചു. പമേല, ഇത് നിന്റെ കൈവശം വെച്ചോ. എന്തെങ്കിലും ഇവിടേക്ക് വരേണ്ട സാഹചര്യം വന്നാൽ ഇത് നിനക്ക് ആവശ്യം വരും. പഴകി തുരുമ്പിച്ച ഒരു താക്കോൽ പമേലയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് മെറ്റിൽഡ പറഞ്ഞു. കൂടുതലൊന്നും പറയാതെ അവളുടെ നെറ്റിയിൽ ഇറുക്കെ ചുംബിച്ച് നിറകണ്ണുകളോടെ മെറ്റിൽഡ ആ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. പക്ഷെ അടുത്ത പകൽ പമേലയെ കൊണ്ടുപോകാൻ ആളുകൾ വരും മുമ്പേ എല്ലാം അവസാനിച്ചിരുന്നു. രാത്രികൾ പലപ്പോഴും നിർണായകമാണ്. അങ്ങനെ ഒരു രാത്രിയായിരുന്നു അതും. അന്ന് മമ്മ നൽകിയ താക്കോലും നോക്കിക്കൊണ്ട് പമേല മുറിയിലിരുന്നു. അവളുടെ മനസ്സിൽ നിറയെ ആശങ്കകളായിരുന്നു. ഇത്രയും വർഷം ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് പിന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടോ? മമ്മ അന്ന് ഉദ്ദേശിച്ചത് എന്തായിരിക്കും? പമേല തിരിച്ചും മറിച്ചും ആ താക്കോൽ നോക്കി. അതിനിടയിൽ അത് അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. പതുക്കെ കുനിഞ്ഞവൾ അത് എടുക്കുമ്പോഴാണ് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഫാദർ തന്ന കൊന്തയിലേക്ക് അവളുടെ ശ്രദ്ധ നീണ്ടത്. ധൃതിയിൽ പമേല കഴുത്തിൽ നിന്ന് ആ കൊന്ത ഊരി. അതിലെ കുരിശിൽ കർത്താവിൻ്റെ തിരുരൂപത്തിന് പകരം ഒരു പാമ്പിൻ്റെ രൂപമായിരുന്നു. ഇന്നലെ അവൾ സ്വപ്നത്തിൽ കണ്ട പെട്ടിക്ക് മുകളിലുണ്ടായിരുന്ന പോലെ ഒരു പാമ്പ്. പമേലയ്ക്കൊന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയം പണ്ടൊരിക്കൽ അനാഥാലയത്തിൽ വെച്ച് ഫാദർ അവളോട് പറഞ്ഞത് പമേല ഓർത്തു. നന്മയും തിന്മയും അത് മനുഷ്യൻ്റെ മനസ്സിലാണ്. ചിലപ്പോൾ ചില നേരത്ത് ദൈവത്തെ തോൽപ്പിക്കാൻ ചെകുത്താൻ്റെ കൂട്ടുപിടിക്കേണ്ടി വരും.